ദിവസമായി മാറ്റപ്പെടട്ടെ. നമ്മൾ കഴിഞ്ഞ നാളുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ തരത്തിലുള്ള ആത്മീയ ബലഹീനതകളുടെയും ബന്ധനങ്ങളുടെയും രോഗങ്ങളുടെയും മുമ്പെയുള്ള മരണത്തിൻ്റെയും മൂല കാരണത്തെക്കുറിച്ചാണ്. കഴിഞ്ഞ നാളുകൾ ചില മാസങ്ങളേറെയായി നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വാക്കിൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ? എല്ലാ തരത്തിലുള്ള 1 ആത്മീയ ബലഹീനത, 2 ബന്ധനങ്ങൾ, 3 രോഗങ്ങൾ, 4 മുമ്പെയുള്ള പ്രിമച്വർ ഡെത്ത്, മുമ്പെയുള്ള മരണത്തിൻ്റെയും മൂല കാരണത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആത്മീയ കുളത്തിൽ കണ്ടുവരുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് ഒരു ആത്മീയ ബാല്യകാലം എന്ന് പറയും നമ്മളതിന്. എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട ആ വളരെ ചുരുങ്ങിയ നാളുകൾ അല്ലെങ്കിൽ ബാല്യകാലം, രക്ഷിക്കപ്പെട്ട സമയങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ശക്തമായിട്ട് ഇടപെടും. അത് കൃപാപരമാകട്ടെ, ആത്മാവിൻ്റെ പ്രവൃത്തികളാകട്ടെ, എന്തുമാകട്ടെ, നമ്മുടെ സകല മേഖലകളിൽ അല്ലെങ്കിൽ ബിസിനസ്സിൽ, നമ്മുടെ കുടുംബജീവിതത്തിൽ, നമ്മുടെ മിനിസ്ട്രിയിൽ, നമ്മുടെ ഈ സഹോദര ബന്ധങ്ങളിലൊക്കെ, നമ്മുടെ ബാല്യകാലത്തിലൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കും നമുക്ക്. കാരണം ദൈവം ഒരു കുഞ്ഞ് പ്രസവിച്ചു കഴിഞ്ഞാൽ അമ്മയും അച്ഛനും അവരെ കൂടെയുള്ള ബന്ധുമിത്രാദികളൊക്കെ ആ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നത് പോലെ തന്നെയാണ്. അല്ലെ, ഒരു ഉറുമ്പ് കടിക്കുവാനോ ഒരു കൊതുകുത്താനോ കഴിയാതെ വണ്ണം അവരെയൊക്കെ കുഞ്ഞിനെ സൂക്ഷിക്കുമ്പോൾ ആ കുഞ്ഞ് വിചാരിക്കും ഇതാണ് ഏറ്റവും നല്ല അനുഭവങ്ങളെന്ന്. അല്ലേ? പലപ്പോഴും നമുക്ക് തോന്നും ഇതുപോലെ ജീവിതകാലം 60 വയസ്സ് വരെ ജീവിച്ചാൽ നല്ലതായിരിക്കുമെന്ന് ഒരുപക്ഷെ തോന്നിയേക്കാം. നമുക്ക് അറിയത്തില്ല, എനിക്ക് അല്ലെ, കുഞ്ഞുങ്ങളുടെ മനസ്സ് നമുക്ക് അറിയില്ലല്ലോ. കാരണം അമ്മയും അപ്പനും ചുറ്റിച്ചു നിൽക്കുന്നു, ഒന്ന് കരയുമ്പോൾ വായിലേക്ക് പാല് അല്ലെങ്കിൽ സിറിലാക്കൊക്കെ ഒഴിച്ചു തരുന്നു അല്ലേ? എല്ലാം മനോഹരമാണ്. കൊണ്ടു നടക്കാൻ എപ്പോഴും ലാളിക്കുവാൻ പുന്നാരിപ്പിക്കുവാനൊക്കെയും സുഹൃത്തുക്കൾ മാത്രമല്ല ബന്ധുമിത്രാദികളൊക്കെ കൂടെ നിൽക്കുന്നു. മനോഹരമായ ഒരു അനുഭവമാണ് അതെല്ലാം അല്ലേ? നമുക്കെല്ലാവർക്കും നമ്മളൊക്കെ അനുഭവിച്ച ആൾക്കാരാ, നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ആൾക്കാരാ. പക്ഷെ ഒരു സമയപരിധി കഴിയുമ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ ക്രിസ്ത്യ ജീവിതവും രക്ഷിക്കപ്പെട്ട് വരുന്ന സമയത്തിൽ നമ്മുടെ കൂട്ടു സഹോദരന്മാർ, നമ്മുടെ പാസ്റ്റർമാരൊക്കെ നമുക്ക് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. എപ്പോഴും നമ്മുടെ കൂടെ അവരൊക്കെ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. നമ്മുടെ ആവശ്യങ്ങൾ വരുമ്പോൾ അവരൊക്കെ നമ്മൾ സഹായിക്കും. സാമ്പത്തിക മേഖലയാവട്ടെ, മറ്റേത് മേഖലയാവട്ടെ, അവിടെയൊക്കെ എല്ലാവരും സഹായിക്കുമ്പോൾ ഇതാണ് ക്രിസ്ത്യ ജീവിതമെന്ന് പലപ്പോഴും നാം അറിയാതെ വിചാരിച്ചു പോകും. പക്ഷേ ഇപ്പോഴും ജീവിതം ആരംഭിച്ചിട്ടില്ല. ഇതൊരു ശിശുത്വ കാലമാണ്, ബാല്യം പോലും ആയിട്ടില്ല, ശിശുത്വ കാലഘട്ടമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഈ ശിശുത്വ കാലഘട്ടത്തിൽ ഒരുപക്ഷെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വല്ലാതെ ഉണ്ടാകും, നല്ലവണ്ണം ഉണ്ടാകും. ഒരുപക്ഷെ കൈവെക്കുമ്പോൾ തന്നെ രോഗികൾ സൗഖ്യമാകും, നമ്മൾ വാക്കിൽ കൽപ്പിക്കുമ്പോൾ ഭൂതങ്ങൾ വിട്ടോടും. ഇതൊക്കെ നമ്മുടെ ബാല്യകാലത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ശിശുത്വ കാലഘട്ടത്തിൽ സംഭവിക്കാൻ ഇടയുണ്ട്. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സാവുന്നുണ്ടോ? എന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ 2, 3, 4 വയസ്സൊക്കെ ആയി കഴിയുമ്പോൾ പഴയ പോലെ ലാളനകളൊന്നും നമുക്ക് ലഭിക്കാതെ വരും ഇല്ലേ? അപ്പനും അമ്മയും പലപ്പോഴും കുഞ്ഞിനെ അവിടെ ഇട്ട് അവർ വീട്ടുപണിക്കോ അല്ലെങ്കിൽ മറ്റേ ജോലിയിലൊക്കെ അവർ കടന്നു പോകും. കൊച്ചിനെ കൊതുകൂത്താൻ തുടങ്ങും, കൊച്ചിനെ എന്താ പറയുക, ഉറുമ്പ് കടിക്കാൻ തോന്നും. വിശക്കുമ്പോൾ കരയുമ്പോൾ ഭക്ഷണം പോലും പലപ്പോഴും കിട്ടാതെ വരും. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ഇതും നമ്മുടെ ആത്മീയ ജീവിതത്തിലുള്ള കാര്യം തന്നെയാണ്. നമ്മളെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ എന്തുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും അതുപോലെ നമ്മളെ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ മാറ്റിവിടുന്നത്? നമുക്കറിയാം, ഒരു ശിശുത്വ കാലഘട്ടം 2, 3 വയസ്സ് കഴിയുമ്പോൾ നമ്മൾ അവരെ അഭ്യസിപ്പിക്കുക, അങ്ങനെയല്ലേ? അതുവരെ 2 വയസ്സ് വരെയൊക്കെ അമ്മയുടെ പാല് കൊടുത്ത് നമ്മൾ ആ കുഞ്ഞുങ്ങളെ വളർത്തുകയാണ്. ഈ അമ്മയുടെ പാല് കൊടുക്കുമ്പോൾ 5 വയസ്സായിട്ട് 4 വയസ്സായിട്ടും അമ്മയുടെ പാല് കൂടി നിർത്തിയില്ലെങ്കിൽ അച്ഛൻ പറയും എന്തോ മിസ്റ്റേക്ക് ഉണ്ട് നിന്റെ മോന് അല്ലേ? എൻ്റെ മോനല്ല അല്ലേ? അങ്ങനെ ഭർത്താവ് അച്ഛൻ പറയും അങ്ങനെ, നിന്റെ മോൻ എന്തോ മിസ്റ്റേക്ക് ഉണ്ട്. 5-8 വയസ്സായിട്ടും അവൻ അമ്മയുടെ പാലിന് വേണ്ടി കരഞ്ഞാൽ എല്ലാവരും പറയും രോഗമുണ്ട്, അവൻ എന്തോ മിസ്റ്റേക്ക് ഉണ്ട്, ഡോക്ടറെ കാണിക്കാൻ പറയും. 16 വയസ്സായിട്ടും അല്ലേ? അപ്പോൾ ഇതുപോലെ തന്നെ ക്രിസ്ത്യ ജീവിതവും നമ്മളൊന്നും പാലിന് വേണ്ടി ആഗ്രഹിക്കുന്നവരില്ല. ദൈവം നമ്മെ ഇതുപോലെ കൈവിട്ട് മാറ്റി നിർത്തും. നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് ട്രെയിൻ തന്നില്ലേ? കുഞ്ഞുങ്ങളെ കൊച്ചയ്ക്ക് കടയിൽ പറഞ്ഞു വിടും അല്ലേ? നമ്മളെ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ ട്രെയിൻ ചെയ്യാറില്ലേ? അതെ, കടയിലൊക്കെ പറഞ്ഞു പോയിട്ട് ഇന്നത്തെ പിള്ളേർ പോയി കഴിഞ്ഞാൽ പിന്നെ അല്ലേ ഒന്നും കിട്ടത്തില്ല. ഞാൻ പറഞ്ഞത് നമ്മുടെ ചെറുപ്പത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ എന്നെയൊക്കെ അമ്മ അച്ഛനും എന്തെങ്കിലും പൈസ കൊടുത്ത് ഇന്നത് മേടിക്കാൻ പോയി ട്രെയിൻ ചെയ്യുക. അതൊക്കെ അതുപോലെ തന്നെ ഈ ക്രിസ്ത്യ ജീവിതവും ഒരു സമയപരിധി കഴിയുമ്പോൾ ദൈവം നമ്മളെ താഴെ വെക്കും. ഹല്ലേലൂയ. ഇപ്പോൾ നമ്മൾ പല ചോദ്യം ചോദിക്കും, എന്താ കർത്താവ് എന്നെ കണ്ടില്ലേ, നീ എന്നെ മറന്നുപോയതല്ല, നമുക്ക് ട്രെയിനിങ് തരികയാ ദൈവം. ഹല്ലേലൂയ. ഒരു ആത്മീയ പക്വതയിലേക്ക് വേണ്ടി നമ്മൾ സൺഡേ പഠിക്കുന്നത് പോലെ ഒരു അധികാരത്തോടെ വാഴ്ച നടത്തേണ്ടതിന് വേണ്ടി. ഞാൻ പറഞ്ഞൊക്കെ മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്? ഹല്ലേലൂയ.
പലപ്പോഴും ഇതൊക്കെ നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ സംഭവിക്കാൻ ഇടയുണ്ട് നമ്മുടെ ജീവിതത്തിലും. ഹല്ലേലൂയ. അത് മാത്രമല്ല, ഇത് ദൈവം ചെയ്യുന്ന പ്രവൃത്തികളാണ്. എന്നാൽ മറു സൈഡിൽ നമ്മുടെ ആത്മീയ പക്വതയ്ക്ക് വേണ്ടി ദൈവം പലപ്പോഴും നമ്മളെ കൈവിട്ട് നിർത്തും. ഒറ്റയ്ക്ക് അല്ലേ, ഒരു കൂട്ടം എതിർ വരുന്ന ശത്രുക്കളുടെ മുമ്പിലേക്ക്, പണ്ട് കർണൻ എന്നൊക്കെ പറഞ്ഞ് മഹാഭാരതത്തിൽ വായിച്ചു കാണും, നിങ്ങളൊക്കെ കേട്ട് കാണും നിങ്ങളും. മഹാഭാരതത്തിലേക്ക് കർണൻ എന്ന് പറഞ്ഞ ഒരു മനുഷ്യനെ അവൻ പടക്കൂട്ടത്തിലേക്ക് ഇറക്കി വിടുന്നുണ്ട് അല്ലേ. നമുക്ക് കേട്ടവർക്കൊക്കെ അറിയാൻ കഴിയും. ഒറ്റയ്ക്ക് അദ്ദേഹം അവിടെ നിന്ന് പോരാടുകയാണ്. അവസാനം നിൽക്കാൻ കഴിഞ്ഞില്ല, മരിച്ചുപോയ കഥയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ രഹസ്യങ്ങളൊക്കെ ഹിന്ദുക്കളിൽ നിന്ന് വന്നവർക്കൊക്കെ അറിയാം. പക്ഷെ അതുപോലെ തന്നെ പലപ്പോഴും ഞാൻ പറയുക, അതുപോലെ ദൈവവും നമ്മെ ഇറക്കി വിടും ശത്രുക്കളുടെ മുമ്പിലേക്ക്. എന്തിനു വേണമെന്നറിയാമോ? അവിടേക്ക് ദൈവിക സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നുണ്ടോ, അതോ എൻ്റെ സ്വഭാവമാണോ വെളിപ്പെടുന്നത്? ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? നമ്മെ തന്നെ പഠിപ്പിക്കാൻ വേണ്ടിയാ. പക്ഷേ ഓർക്കണം, അവിടെ ഒറ്റയ്ക്കല്ല പറഞ്ഞു വിടുന്നത്, അവിടെ നമ്മുടെ കൂടെ കർത്താവും കൂടെയുണ്ട്. ഹല്ലേലൂയ. അത് മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ഒരിക്കൽ ഇങ്ങനെ ഞാൻ ഇവിടെ വായിച്ചതാണ്, ഒരു ഓർമ്മ വായിച്ചാണ്, മറന്നുപോയി, എന്നാലും ഒരു ഓർമ്മയിൽ നിന്ന് പറയാം. ഒരിക്കൽ നല്ലവണ്ണം സമൃദ്ധമായി ജീവിക്കുന്ന ഒരു വിശ്വാസി അദ്ദേഹത്തിൻ്റെ ജീവിതയാത്രയിൽ അദ്ദേഹം സ്വപ്നം കാണുകയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ പോകുമ്പോൾ 2 കാൽപാദങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. അദ്ദേഹം ദൈവത്തോട് ചോദിക്കുന്നുണ്ട്, എന്താ കർത്താവ് ഇത്, എൻ്റെ 2 കാൽപാദങ്ങൾ മാത്രം കാണുന്നു എന്ന് അദ്ദേഹം. അപ്പോൾ കർത്താവ് പറയുക, അത് നിന്റെ കാൽപാദങ്ങളാണ്, നിന്റെ മാത്രം കാൽപാദങ്ങളാണ്. അല്ലെ, കുറെ നാളുകൾ ശേഷം അദ്ദേഹം വീണ്ടും കഷ്ടത്തിൻ്റെ തീച്ചുള്ളിൽ കടന്നു പോയപ്പോൾ അവിടെ 2 വിധത്തിൽ രണ്ട് മനുഷ്യൻ്റെ കാൽപാദങ്ങൾ പോലെ പാടുകൾ അദ്ദേഹം കാണുകയാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? ഒരു ജീവിതയാത്രത്തിൽ കടന്നു പോകും നമ്മുടെ കർത്താവ് അവിടെ പറയുക, അത് എൻ്റെയും നിൻ്റെയും കാൽപാദങ്ങളാണ്. അപ്പോൾ അവിടെ കർത്താവ് ഇങ്ങനെ പറഞ്ഞ വെച്ച് പുള്ളി എഴുതി വെച്ചിരിക്കുക. എന്നാൽ കുറച്ചും കൂടി അതികഠിനമായ ശോധനയിൽ കൂടി കടന്നു പോയപ്പോൾ അവിടെ ഒരു കാൽപാദം, ഒരു മനുഷ്യൻ്റെ കാൽപാദം പോലുള്ള കാൽപാദങ്ങളെ കണ്ടുള്ളൂ. ഇത്രയും കഠിനമായ ശോധന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് കടന്നു പോയപ്പോൾ ആ ഒറ്റ കാൽപാദം, ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ കാൽപാദം മാത്രമേ കണ്ടുള്ളൂ. അദ്ദേഹം വിറച്ചുകൊണ്ട് ദൈവത്തോട് നിലവിളിച്ച് പറഞ്ഞു, നീ എന്നെ കൈവിട്ടല്ലേ, ഇന്ന് എൻ്റേത് മാത്രമേ ഉള്ളൂ കാൽപാദങ്ങൾ. നീ ആൾക്കാർ പറഞ്ഞത് ശരിയാ, കഷ്ടം വരുമ്പോൾ അല്ലെങ്കിൽ കഷ്ടത്തിന് ഏറ്റവും കൊടുമുടിയിലേക്ക് കടന്നു പോകുമ്പോൾ പലപ്പോഴും ദൈവം നമ്മളെ വിട്ടുമാറുമെന്ന് പലരും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നീ എന്നെയും കൈവിട്ടല്ലേ എന്ന് ദൈവത്തോട് നിലവിളിച്ചപ്പോൾ അന്ന് രാത്രി കൃത്യമായി ദൈവസ്വരം അദ്ദേഹം കേൾക്കാനിടയായി. ദൈവം ഇങ്ങനെ അവനോട് പറഞ്ഞു, ആ മനുഷ്യനോട് ഇങ്ങനെ പറഞ്ഞു, മോനെ, കഷ്ടത്തിൽ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, നീ കണ്ടതാ, 2 മനുഷ്യൻ്റെ കാൽപാദം പോലെ നിൻ്റെ കൂടെ ഞാൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അതികഠിനമായ ശോധന, അന്ത്യകാല ശോധനയിലേക്ക് ഞാൻ നിന്നെ കടത്തിവിട്ടപ്പോൾ നീ വിചാരിച്ചു അത് നിൻ്റെ കാൽപാദങ്ങളാണ്. അല്ല, നീ എൻ്റെ മാറിലായിരുന്നു, എൻ്റെ കാൽപാദങ്ങളാണ് നീ കണ്ടതെന്ന് പറഞ്ഞൊരു ചരിത്രം നമ്മുടെ ജീവിതത്തിലേക്ക് കേൾക്കാൻ അനേകരുടെ ജീവിതത്തിലും എൻ്റെ ജീവിതത്തിലൊക്കെ ഞാൻ ഒരുപാട് കണ്ടുപഠിച്ച ആളാണ്. നിങ്ങൾ വിചാരിക്കും ഇതുപോലെ നിന്ന് പ്രസംഗിക്കുന്നത് കൊണ്ട് വളരെ സുന്ദരമായി ജീവിച്ചു വന്ന ആളെന്നാണ്. ഒരുപക്ഷെ ഞാൻ അനുഭവിച്ച ശോധനകളും പരീക്ഷകളൊന്നും നിങ്ങളൊന്നും ഒരുപക്ഷെ അനുഭവിച്ച് കാണത്തില്ല. ഒരുപക്ഷെ നിങ്ങളൊന്നും അത്രത്തിൻ്റെ പടിവാതിക്കൽ പോലും എത്തിക്കാണത്തില്ല. അതുപോലെ ശോധനകളും തീ കുണ്ടത്തിൽ കൂടെ കടന്നുപോയ ആളൊക്കെ ഞാനൊക്കെയാണ്. അതൊക്കെ മനസ്സിലാവുന്നുണ്ട്? ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ എന്ത് പാവട്ടെ, ഞാൻ പറയുന്ന കാര്യം, അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒന്ന്, ദൈവം നമ്മളെ പണിയുവാൻ ദൈവത്തിൻ്റെ അഭിഷേകവും ദൈവത്തിൻ്റെ കൃപാവരങ്ങളും സ്വഭാവങ്ങളൊക്കെ നൽകുവാൻ ദൈവം ചെയ്യുന്ന പ്രവൃത്തിയാണ്. 2, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഇതുപോലെ പലപ്പോഴും കൈവിടപ്പെട്ട അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അവിടെ നമ്മൾ നോക്കും, 2 കാൽപാദങ്ങളെ നമുക്ക് കാണാൻ കഴിയുന്നു എങ്കിൽ അത് നമ്മുടേത് തന്നെ ആയിരിക്കും പലപ്പോഴും. അതിൻ്റെ പിന്നിൽ രഹസ്യങ്ങളുണ്ട്. അത് മറ്റൊന്നുമല്ല, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിഷയങ്ങൾ തന്നെയാണ്. കാരണം നമ്മുടെ ദൈവം പല ആവർത്തിച്ച്, നിങ്ങൾക്കൊരു വാക്ക് നിങ്ങൾ ബൈബിൾ വായിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തെ കുറിച്ചിട്ടോ നിങ്ങൾക്കത് പല ആവർത്തിച്ച് ബൈബിൾ പഠിപ്പിക്കുന്ന കാര്യമാണ്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ പോയി പരിശോധിക്കാം. വിശ്വാസത്തിന് അനുസരണം വരുത്തുക. എവിടെ വായിച്ചിട്ടുണ്ടോ നിങ്ങൾ? ആ വാക്യം നിങ്ങൾ പലയിടത്ത് പല അപ്പോസ്തലന്മാർ എഴുതിയിട്ട വാക്കുകളാണ്. അതൊക്കെ എടുത്തു വെച്ച് അതിൻ്റെ പിന്നിൽ പഠിപ്പിക്കുന്ന മർമ്മങ്ങൾ പഠിച്ചാൽ വലിയൊരു ആഴമായ രഹസ്യങ്ങൾ നമുക്ക് ലഭിക്കാൻ കഴിയും. വിശ്വാസത്തിന് അനുസരണം വരുത്തുക. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇതില്ല.
കേൾക്കുന്ന വചനത്തിന് ഒരു അനുതാപത്തോടെ മനസ്സാന്തരത്തോടെ എടുക്കുവാൻ നമുക്ക് അനേകർക്കും കഴിയാതെ വരുമ്പോൾ, വചന ലംഘനം പാവമെന്ന് യോഹന്നാൻ ലേഖനം പഠിപ്പിക്കുമ്പോൾ, ഇത് നിമിത്തം അനേകരും ഇതുപോലെ ആത്മീയ ബലഹീനന്മാരായിത്തീരുന്നു, 2 ബന്ധനത്തിലായിത്തീരുന്നു, 3 രോഗികളായിത്തീരുന്നു, 4 പ്രിമച്വർ ഡെത്ത്, മുമ്പെയുള്ള മരണം, പ്രീമച്വർ ഡെത്ത് സംഭവിച്ച് എത്രയോ വിശ്വാസികൾ ഇന്ന് ആത്മീയ കുളത്തിൽ നിന്ന് പോകുന്നറിയാമോ? ഞാൻ പറഞ്ഞ ഭർത്ത മനസ്സിലാവുന്നുണ്ടോ? ഇത് പലപ്പോഴും സംഭവിക്കുന്നത് ദൈവമല്ല ചെയ്യുന്നത്, നമ്മുടെ അനുസരണക്കേടാന്ന് മറന്നു പോകരുത്. നല്ലൊരു ശതമാനം ദൈവകുഞ്ഞുങ്ങളെയും കണ്ടുവരുന്നത് ഈ വിഷയമാണ്. ഏത് വിഷയമാ? ഈ നമ്മുടെ കയ്യിരിപ്പ് കൊണ്ട്, അല്ലെങ്കിൽ വിശ്വാസത്തിന് അനുസരണം ചെയ്യാതിരിക്കുന്നത് കൊണ്ട്. എൻ്റെ വാക്കുകൾക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്? കാരണം വചനം എഴുതപ്പെട്ട വചനം നമുക്ക് അനുസരിക്കാൻ വേണ്ടിയാ. ഹല്ലേലൂയ. ഇന്നിവിടെ വന്നിരിക്കുന്നത് കേട്ട് വെറുതെ പോകാൻ വേണ്ടിയില്ല. കേട്ടിട്ട് ഇതെൻ്റെ ഭർത്താവിനുള്ള വചനമാണ്, ഇതെൻ്റെ ഈ കൂടെ ഇരിക്കുന്നവർക്ക് വചനമാണെന്ന് അങ്ങനെയല്ല, ഇതെൻ്റെ വചനമാണ്. ഹല്ലേലൂയ. ബൈബിൾ വചനം പറഞ്ഞിരിക്കുന്ന മുഴുവനും എനിക്കും നിങ്ങൾക്കും അനുസരിക്കാൻ വേണ്ടിയാ. ഹല്ലേലൂയ. ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വിശ്വാസത്തിന് ആദ്യപടിയിൽ ബാല്യകാലത്തിൽ ദൈവം നമ്മോട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരിക്കും. നമ്മുടെ കൂടെ നടന്ന് ചെയ്യുന്ന കാണാൻ കഴിയും. ഹല്ലേലൂയ. അത് ശിശുത്വ കാലഘട്ടമാണ്. എന്നാൽ പിന്നീട് അത് കാണാൻ കഴിയാതിരിക്കുന്നത് നമ്മൾ ആത്മീയ വളർച്ചയിലേക്ക് വരുന്നില്ല, ദൈവിക സ്വഭാവങ്ങളിലേക്ക് വരുന്നില്ല, ആത്മീയ വിശ്വാസത്തിന് അനുസരണത്തിലേക്ക് വരുന്നില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അവിടേക്ക് നമുക്ക് ഇതുപോലത്തെ ബന്ധനങ്ങൾ കാണാൻ കഴിയും. ഏറ്റവും വലിയ പ്രശ്നമാണത്. ദൈവം ഇന്നും നമ്മളെ ഉപയോഗിക്കാൻ ഇടയുണ്ടെന്നല്ല, നമ്മെ ഉപയോഗിക്കാൻ അവനെന്നും വിശ്വസ്തനായ ദൈവമാണ്. പണ്ട് എന്നോട് ക്ലാസ് എടുത്തിട്ടുണ്ട്, ദൈവം ഇന്നും വിശ്വസ്തൻ നമ്മളെ ഉപയോഗിക്കുവാൻ. പക്ഷേ അനേകരെയും ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയാതിരിക്കുന്നതിൻ്റെ കാരണം ദൈവത്തിൻ്റെ സ്വഭാവത്തിനൊപ്പം ഒത്തവണ്ണം വളരുന്നില്ല, അവൻ്റെ പരിജ്ഞാനത്തിനൊത്തവണ്ണം വളരുന്നില്ല. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ദൈവം ആഗ്രഹിക്കുന്നത് അവൻ്റെ മക്കളെന്ന് നമ്മൾ സാക്ഷ്യം പ്രാപിക്കാനാണ്. അല്ലാതെ എൻ്റെ അച്ഛൻ്റെ പേര് ഗോപിയുടെ മകളെന്ന് സാക്ഷ്യം പ്രാപിക്കാനല്ല, സ്വർഗീയ പിതാവിൻ്റെ മക്കളെന്ന് സാക്ഷ്യം പ്രാപിക്കാൻ വേണ്ടിയ ദൈവം എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നത്. ശിശുത്വ കാലഘട്ടം അപ്പോൾ അത് അറിയണമെങ്കിൽ യഹൂദൻ്റെയൊക്കെ ചരിത്രം, അല്ലെങ്കിൽ എന്താ പറയുക, പല ചരിത്രങ്ങൾ പഠിക്കേണ്ടി വരും. ഞാൻ വിടുകയാണ്. അതുകൊണ്ട് യേശുവിനെ 33 വയസ്സിൽ യേശുവിനെ 30ാമത്തെ വയസ്സിൽ യേശുവിന് ദൈവം ദൗത്യമേൽപ്പിച്ചത് അതാണ് പക്വതയായ പ്രായം. മനസ്സിലാവുന്നുണ്ടോ? ഇതുപോലെ നമുക്കും ഒരു ആത്മീയ പക്വതയുള്ള പ്രായമുണ്ട്. അന്നാ ദൈവം നമ്മുടെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിക്കേണ്ട ഉത്തരവാദിത്വം. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയറാണോ? കുഞ്ഞുങ്ങൾക്കല്ലോ ഭരണം ഏൽപ്പിക്കുന്നത് അല്ലേ? ആ പക്വതയായിരിക്കുന്നവർക്ക്, കുട്ടികളെ സംബന്ധിച്ചോളം അവർക്ക് എന്താ പറയുക, എൻ്റെ അപ്പന് വണ്ടിയുണ്ട്, എൻ്റെ അപ്പന് കാറുണ്ട്, അല്ലേ? നമ്മൾ ഇഷ്ടംപോലെ പറയാനായിട്ടുണ്ട് കുഞ്ഞുങ്ങൾ പറയുന്നത്. പക്ഷേ ആ മകന് ഇപ്പോഴും അപ്പൻ്റെ മനസ്സ് പഠിച്ചിട്ടില്ല. അപ്പൻ്റെ മനസ്സ് അവൻ അറിയില്ല, അപ്പൻ്റെ ആഗ്രഹങ്ങൾ അറിയില്ല. പക്ഷേ വളരും തോറും അപ്പന് കാറും വീടുള്ള കാര്യമല്ല അവൻ പിന്നെ പഠിക്കുന്നത്. എൻ്റെ അപ്പന് ഇത് ഇഷ്ടമല്ല, എൻ്റെ അപ്പന് ഇത് ഇഷ്ടമല്ല, എൻ്റെ അപ്പൻ ഇതാണ് ആഗ്രഹം. അതാണ് ആത്മീയ പക്വത എന്ന് പറയുന്നത്. ഇവിടെയാണ് ഒരുവൻ യഥാർത്ഥമായി വളർന്നു വരുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് പലപ്പോഴും പറയുന്നത്, പണ്ട് ഞങ്ങൾ കർത്താവിന് വേണ്ടി ഒരുപാട് ഓടി എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. പണ്ട് ആനപ്പുറത്ത് നിന്നത് ഇന്നപ്പോൾ തഴമ്പുള്ള കാര്യമില്ല. അത് ശിശുത്വ കാലഘട്ടമാണ്. പക്ഷെ ഇന്നെന്താ നമ്മുടെ ജീവിതത്തിൽ? ഇന്നില്ലെങ്കിൽ നമ്മൾ ഇന്ന് ഈ പറഞ്ഞ ഏതെങ്കിലും ഒന്നിലായിരിക്കും. ഒന്ന് ആത്മീയ ബലഹീനത, 2 ഏതെങ്കിലും ബന്ധനം, രോഗികൾ, മറ്റത് അവിടെ നിൽക്കട്ടെ അല്ലേ? ഹല്ലേലൂയ. പറഞ്ഞെങ്കിൽ മനസ്സിലാവുന്നുണ്ടോ? അപ്പം അതുകൊണ്ട് എവിടെയെങ്കിലും ഈ പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടിയാ നമ്മൾ ഇവിടെ നിന്ന് കൂടി വന്നിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? കേൾക്കുന്ന വചനങ്ങൾ അനുദപിക്കുക, മാനസാന്തരപ്പെടുക. അല്ലാത്തടത്തോളം നമുക്കിതൊന്നും ഫലിക്കത്തില്ല. എത്ര ഡെലിവറൻസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 10 ഡെലിവറൻസ് ക്ലാസ് കൂടി പണ്ട് ഇവിടെ ഏതോ ഒരു അദ്ദേഹം നടത്തിയെന്ന് പറയണ്ടായിരുന്നു. റോയി എന്നല്ലല്ലോ, തണ്ണി ഒരു പാസ്റ്റർ ഇവിടെ ധ്യാനം നടത്തിയത് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കൂടെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു യൗവനക്കാരൻ, ഒരു ശുശ്രൂഷകൻ, അദ്ദേഹം 10 ക്ലാസ് കൂടി, പക്ഷെ ജീവിതത്തിൽ മാറ്റമില്ല. ഞാൻ പറഞ്ഞ ബാല്യകാലത്തിൽ ഒക്കെ നമുക്ക് എന്താ പറയുക, ദൈവം ഉപയോഗിക്കും, നല്ല കാര്യമാണ്. പക്ഷേ പക്വത വരുമ്പോൾ ഉപയോഗിക്കുന്നുണ്ടോ? അവിടെയാ പ്രശ്നം വരുന്നത്. ഞാൻ പറഞ്ഞത് ക്ലിയർ ആണോ? ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ട് 5, 6 വർഷമോ 5 വർഷമൊക്കെ ദൈവം നല്ലവണ്ണം നമ്മളെ ഉപയോഗിച്ചേക്കാം. നമ്മൾ എന്താ പറയുക, ശിശുക്കളും ബാല്യക്കാരും ആയതുകൊണ്ടാ. പക്ഷേ വളരും തോറും ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഏതെങ്കിലും ബന്ധനത്തിലായിരിക്കും നമ്മൾ.
കാരണം ദൈവം അന്നും ഇന്നും വിശ്വസ്തൻ, അനന്യനാണ്. അവൻ്റെ വാക്കുകൾക്ക് യാതൊരു മാറ്റവുമില്ല. ആമനെന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് നമ്മെ ഉപയോഗിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. ഇല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ എവിടെയും ഈ പറഞ്ഞ ഏതെങ്കിലും ഒന്നുണ്ടായിരിക്കും. അതിൽ നമ്മൾ മനസ്സാന്തരപ്പെടുക, മടങ്ങി വരിക എന്നുള്ളതാണ് ക്രിസ്തു ജീവിതം. ആണല്ലോ? ഓക്കെ, ഞാനോട് ഇത്രയും പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ ക്ലാസ് തുടങ്ങിയ ശരിയാവത്തില്ല. കാരണം പണ്ട് ഞാൻ അങ്ങനെ ചെയ്തു, അനപ്പുറത്തിരുന്ന് തഴമ്പുണ്ടായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന് എങ്ങനെയാ? ഇന്ന് ദൈവത്തിന് ഫലം കൊടുക്കാൻ കഴിയുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ആമേൻ. ഇനി അധിക ശക്തിയോടെ വീണ്ടും കർത്താവ് പറയുന്നില്ലേ, ചെത്തി വെടിപ്പാക്കുന്നത് വീണ്ടും അധികം ഫലം കഴിക്കാൻ വേണ്ടിയാ. ചെത്തുമ്പോൾ വേദന എടുക്കും, ചെത്തുമ്പോൾ നല്ല പൊളച്ചിലുണ്ടാവും, ഒക്കെ ശരി തന്നെയാ. പക്ഷേ അധികം ഫലം കായ്ക്കേണ്ടതിന് ആണല്ലോ. എങ്കിൽ ഇതൊക്കെ ചെത്തിൽ വെടിപ്പാക്കുന്ന സ്ഥലമാണ് നമ്മുടെ ഈ ഡെലിവറൻസ് ക്ലാസ്. മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് വേദന എടുക്കും, പൊളച്ചിലൊക്കെ വരും, അതങ്ങോട്ട് ക്ഷമിച്ചേക്കുക, നമ്മൾ നന്നാകാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ എല്ലാ തരത്തിലുമുള്ള ആത്മീയ ബലഹീനതയുടെയും ഒന്ന് ഇത് എൻ്റെ വാക്കല്ല, താഴെ വായിക്കുമ്പോൾ 1 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ 30-ാം വാക്യം മുതൽ 32-ാം വാക്യം വായിക്കുമ്പോൾ ഇത് ഹേതുവായി നിങ്ങളിൽ പലരും, നമ്മുടെ കുറിവാക്യം ഇതാണ്, ഇത് ആത്മീയ ബലഹീനന്മാർ. ബലഹീനത എന്ന് പറഞ്ഞാൽ ശാരീരികമല്ല, ഒന്നാമത് സംഭവിക്കുന്നത് ആത്മീയ ബലഹീനതയാണ്. 2 രോഗികളാകുന്നു അല്ലേ? അതിനു മുമ്പ് രോഗം ബാധിക്കണമെങ്കിൽ അതിനു മുമ്പ് ചില ദുരാത്മാക്കളാൽ ബന്ധിക്കപ്പെടണം. ഓക്കെ, പിന്നെ രോഗികളാകുന്നു അനേകർ. പ്രിമച്വർ ഡെത്ത്, ദൈവം തന്ന ഒരു സമയമുണ്ട് നമുക്ക് ഭൂമിയിൽ, 50, 60, 70, 30, ഇല്ലെങ്കിൽ എത്ര വർഷമാകട്ടെ, ആ ജീവിതം തീർക്കുന്നതിന് മുമ്പേ പ്രീമച്വർ ഡെത്ത് ദൈവം നമ്മെ മുന്നേ വിളിച്ചിട്ട് പോകുന്നു. ഹല്ലേലൂയ. എന്നോട് ഉണ്ടോ നിങ്ങൾ? ഞാനിത് പറയാൻ കാരണം ഞാൻ വീണ്ടും ഒന്നും കൂടെ ചിന്തയിൽ പരിശുദ്ധാത്മാവ് നൽകുന്നുണ്ട് പറയാം. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഓക്കെ, പേര് മറന്നു. ഒരു വ്യക്തി, അറിയപ്പെടുന്ന ദൈവാസന, അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ഫൗണ്ടൻ പേന, മഷിപ്പേന എന്ന് പറയില്ല നമ്മൾ, മഷിപ്പേന ഉണ്ടായിരുന്നു. അപ്പം അദ്ദേഹം ഒരുപാട് ബുക്കുകൾ രചിച്ചു. അദ്ദേഹം അതേ ഫൗണ്ടൻ പേന വെച്ച്, മഷിപ്പേനയില്ല നമ്മുടെ മഷിപ്പേന വെച്ചാൽ അത് എഴുതുന്നത്, അദ്ദേഹം അത് വെച്ച് വർഷങ്ങളോളം കുറേ നാൾ എഴുതിക്കൊണ്ടിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആ പേന എടുത്തിട്ട് പൂട്ടി, മഷിപ്പേന പൂട്ടി മാറ്റി വെച്ചു, തൻ്റെ ലോക്കറിൽ തന്നെ സൂക്ഷിച്ചു വെച്ചു. ലോക്കറിൽ തന്നെ പലപ്പോഴും അതെടുക്കാതെ ലോക്കറിൽ സൂക്ഷിച്ചു വെച്ചു. വീണ്ടും അദ്ദേഹം ഒരു ബോൾ പെൻ എടുത്താണ്, അല്ലെങ്കിൽ വേറൊരു പെൻ എടുത്താണ് അദ്ദേഹം പലപ്പോഴും ഉപയോഗിക്കുന്നത്. ഒരിക്കൽ ഇങ്ങനെ ആത്മാവിൽ ഒരു ആ പേന അലമാരിക്കകത്ത് മനോഹരമായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആ പഴയ പേന എടുത്ത് അദ്ദേഹത്തോട് ഒരിക്കൽ ഇങ്ങനെ ചോദിച്ചു, സാറേ യമാനെ, താങ്കൾ എന്താ എന്നെ ഇപ്പോൾ ഉപയോഗിക്കാതിരിക്കുന്നത്? മനസ്സിലാകുന്നുണ്ടോ? താങ്കൾ എന്താ എന്നെ ഇപ്പോൾ ഉപയോഗിക്കാതിരിക്കുക? എനിക്ക് പകരം വേറൊരു പേന നീ ഉപയോഗിക്കുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ അന്ന് ഈ യജമാനൻ ആ പേനോട് പറഞ്ഞ, ആ തൻ്റെ പഴയ മഷിപ്പേന, ഫൗണ്ടൻ പേനോട് പറഞ്ഞ കഥ ഇങ്ങനെയാണ്, അത് മറ്റൊന്നുമല്ല, ഞാൻ നിന്നെ പലവട്ടം ഉപയോഗിച്ചു വർഷങ്ങളോളം, അന്ന് നീ എനിക്ക് നല്ലവണ്ണം എൻ്റെ കൈ കിണങ്ങുന്നൊരായുധമായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ നിനക്ക് ഫൗണ്ടൻ പേനയല്ലേ, മഷി ലീക്കാകാൻ തുടങ്ങി. നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ കയ്യിലൊക്കെ മഷി വെറുതെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പണ്ടൊക്കെ സ്കൂളിൽ പഠിച്ച കാലം ഓർത്താൽ മതി നിങ്ങൾ അല്ലേ? പലപ്പോഴും എൻ്റെ കയ്യിൽ ആ മഷി പടരാൻ തുടങ്ങി. പലപ്പോഴും അറിയാതെ ഞാൻ എഴുതുന്ന പുസ്തകത്തിലേക്ക് ആ മഷി വരാൻ തുടങ്ങി. ഞാൻ അതുകൊണ്ടാണ് നിന്നെ മാറ്റി വെച്ചിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ട് നമുക്ക്? പലപ്പോഴും ഇതൊക്കെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് സംഭവിക്കാവുന്ന കാര്യങ്ങൾ അതല്ല നമ്മുടെ ജീവിതത്തിലൊക്കെ. ആരെക്കുറിച്ചല്ല, ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യമാണ്. ഹല്ലേലൂയ. എന്തുമാകട്ടെ, അതുകൊണ്ട് ഇത് ഹേതുവായി, ഏതോ കാര്യം ഹേതുവായിട്ട് നിങ്ങളിൽ പലരും ബലഹീനായിത്തീരുന്നു, ആത്മീയ ബലഹീനന്മാരായിത്തീരുന്നു. 2 രോഗികളായിത്തീരുന്നു. അതിനു മുമ്പ് ആത്മീയ ബന്ധനം പിശാചിനാൽ ബന്ധിക്കപ്പെടുന്നു. അതിനുശേഷം അനേകം നിദ്ര കൊള്ളുന്നു. 2 പറയും, നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. അപ്പോൾ നമ്മൾ ഇവിടെ കൂടി വന്നിരിക്കുന്നത് തമ്മിൽ വിധിക്കാനല്ല, നമ്മെ തന്നെ വിധിക്കാനാ. മനസ്സിലാവുന്നുണ്ടോ? എങ്ങനെയാ? വചനം കൊണ്ട് നമ്മെ വിധിക്കുവാൻ. ആരെങ്കിലും പ്രവാചകന്മാർ പറഞ്ഞു കേട്ടിട്ടല്ല, വചനം കേട്ട് വചനപ്രകാരം എന്നെ തന്നെ വിധിക്കുവാൻ. മനസ്സിലാവുന്നുണ്ടോ? ഇത് പ്രസംഗിക്കുമ്പോൾ ഒരുപക്ഷെ പറയും, ഇത് എന്നെ നോക്കിയാ പ്രസംഗിച്ചത് അല്ലേ, എനിക്ക് എന്നെ തന്നെയാ ഒന്നും വിചാരിക്കരുത്. ഒന്നുമില്ല. ലോകത്തിലെ എല്ലാ വിശ്വാസിയുടെയും പ്രശ്നം ഇത് തന്നെയാണ്. ഒന്നും കൂടി ആവർത്തിക്കുന്നു, ഇത് വ്യക്തിപരമായി
ഈ ആത്മീയ ഗോളത്തിൽ എല്ലാ വിശ്വാസികളും, ഞാൻ ഇന്ത്യയുടെ പല ഭാഗത്തും, ഇന്ത്യയുടെ മിക്കവാറും എല്ലാ സ്റ്റേറ്റിലും പല ഭാഗത്തും ഈ ഡെലിവറൻസ് ക്ലാസ് എടുക്കുമ്പോഴൊക്കെ അതൊക്കെ എല്ലാവർക്കും ഒരേ പ്രശ്നം തന്നെയാണ്. എൻ്റെ കൂടെ ഉണ്ടോ ഇല്ലയോ? എല്ലാവരും പ്രശ്നം ഇതൊക്കെ തന്നെയാണ്. അതുകൊണ്ട് ഇതൊന്നുമല്ല, എല്ലാവർക്കും നമുക്ക് വിടുതൽ ആവശ്യമാണ്. ആണല്ലോ? ഓക്കെ, ഞാൻ സമയം മുന്നോട്ട് പോകുന്നു, ഞാൻ വിടുകയാണ്. അതുകൊണ്ട് നാം നമ്മെ തന്നെ വിധിക്കുകയാണ്, നമ്മെ പരിശോധിക്കുക നമ്മൾ തന്നെ വചനപ്രകാരം. ഹല്ലേലൂയ. എന്നിട്ട് പറയാ, വിധിക്കപ്പെടുന്നുവെങ്കിലോ നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാണ്. അല്ലേ? 2-3 കാര്യങ്ങളുണ്ട്, പിന്നീട് പറയാം. എന്നാലും ഇപ്പോൾ നാം വിധിക്കുമ്പോൾ നാം നമ്മെ തന്നെ വിധിച്ച് നാം മാനസാന്തരപ്പെടുകയാണെങ്കിൽ ഒരു കാര്യം സംഭവിക്കും, ലോകക്കാരോടുകൂടി നമ്മൾ വിധിക്കപ്പെടുകയില്ല. ആണല്ലോ? എൻ്റെ വാക്കല്ല, ബൈബിളിലെ വാക്കാ. നാം നമ്മെ തന്നെ വിധിച്ച് നാം അനുദപിച്ച് മാനസാന്തരപ്പെടുക. 2 കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണമേ. അനുദപിച്ച് മാനസാന്തരപ്പെടുകയാണെങ്കിൽ നാം ലോകക്കാരോടുകൂടി ശിക്ഷാവിധിയിൽ അകപ്പെടുകയില്ല. അതിനർത്ഥം നാം അനുദപിക്കുന്നില്ല, മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ ലോകക്കാരോടുകൂടി ശിക്ഷാവിധിയിൽ നരകത്തിലേക്ക് പോകുമെന്ന കാര്യം മറന്നു പോകരുത്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, എത്ര വലിയ വിശ്വാസിയാണെങ്കിലും എത്ര വലിയ അഭിഷിക്തനാണെന്ന് പറഞ്ഞാലും നാം നമ്മെ തന്നെ വിധിച്ച് വചനപ്രകാരം നമ്മുടെ ജീവിതം അനുതാപത്തോടും മാനസാന്തരത്തോടും കൂടി നാം ക്രമപ്പെടുത്തുന്നില്ലെങ്കിൽ ജാതികളോടുകൂടി ലോകക്കാരോടുകൂടി ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് നരകത്തിൽ നമ്മുടെ ജീവിതം കഴിക്കേണ്ടി വരുമെന്ന കാര്യം നിങ്ങൾ മറന്നു പോകരുത് ഇന്ന് പകൽക്കാലം. ക്ലിയറാണല്ലോ? കാരണം രക്ഷിക്കപ്പെട്ടാൽ സ്വർഗത്തിൽ പോകുന്നത് വിശ്വസിക്കുന്നവരാ നല്ലൊരു ഭൂരിഭാഗം വിശ്വാസികളും. അങ്ങനെയല്ല. ഓക്കെ, ഇത്ര മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ 4 കാര്യങ്ങളാണ് പഠിച്ചു തുടങ്ങിയത്. 1, ദൈവത്തിൽ നിന്നുള്ള വേർപാട്. ഓർമ്മയുണ്ടല്ലോ? 1-ാമത്തെ കൽപ്പന ലംഘനമാണ് വേർപാടെന്നല്ലേ? 1-ാമത്തെ കൽപ്പന എന്താ? പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും തന്നെ ദൈവത്തെ സ്നേഹിക്കണം. അതാണ് 1-ാമത്തെ കൽപ്പന. അത് നാം ലംഘിക്കുകയാണെങ്കിൽ നാം 1-ാമത്തെ സംഭവം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും, ആത്മീയ ബലഹീനന്മാരായി തീരും. ക്ലിയറാണല്ലോ? ഇത് അനേക വിശ്വാസികളിൽ കണ്ടുവരുന്ന കാര്യമാണ്. അനേക വിശ്വാസികൾ. കാരണം അതുകൊണ്ട് എഫ് എസ് സഭയോട് പറയുമ്പോൾ ആദ്യ സ്നേഹം നീ വിട്ടു കളഞ്ഞിരിക്കുന്നു. ഒരു തെറ്റും പറയാനില്ലാത്ത സഭ, എല്ലാ സഭകളാ, എല്ലാം നിറഞ്ഞ സഭകളാ. പക്ഷേ എന്തില്ല? ആദ്യ സ്നേഹം അത് നഷ്ടപ്പെട്ടു പോയി. അതിലേക്ക് മടങ്ങി വരുവാൻ. അതുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നില്ലെങ്കിൽ നാം ഇന്ന് ആത്മീയ ബലഹീനതയിലാണ്. അത് നിമിത്തം ബന്ധിക്കപ്പെടുകയാണ്, അത് നിമിത്തം രോഗികളായി തീരുകയാണ്. കാരണം വചന ലംഘനമാണ് പാപം. 1-ാമത്തെ കൽപ്പന ലംഘിക്കുകയാണ് നമ്മളൊക്കെ. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. 2-ാമത് മറ്റുള്ളവരിൽ നിന്ന് വേർപാട്. നമ്മളത് പഠിച്ചുകൊണ്ടിരിക്കുക. കഴിഞ്ഞ 2 മാസങ്ങളായി നമ്മളത് പഠിച്ചുകൊണ്ടിരിക്കുക. മറ്റുള്ളവരിൽ നിന്നുള്ള, സഹോദരങ്ങളായി നമ്മളിൽ നിന്നുള്ള വേർപാട്. നമ്മൾ വേർപെട്ട് ജീവിക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്, ചേർത്ത് ജീവിക്കാൻ വേണ്ടിയാണ്. മനസ്സിലാവുന്നുണ്ടോ? ജസ്റ്റ് വന്നു പോകുകയല്ല, നമ്മൾ ഇടപെടുകയാണ്. ഇന്ന് ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ ശ്രദ്ധിക്കണമേ, ഒരു ഹല്ലേലൂയ പറഞ്ഞേ. രാവിലെ എഴുന്നേറ്റപ്പത് മുതൽ പല്ല് തേച്ചപ്പോഴും കുളിച്ചപ്പോഴും അല്ലേ, ഭക്ഷണം കഴിച്ചപ്പോഴും എൻ്റെ എല്ലാ അവയവങ്ങളും എന്നോട് ചേർന്ന് നിന്നു. ഇല്ലേ? ഭക്ഷണം കഴിച്ചപ്പോൾ കണ്ണ് പറയാം ഞാൻ നോക്കത്തില്ലെന്ന് പറഞ്ഞാൽ ഇല്ല, എല്ലാം ചേർന്ന് നിന്നു. എല്ലാം. കാലിൽ കൊതു കുത്തിയപ്പോൾ മറ്റു കാല് പൊക്കി അതിനെ തൂത്തു കളഞ്ഞത് ഓർക്കുന്നു ഞാൻ. എല്ലാം ഒരുമിച്ച് നിൽക്കുക. ഇതാണ് യഥാർത്ഥമായ ക്രിസ്ത്യ ജീവിതം. വേർപെട്ട് പോയാൽ നമ്മൾക്കൊരിക്കലും ദൈവത്തിൽ നിന്നുള്ള ആത്മീയ സാന്നിധ്യവും അല്ലെങ്കിൽ എന്താ പറയുക, ആത്മീയ വളർച്ചയും പ്രാപിക്കുവാൻ കഴിയത്തില്ല. നമ്മൾ ചേർന്ന് നിൽക്കുകയാണ്. അത് പിന്നീട് പഠിച്ചുകൊണ്ടിരിക്കുക നമ്മൾ എന്താണെന്നുള്ള കാര്യം. 3, തന്നിൽ തന്നെ ഉണ്ടാകുന്ന വേർപാട് പിന്നീട് പഠിക്കും. ഞാൻ പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, എന്നെ കൊണ്ട് കൊള്ളത്തില്ല, എനിക്ക് പഠിപ്പില്ല, എനിക്ക് കഴിവില്ല, എനിക്ക് വിദ്യാഭ്യാസമില്ല അല്ലേ എന്നൊക്കെ പറയുന്ന എന്നെ തന്നെ കുറച്ച് കാണുന്ന അനുഭവങ്ങൾ പിന്നീട് പഠിക്കും. അതിനെക്കുറിച്ച് നമ്മൾ തുടങ്ങിയിട്ടില്ല അല്ലേ? അതൊക്കെ എന്നിൽ നിന്ന് വേർപെടുത്തുകയാണ്. ആണോ? നോക്കിയേ, ദൈവത്തിന് ഞാൻ സുന്ദരനായി ജനിക്കണമെങ്കിൽ അമ്മയുടെ ഉദരത്തിൽ വെച്ച് ഒന്ന് ആക്കിയാൽ പോരെ? അപ്പോൾ നാം എന്നെ കൊള്ളത്തില്ലെന്ന് പറയുമ്പോൾ ആരെയാ കുറ്റം പറയുന്നത്? സൃഷ്ടിച്ചവനെ കുറ്റം പറയുന്നത് അല്ലേ? അപ്പം അതുകൊണ്ട് അതും വചന ലംഘനമാണ്. നമ്മളതിനെക്കുറിച്ച് പിന്നീട് പഠിക്കും. 4, പ്രാദേശിക സഭയിൽ നിന്നും ഉണ്ടാകുന്ന വേർപാട്. കാരണം ഇതിനകത്താണ്, ഈ കൂട്ടായ്മക്കകത്താണ് ദൈവം ഇറങ്ങി വരാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ പിന്നീട് പഠിക്കാൻ പോവുകയാണ് പിന്നീട്. ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 2-ാമത്തെ കാര്യമാണ് മറ്റുള്ളവരിൽ നിന്നുള്ള
വേർപാട്. അതെന്താണ്, എങ്ങനെയാണ് സംഭവിക്കുന്നത് പഠിച്ചുകൊണ്ടിരിക്കുക. അത് ഒരു കാര്യം കൂടി ചേർത്ത് വെച്ച് പറഞ്ഞേക്കാം. ദൈവം നമ്മെ സൗഖ്യമാക്കാൻ ഉപയോഗിക്കുന്ന മാർഗം എന്താ? വചനത്താൽ, പരിശുദ്ധാത്മാവിനാൽ, ബാലശിക്ഷയിലൂടെ. എന്താണ് ബാലശിക്ഷ എന്നൊക്കെ ആഴമായി ഇന്നല്ല വരുന്ന ഈ ക്ലാസ്സിലല്ല, വേറെ ക്ലാസ്സുകളിൽ വരുമ്പോൾ നമ്മൾ പഠിക്കും ബാലശിക്ഷ എന്താണെന്നൊക്കെ. ദാവീദ് ഒരിക്കലും ഇങ്ങനെ പറയുണ്ടായി, എൻ്റെ ഒടിച്ച കാലുകളെ, ഒരു വാക്ക് സംഘത്തിന് വാക്കുണ്ടല്ലോ, എൻ്റെ ഒടിച്ച കാലുകളെ നീ നടക്കുമാറാക്കി എന്നൊക്കെ പറഞ്ഞൊരു വാക്യം ദാവീദ് പറയുന്നുണ്ട്. സത്യത്തിൽ ദാവീദിനെ ദൈവം ദാവീദിനെ കാൽ ഒടിച്ചതായിട്ട് പഴയ നിയമത്തിൽ ഒരിടത്ത് പോലുമില്ല. പക്ഷെ ദാവീദ് പറയുന്ന വാക്കുണ്ട്, എൻ്റെ ഒടിച്ച കാലുകളെ എന്ന്. ഒരിക്കൽ പോലും ദാവീദിൻ്റെ കാലുകൾ ദൈവം ഒടിച്ചതായിട്ട് വേദപുസ്തകത്തിൽ ചരിത്രത്തിൽ പോലുമില്ല. പക്ഷേ ആ വാക്കൊക്കെ മനോഹരമായ വാക്കുകളാണ്. എന്തുമാകട്ടെ, അതൊക്കെ നമ്മൾ പിന്നീട് പഠിക്കും. 4 ബന്ധങ്ങളിലൂടെ നമ്മൾ സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് ജസ്റ്റ് എടുത്തത് മാത്രമേ ഉള്ളൂ. ഇത് നമ്മൾ വീണ്ടും ഓർക്കാൻ വേണ്ടിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ബന്ധങ്ങളിൽ നിന്നുള്ള വേർപാടിനെ കുറിച്ചാണ്. നമ്മൾ കണ്ടു എല്ലാ കയ്പും ക്രോധവും എഫേസ്യ ലേഖനം പഠിപ്പിക്കുക. ക്രോധ കുറ്റാരവും ദൂഷണവും സകല ദുർഗുണങ്ങളുമായി നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. അത് കൽപ്പനയാ, ശാസനയാ. എല്ലാ കയ്പ് എന്താ, ഈ ഹൃദയത്തിലേക്ക് മുളക്കുന്ന, ഇതുപോലെ ഹൃദയത്തിലേക്ക് മുളക്കുന്ന ഒരു ചെറിയ നാമ്പ, നീരസം, അവജ്ഞ, ചെറിയ നമ്മൾ പറയില്ലേ, ഒരു ചെറിയ നീരസമാ. പക്ഷേ അത് വളർന്ന് പന്തലിച്ച് ഒരു പടുവൃക്ഷമായി തീർന്നിരിക്കുക അനേക ഹൃദയങ്ങളിലും. മറ്റുള്ളവരെ കാണുമ്പോൾ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരാളെ സഹോദരനെ കാണുമ്പോൾ ദേഷ്യം വരികയാണ്. അതിനർത്ഥം എവിടെയോ നമ്മുടെ ഹൃദയത്തിൽ ഒരു ചെറിയ നീരസം തുടങ്ങിയതാ. പണ്ട് പഠിച്ചത് ഓർമ്മയെന്തോ ഉണ്ടോ? എന്താ കയ്പ്? എനിക്കിഷ്ടമില്ലാത്തത്. ഇത് എത്ര ആവർത്തിച്ച് പറഞ്ഞാലും സീതാരാമന്റെ കഥ പോലെ ഇരിക്കും നമ്മളല്ലേ, അല്ലേ? എന്താ കയ്പെന്താ? എനിക്കിഷ്ടമില്ലാത്തത് മറ്റുള്ളവർ ചെയ്യുമ്പോഴോ അവർ എന്നോട് പറയുമ്പോഴോ എന്തുമാകട്ടെ, അത് എന്നിൽ ഉളവാകുന്ന ഒരു പ്രകൃതമാണത്. അല്ലെങ്കിൽ ഒരു നാമ്പ് പോലെ എൻ്റെ അകത്ത് മുളക്കുന്നതാണ് കയ്പ് അല്ലെങ്കിൽ നീരസം. പല വാക്കുകൾ, കുറേ വാക്കുകൾ നമ്മൾ പഠിച്ചത്, ഒരുപാട് ചെറിയ ചെറിയ വാക്കുകളാണ്. പക്ഷേ അതകത്ത് വീഴും. അതിൻ്റെ രഹസ്യം എന്താ? എനിക്കിഷ്ടമില്ലാത്തത്. അതാ സത്യം. എനിക്കിഷ്ടമില്ലാത്തത് മറ്റുള്ളവർ ചെയ്യുമ്പോൾ, പറയുമ്പോൾ, അവിടെ മുതൽ ആരംഭിക്കുന്നതാണ് ഈ കയ്പെന്ന്. ഇതൊരു ഏറ്റവും വലിയ നരകത്തിൽ നമ്മെ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു വലിയ പാപമാണിത്. പഠിച്ചതൊക്കെ 2 മാസമായി പഠിക്കുന്നു. ഓർമ്മയുണ്ടോ? മറന്നുപോയോ? ഓർത്താലല്ലോ അല്ലേ? ഓക്കെ, എന്തുമാകട്ടെ. അപ്പം അതുകൊണ്ട് എന്നിട്ട് പറയുക, ദൈവം ക്രിസ്തുവിൽ നമ്മോട് ക്ഷമിച്ച പോലെ നിങ്ങൾ അന്യോന്യം ക്ഷമിക്കുവാൻ. അത് കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചതാണ്. എല്ലാ കയ്പുകളും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റിക്കളയുക എന്ന് പറഞ്ഞു. എബ്രായർ 12-ാം അധ്യായത്തിൽ പഠിച്ചു, എല്ലാവരോടും സമാധാനം ആചരിക്കുക. ഈ വാക്ക് പഠിച്ചതാണോ? എല്ലാവരോടും എന്താചരിക്കണം? നമുക്ക് ഒരു കാര്യം ഓർക്കണം, മറ്റുള്ളവരെ പഠിപ്പിക്കുവാൻ നമുക്ക് അധികാരമില്ല. അവൻ്റെ കുറവുകൾ സ്നേഹത്തോടെ പറഞ്ഞു കൊടുക്കാം. എൻ്റെ മോക്ക് ശ്രദ്ധിക്കണം, എൻ്റെ സഹോദരങ്ങളുടെ, നമ്മുടെ ടോപ്പിക് എന്താ? സഹോദരന്മാരിലുള്ള വേർപാട്, നമ്മൾ തമ്മിലുള്ള, അതാണ് നമ്മൾ 2ാമത്തെ കാര്യം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് തെറ്റുകൾ കണ്ടെത്തിയാൽ സ്നേഹത്തോടെ പറയാം, അല്ലാതെ പറയുവാൻ എനിക്ക് അധികാരമില്ല. അല്ലാതെ പറഞ്ഞാൽ അതിൽ ദുരാത്മാക്കളുടെ പ്രവൃത്തികളാണെന്ന് മറന്നു പോകരുത്. അതുകൊണ്ട് എല്ലാവരോടും സമാധാനം, അല്ലേ? ടോപ്പ് 14 വാക്യമല്ലേ? എല്ലാവരോടും എഫേസ്യർ 4:3 പറയുന്ന കാര്യമാണ്, സമാധാനം ആചരിച്ച്. എനിക്ക് മറ്റുള്ളവരോട് സമാധാനം കൊടുക്കുവാൻ, സമാധാനത്തിൽ സംസാരിക്കുവാൻ, സ്നേഹത്തിൽ സംസാരിക്കുവാൻ, എന്നോട് തെറ്റ് ചെയ്താൽ പോലും, എന്നോട് കോപിച്ചാൽ പോലും, എൻ്റെ സമ്പത്തോ എന്തെങ്കിലും അടിച്ചുകൊണ്ട് പോയാൽ പോലും, മനസ്സിലാവുന്നുണ്ടോ? ഞാൻ സ്നേഹത്തിൽ ഇടപെടുന്നില്ലെങ്കിൽ, സമാധാനത്തിൽ ഇടപെടുന്നില്ലെങ്കിൽ ഒരിക്കലും മിണ്ടരുത്. കുറവ് എനിക്ക് തന്നെയാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? കുറവ് എൻ്റെ കുറവാ. നിങ്ങൾ എന്നോട് പ്രതികരിക്കണം. നിങ്ങൾ എന്നോട് പ്രതികരിച്ചേ മതിയാകത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അതാണ് യഥാർത്ഥമായി ക്രിസ്ത്യ ജീവിതം. നാം പഠിച്ചതാ. എന്നിട്ടാ പറയാ, ശുദ്ധീകരണം പ്രാപിക്കാൻ ഉത്സാഹിപ്പിൻ. ഹല്ലേലൂയ. ഇതൊക്കെ എന്തിനു വേണ്ടിയാ? ദൈവത്തിൻ്റെ വിശുദ്ധി പ്രാപിക്കാൻ വേണ്ടിയാ. നമ്മുടെ ഈ കാണുന്ന വിശുദ്ധിയൊന്നും അല്ല, അലക്കി തേച്ചിട്ട വിശുദ്ധിയല്ല. അകത്ത് വിശുദ്ധീകരണം പ്രാപിക്കുവാൻ വേണ്ടിയാണ്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യമാണ്, എല്ലാവരുടെ സമാധാനം ആചരിക്കണം. എന്നോട് ആരെങ്കിലും തെറ്റ് ചെയ്താൽ, അത് ഞാൻ കണ്ടാൽ, അറിഞ്ഞാൽ, ഞാൻ അവനോട് സ്നേഹത്തിൽ സംസാരിക്കുന്നില്ലെങ്കിൽ, സമാധാനത്തിൽ ഞാൻ സംസാരിക്കുന്നില്ലെങ്കിൽ, തെറ്റുകാരൻ അവനല്ല, ഞാൻ തന്നെയാണ്.
ദൈവം എന്നെ അറിയിക്കുവാൻ അവനെ ഉപയോഗിച്ചത് മാത്രമാണ്. നിങ്ങളുടെ കൂടെ ഉണ്ട് എല്ലാവരും? എന്നെ അറിയിക്കുവാൻ അവനെ ഉപയോഗിച്ചത് മാത്രമേ ഉള്ളൂ. അവനും കുറവുള്ളത് കൊണ്ട് അവനെ ദൈവം ഉപയോഗിച്ചത്. ആണല്ലോ, ആണല്ലോ. അതുകൊണ്ട് നമുക്ക് ആത്മാവിൽ വളരാൻ ആത്മാവിൽ വളരണമെങ്കിൽ ഒന്നാമത്തെ കാര്യം, നമുക്ക് ഇതുപോലെ ഒരു സമാധാനം ആചരിക്കാൻ കഴിയണം. ഹല്ലേലൂയ. നമുക്കൊക്കെ വ്യത്യസ്തമായ വീടുകളിലും ഭവനങ്ങളിലൊക്കെ നമ്മൾ വളർന്ന ആൾക്കാരാണ്, എല്ലാം നമുക്കൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് ക്രിസ്തീയഗോളം ദൈവരായത്തിൻ്റെ മർമ്മങ്ങളും ദൈവരായത്തിൻ്റെ ഉപദേശമൊക്കെ നമ്മൾ നമ്മുടെ സെക്കുലർ ലോകത്തിലുള്ളതിനേക്കാൾ വിപരീതമാണ്. ലോകക്കാർ പറയും വേട്ടടിച്ചാൽ തിരിച്ച് 2 കൊടുക്കാൻ പറയും. പക്ഷെ നമ്മളോ ദൈവരായത്തിൻ്റെ നിയമമോ വേട്ടടിച്ചാൽ ഇവിടെ കാണിച്ചു കൊടുക്കണം. ആരെങ്കിലും അടിച്ചിട്ട് പോയാൽ കേസ് കൊടുക്കാൻ ലോകം പറയും. കർത്താവ് പറയുന്നത് ഇത് കൊണ്ടുപോയാൽ ഇത് കൂടി പിടിച്ചോളാൻ പറയും. നീ ദൈവരായത്തിൻ്റെ നിയമം മനസ്സിലായോ? ദൈവരായത്തിൻ്റെ നിയമങ്ങളെല്ലാം വ്യത്യസ്തമാണെന്ന് കാര്യം മറന്നു പോകരുത്. അപ്പം അതിനൊക്കെ ഞാൻ പറഞ്ഞു വന്നേ ഉള്ളൂ. അതുകൊണ്ട് ദൈവകൃപ വിട്ട് പിന്മാറുവാനും കയ്പുള്ള വേരുമുളച്ച് പൊങ്ങി കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മല്ലപ്പെടുവാനും ഇടയാകുമല്ലോ. അപ്പം നമ്മുടെ അകത്ത് ചെറിയ നീരസം വീണാൽ അത് വളർന്ന് പന്തലിച്ച് ദൈവകൃപ നഷ്ടമായി അത് അകത്ത് വളർന്ന് പന്തലിച്ച് അനേകർ, ഞാൻ മാത്രമല്ല അനേകർ മലിനമാകാനിടയുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രത്യേകിച്ച് ഞാൻ സ്ട്രിക്റ്റ് ആയിട്ടൊരു ഒരു കാര്യം നമ്മുടെ സഹോദരനോട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഗ്രൂപ്പിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പരിഭവങ്ങളോ വഴക്കുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആകരുത്. എൻ്റെ റിക്വസ്റ്റാണ്. താഴെ വീണ് കാലമണി പിടിച്ച് പറയാം, ദയവ് ചെയ്ത് ഇത് കണ്ടില്ലേ, ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പുള്ള വേരുമുളച്ച് പൊങ്ങി, അത് വേറെ കാര്യമാണ്, കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലപ്പെടും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകൾ സംഭവിച്ചേക്കാം. നമ്മളെല്ലാം ബലഹീനന്മാരാ, കുറവുകളേ ഉണ്ടാകത്തുള്ളൂ. പക്ഷേ ഒരു കാരണവശാലും മറ്റുള്ളവരെ മലിനമാക്കുന്ന രീതിയിൽ, മറ്റുള്ളവർ തെറ്റായ ഇൻഫർമേഷൻ കൊടുക്കുന്ന രീതിയിൽ ഒരു കാരണവശാലും ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യരുത്. ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആകരുത്. ഫോൺ വിളിക്കുമ്പോൾ എന്താ പറയുക കയ്പുകൾ അനേകർക്ക് പകർന്നു കൊടുക്കരുത്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? കാരണം നമ്മൾ ബലഹീനന്മാരാ. ഇതൊക്കെ ദൈവവചനത്തിൽ വിപരീതമാണ് കാര്യം മറന്നു പോകരുത്. പണ്ട് ഞാൻ ബാല്യക്കാരനായിരുന്നപ്പോൾ, കുഞ്ഞായിരുന്നപ്പോൾ ദൈവം ഉപയോഗിച്ച് കാണും. പക്ഷെ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ടോ? എന്തുമാകട്ടെ, അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ ഇതിനെക്കുറിച്ച് പഠിച്ചായിരുന്നു. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലൊക്കെ ഇതുപോലെ കയ്പുകളൊക്കെ നമ്മുടെ അകത്ത് വീണ് നമ്മളെ നരകത്തിൽ കൊണ്ടുപോകുന്ന കാര്യം, നമ്മളെ കൊണ്ടുപോകാൻ ഇടയുണ്ടെന്ന കാര്യം മറന്നു പോകരുത്. അതുകൊണ്ട് ഒന്നാമത്തെ കൽപ്പന എന്നറിയാമോ? യോഹന്നാന്റെ 15-ാം അധ്യായം, അത് മാത്രം ഞാൻ വായിച്ചതാ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണമെന്നാകുന്നു ഒന്നാമത്തെ കൽപ്പന. പഴയ പഠിച്ച ഓർമ്മയുണ്ടല്ലോ, ദൈവത്തിൽ നിന്നുള്ള വേർപാട്, ഇപ്പോൾ സഹോദരന്മാരിൽ നിന്നുള്ള വേർപാട്, രണ്ടിൻ്റെയും തുല്യ വെയിറ്റാ. നോക്കിയേ, ഒരു തൂക്കമെടുത്ത് നോക്കിയാൽ ഒരു ത്രാസ് രണ്ടും ഒരേപോലെ നിൽക്കുന്നുവെങ്കിൽ രണ്ടും ഒരേപോലത്തെ തൂക്കമാ. ഒന്നാമത്തെ കൽപ്പന എന്താ? ആത്മാവോടും പൂർണ്ണശക്തിയോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും ദൈവത്തെ സ്നേഹിക്കുന്നതിനൊപ്പം തന്നെ നീ നിന്റെ സഹോദരനെ സ്നേഹിക്കുക, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങൾ സ്നേഹിക്കുക. ഇത് തുല്യ വെയിറ്റാ. ഇതുപോലെയല്ല, ഇതുപോലെ തുല്യ വെയിറ്റുള്ള കൽപ്പനയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ആണോ ഇല്ലയോ? തുല്യ വെയിറ്റുള്ള കൽപ്പന. ഒന്നാമത്തെ കൽപ്പന ലംഘിക്കുന്നുവെങ്കിൽ രണ്ടാമത്തെ ലംഘിച്ചിരിക്കും. ഇനി ഒന്നാമത്തെ ആചരിച്ചിട്ട് രണ്ടാമത്തത് ചെയ്യുന്നില്ലെങ്കിൽ ഒന്നാമത്തതും ചെയ്യുന്നില്ല എന്ന് തന്നെയാണ്. ആണോ ഇല്ലയോ? അതുകൊണ്ട് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പോൾ നമ്മൾ പഠിച്ചൊരു കാര്യമാണ്. നമ്മുടെ പിന്നെ അടുത്ത പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ ദൈവം പറഞ്ഞ കാര്യം, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞാൻ ജസ്റ്റ് ഒന്ന് വിട്ടുപോകുന്ന കാര്യങ്ങൾ, പഴയത് പറയാത്ത കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാ. നോക്കിയേ, മറ്റുള്ളവരോട് ക്ഷമിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് പാപക്ഷമ കിട്ടുന്നത്. 1 യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 7 മുതൽ 8, 9 വാക്യങ്ങൾ താഴേക്ക് 10 വാക്യങ്ങൾ താഴേക്ക് പഠിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയും, നിങ്ങൾ പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്നവൻ കള്ളനാകുന്നു. അപ്പോൾ ഈ പാപം നമ്മുടെ പഴയ പാപമല്ല, ക്ഷമിക്കപ്പെട്ട പാപമല്ല. ഞാൻ വീണ്ടും ജനിച്ചപ്പോൾ എൻ്റെ പാപം ക്ഷമിച്ചു, ആഴിയുടെ അഗാധത്തിലേക്ക് വലിച്ചെറിഞ്ഞ് കളഞ്ഞതാ ദൈവം. ആണോ? നമ്മൾ പറയാറുണ്ട് ദൈവം ആഴിയുടെ അഗാധത്തിലേക്ക് വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ടുണ്ട്, ദൈവം ഓർക്കുന്നത് പോലുമില്ല. ആ വചനങ്ങളൊക്കെ സത്യമാ. പക്ഷേ അത് ഞാൻ പിന്നീട് എടുത്തോളാം. ഓർക്കുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ അത് വീണ്ടും നമ്മുടെ തലമേൽ വരാതിരിപ്പാൻ സൂക്ഷിക്കണം. ഞാൻ പിന്നീട് ഇന്ന് തന്നെ അത് എടുത്തോളാം.
പലപ്പോഴും നമ്മൾ വിചാരിക്കും ദൈവം നമ്മുടെ പഴയ പാപങ്ങളെ കളഞ്ഞിട്ട് ആഴിയുടെ ആഴത്തിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുകയാണ്. ദൈവം ഓർക്കുന്നത് പോലുമില്ല. സത്യമാണ്, ഞാനും വിശ്വസിക്കുന്ന ആളാ, ഇല്ലേ? പക്ഷേ വീണ്ടും അത് നമ്മുടെ തലമേൽ വരാതിരിപ്പാൻ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. കാരണം ഇതൊക്കെ ഇവിടത്തുള്ള ബന്ധത്തിലാണ്. നോക്കിയേ, നമ്മുടെയൊക്കെ പലപ്പോഴും നമ്മുടെയൊക്കെ പ്രാർത്ഥന ഇന്നും ദൈവം കേൾക്കുന്നില്ല. നമ്മുടെയൊക്കെ പ്രശ്നം അതല്ലേ? നമ്മുടെയൊക്കെ പ്രശ്നം എന്താ? എത്ര നാളായി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് ഇന്നും ദൈവം കേൾക്കാത്തതിൻ്റെ പ്രശ്നം എന്താ? നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചതാ, കഴിഞ്ഞ 2 മാസമായിട്ട് കുറച്ചുകൂടി പഠിച്ചതാ. എന്താ? നാം മറ്റുള്ളവരോട് ക്ഷമിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് പാപക്ഷമ കിട്ടുന്നത്. നാം നമ്മുടെ കൂട്ടു സഹോദരനോട് ക്ഷമിക്കുന്നില്ലെങ്കിൽ ഞാൻ എത്ര പ്രാർത്ഥിച്ചാലും, എത്ര ഞാൻ ദൈവത്തോട് എൻ്റെ പാപം ഏറ്റു പറഞ്ഞാലും എൻ്റെ അകത്ത് പാപക്ഷമ കിട്ടിയതായിട്ട് എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല. ആണോ ഇല്ലയോ? അല്ലേ? ചിലപ്പോൾ ചില പാപങ്ങളൊക്കെ എത്ര ആവർത്തിച്ച് നമ്മൾ ഏറ്റു പറയും. പണ്ട് കഴിഞ്ഞതാ, പക്ഷേ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മൾ. അതിനർത്ഥം എന്ന് അറിയാമോ? നമുക്ക് ഇന്നും പാപക്ഷമ കിട്ടിയതായിട്ട് ഉറപ്പില്ല. ആണോ ഇല്ലയോ? അതിനർത്ഥം ഇന്നും എൻ്റെ പാപം ദൈവം ക്ഷമിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ അതിനർത്ഥം എന്ന് അറിയാമോ? ഞാൻ ആർക്കെങ്കിലും, നമ്മുടെ സഹോദരന്മാർ ആരോടെങ്കിലും ക്ഷമിച്ചു കൊടുക്കേണ്ടത് ഇന്നും ക്ഷമിക്കാതെ കടം പറ്റിയിരിക്കുകയാണ്. ഞാൻ പഠിച്ചതാണ് കേട്ടോ, ഞാൻ ജസ്റ്റ് ഒന്ന് പറയാത്ത കാര്യങ്ങൾ ചേർത്ത് വെച്ച് പറഞ്ഞു പോകുകയാണ്. ഞങ്ങളുടെ കടക്കാരോട് ഇവിടുത്തെ കടം എന്താ? ക്ഷമിക്കുക. അവൻ്റെ പാപത്തെ ക്ഷമിച്ചു കൊടുക്കുന്നില്ല. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞാൽ, എന്നോട് ചെയ്ത ഒരു വ്യക്തിയുടെ പാപം ഞാൻ അവന് ക്ഷമിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ, ഞാൻ ചെയ്തതല്ല, അവൻ എന്നോട് ചെയ്തത് ഞാൻ ക്ഷമിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ, ഞാൻ ഏതെങ്കിലും പാപം ചെയ്ത് വിചാരിച്ചു, ജഡത്തിൽ ഏതെങ്കിലും പാപം ചെയ്തിട്ട് ദൈവത്തോട് നിലവിളിക്കുക, ദൈവമേ ഞാൻ അറിയാതെ ചെയ്തു പോയി, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു പോയി, ദൈവം കേൾക്കത്ത് പോലുമില്ല. നമ്മൾ ജീവിതകാലം മുഴുവനും അതേ പാവം ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം നമുക്കൊരു ഉറപ്പില്ല, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൽ നിന്ന് ഉറപ്പ് ലഭിക്കണം. ഞാൻ പാപം ചെയ്ത് തെറ്റ് ചെയ്തു പോയി, കർത്താവേ നിങ്ങളെ വചനം പറയുന്നു, നിങ്ങൾ മറച്ചു വയ്ക്കാതെ ലംഘനം ഏറ്റു പറഞ്ഞാൽ ഞാൻ ക്ഷമിച്ചു തരും. എത്ര രക്താംബരം പോലെ കണ്ണും ചുവപ്പാണെങ്കിലും ഹിമം പോലെ വെളുപ്പിച്ചു തരും. പക്ഷേ വീണ്ടും വീണ്ടും അത് ആവർത്തിക്കുമെന്നർത്ഥം ദൈവത്തിൻ്റെ ക്ഷമ നമുക്ക് ലഭിച്ചിട്ടില്ല. കാരണം എന്നോട് ആരെങ്കിലും ചെയ്ത പാപം ഞാൻ അവനോട് ക്ഷമിച്ചിട്ടില്ല. ക്ലിയറാണോ ഇല്ലയോ? ക്ലിയറാണോ? അത് നിമിത്തം ഞാൻ എത്ര പാപം ചെയ്താലും, അല്ലെങ്കിൽ എത്ര ചെയ്തിട്ട് എത്ര ഏറ്റു പറഞ്ഞാലും പലപ്പോഴും പരിശുദ്ധാത്മാവിൽ നിന്ന് ആ പാപക്ഷമ ലഭിക്കുവാൻ എനിക്ക് കഴിയാതെ വന്നേക്കാം. ഇതൊക്കെയല്ലേ നമ്മുടെ പ്രശ്നങ്ങൾ? ഇതൊരാളുടെ പ്രശ്നമല്ല, എൻ്റെ ഉൾപ്പെടെയുള്ള പ്രശ്നമാണ് ഇതൊക്കെ. ദൈവരാജ്യത്തെ നിയമങ്ങൾ ലോകത്തിലെ നിയമങ്ങൾക്ക് എൻ്റർലി ഡിഫറൻ്റാണ്. ലോകത്തിലെ നിയമങ്ങളൊക്കെ വ്യത്യസ്തമാണ്, മറന്നു പോകരുത്. ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് 13 വാക്യം പറയുന്നത്, ഞങ്ങളുടെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ, രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും എന്ന് പറഞ്ഞാൽ, ഈ കൽപ്പന ഞാൻ ലംഘിക്കുകയാണെങ്കിൽ ഞാൻ അറിയാതെ പരീക്ഷയിലേക്ക് കടക്കുകയാ. ദുഷ്ടൻ എൻ്റെ മേൽ കടന്നു വരികയാ. ആരാ കുറ്റക്കാരൻ? ദൈവമാണോ? എന്നെ വേലി കെട്ടി സൂക്ഷിക്കുന്ന ദൈവം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ വേലി ദൈവം പലപ്പോഴും പൊളിച്ചിട്ടിരിക്കുക. ആർക്ക് വേണമെങ്കിൽ എപ്പോൾ എന്തും ചെയ്യാം. പഴയ നിയമത്തെ കാര്യം ഞാൻ പറയുന്നത് കേട്ടോ. വായിച്ചിട്ടുണ്ട് ഈ വിലാപങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം ഒക്കെ ഉണ്ട്. ഒരുപാട് എന്താ പറയുക, ഇരിമ്യാ പ്രവചന പുസ്തകത്തിലും യെശയ്യാവിലൊക്കെ ഇതേ വാക്യം കാണാൻ കഴിയും നിങ്ങൾക്കത്. ദൈവം വേലി പൊളിച്ചിട്ടിരിക്കുന്നത്. കാരണം എന്താണെന്നറിയാമോ? എത്ര പറഞ്ഞിട്ടും അനുസരിക്കാതെ വരുമ്പോൾ ദൈവം നമ്മുടെ വേലി പൊളിച്ചു മാറ്റും. ശത്രുക്കളൊക്കെ നമ്മുടെ അകത്തേക്ക് ഇടിച്ചു കയറും. മനസ്സിലാവുന്നുണ്ട്? തകർക്കാനല്ല, ദൈവം നമ്മെ പണിയാൻ വേണ്ടിയാ, മാനസാന്തരപ്പെടാൻ വേണ്ടിയാ. എത്ര വചനം കേട്ടാലും അനുദപിക്കാതെയും മാനസാന്തരപ്പെടാതിരിക്കുന്ന എത്രയോ ആൾക്കാരെന്നറിയാമോ ദൈവസഭകൾക്ക് അകത്തിരിക്കുന്നത്. ഓക്കെ, വിടുകയാണ്. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യം പറഞ്ഞു പോകുക. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട്. ഇതാ നമ്മുടെ പ്രാർത്ഥന. നമ്മുടെ പ്രാർത്ഥന എന്താ? ഞങ്ങളുടെ കടക്കാരോട് അല്ലേ? അവൻ എന്നോട് ചെയ്താൽ ഞാൻ അവനോട് ക്ഷമിക്കുന്നില്ലെങ്കിൽ ഞാൻ കടക്കാരനാ. ഞാനൊന്നും ചെയ്തില്ല അല്ലേ? ഞാനൊന്നും. പക്ഷേ അവൻ്റെ അടുക്കൽ പോയി ക്ഷമിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം എനിക്കാണ്. കൊടുക്കുന്നില്ലെങ്കിൽ ഞാൻ ദുഷ്ടനിടം കൊടുക്കുക മാത്രമല്ല, ദൈവം എന്നോട് ക്ഷമിക്കത്തുമില്ല. ഓർമ്മയുണ്ട് പഠിച്ചതൊക്കെ? നമ്മൾ ആഴമായി അതിനെക്കുറിച്ചൊക്കെ പഠിച്ചതാ, ഞാൻ വിട്ടുപോകുകയാണ്. ഓക്കെ,
അതുകൊണ്ട് ദാവീദിൻ്റെയൊക്കെ പ്രാർത്ഥന പഠിച്ചാൽ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ കർത്താവ് കേൾക്കില്ലായിരുന്നു. എത്ര പ്രാർത്ഥിച്ചാലും ദാവീദിൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല. കാരണം അവൻ്റെ ലംഘനം ഏറ്റുപറഞ്ഞപ്പോൾ, ഹൃദയം കാലിയാക്കിയപ്പോൾ ദൈവം കേൾക്കാൻ തുടങ്ങി. നമ്മുടെ ഹൃദയത്തിൽ ഒരു ലംഘനവും മറച്ചു വയ്ക്കുവാൻ നമുക്ക് ഇടവില്ല എന്ന കാര്യം മറന്നു പോകരുത്. ഏറ്റവും വലിയ തടവറയെന്ന് പറയുന്നത് പോലും ഞാൻ എൻ്റെ സഹോദരനോട് ഞാൻ ഇളച്ചു കൊടുക്കുന്നില്ലെങ്കിൽ, കടം വീട്ടി കൊടുക്കുന്നില്ലെങ്കിൽ, ക്ഷമിക്കുന്നില്ലെങ്കിൽ ഏറ്റവും വലിയ തടവറ എന്ന് പറയുന്നത് നാം തന്നെയാണ്. ക്ഷമിക്കാത്ത അനുഭവമാണ്. ഇതിൽ നിന്ന് നമുക്ക് കരകയറുന്നില്ലെങ്കിൽ നമ്മുടെ ക്രിസ്തു ജീവിതം അമ്പേ പരാജയമാണ്. ഞാനിനി ഇന്നോ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ എടുക്കാൻ പോകുന്ന കാര്യങ്ങൾ മരണത്തിനുളവാകുന്ന പാപം. ഈ സഹോദരങ്ങളുമായുള്ള വേർപാട് എന്ന് പറഞ്ഞ ടോപ്പിക്കെ കുറിച്ച് പഠിക്കുമ്പോൾ കഴിഞ്ഞ 2 മാസമായി പഠിച്ചുകൊണ്ടിരിക്കുക. ഒരുപക്ഷെ ഇന്നോ അല്ലെങ്കിൽ അടുത്ത മാസമോ അതിനെക്കുറിച്ച് എടുക്കും. മരണത്തിൽ, നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന പാപം നമ്മെ. ഓക്കെ, നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിന്റെ കിടന്നപ്പോൾ അവസാന പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ പഠിച്ചു. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായിക്കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. എന്താ കർത്താവ് കാൽവരി ക്രൂശിലും ചെയ്തത്? അല്ലേ, കർത്താവ് 3 കാര്യങ്ങൾ കണ്ടു കാൽവരി ക്രൂശിൽ. ഇല്ലെങ്കിൽ കർത്താവ് ദേഷ്യപ്പെട്ടു പോകും. കർത്താവ് ഒരിക്കലും ചെയ്യത്തില്ല വേറെ കാര്യം, നമ്മൾ ചെയ്യും. പക്ഷേ കർത്താവ് എന്താ അവിടെ പഠിച്ച 3 പാഠങ്ങൾ അല്ലേ? 3 മിസ്റ്ററീസ് ബിഹൈൻഡ് ദാറ്റ്. യേശു പറഞ്ഞ ആ വാക്കിന് മുമ്പിൽ ആ വലിയ സ്റ്റേറ്റ്മെന്റ്, ഒരു മനുഷ്യർക്കും പറയാൻ കഴിയാതിരിക്കുന്ന വലിയ സ്റ്റേറ്റ്മെന്റ്, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായിക്കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. ഒന്നെന്നറിയാമോ? ദൈവം അല്ലെങ്കിൽ യേശു കർത്താവ് ഒരുവന്റെ പാപത്തെയും അവനെയും തമ്മിൽ വേർപെടുത്തി കണ്ടു അല്ലേ? വേർപെടുത്തി കണ്ടു. അവൻ ചെയ്ത പാപമാണ്, പക്ഷേ അവൻ നിരപരാധിയാണെന്ന് ആ യേശുവിന് മനസ്സിലായി. ഒന്നാമത്തെ കാര്യം. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും കാണണം. നമ്മൾ സഹോദരങ്ങൾ നമ്മോട് ഇടപെടുമ്പോൾ, ദേഷ്യപ്പെടുമ്പോൾ, നമ്മുടെ കുറവുകൾ സംസാരിക്കുമ്പോൾ, നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ ഓർക്കണം, അവൻ പാവമാണ്. അവനിലൂടെ പിശാച് ജയിക്കുകയാണ്. മനസ്സിലാവുന്നു? ഒന്നാമത്തെ കാര്യം, അവൻ്റെ പാപത്തെയും അവനെയും തമ്മിൽ വേർപെടുത്താൻ പഠിക്കണം. എങ്കിലേ നമുക്ക് അവനോട് ക്ഷമിക്കാൻ കഴിയത്തുള്ളൂ. ഇല്ലെങ്കിൽ ഒരിക്കലും ക്ഷമിക്കത്തില്ല. അവനാ കാരണക്കാരെന്ന് പറഞ്ഞിരിക്കും ഇല്ലേ? എപ്പോൾ ഉറക്കത്തിൽ എപ്പോൾ പറഞ്ഞാലും അവളാ കാരണക്കാരെന്ന് പറയും. കാരണം എന്താണെന്നറിയാമോ? വേർപെടുത്താൻ നമുക്ക് കഴിഞ്ഞില്ല. പാപം ചെയ്ത് ശരി തന്നെയാണ്, പക്ഷേ അതൊരു യഥാർത്ഥ സഹോദരൻ കൂടിയാണ് നമ്മുടേത്. വേർപെടുത്തി കാണാൻ കഴിയണം. അതുമാത്രമല്ല, അവൻ്റെ പാപങ്ങളെ നാം തിരിച്ചറിഞ്ഞ് അത് നമ്മുടെ ഹൃദയത്തിലേക്ക് എടുക്കാതിരിക്കണം. കർത്താവിനെ കുത്താൻ വരുമ്പോൾ, ക്രൂശിക്കുമ്പോൾ അത് അവരുടെ പാവമാണ്. അവരുടെ അറിവില്ലായ്മയെന്ന് പുറപ്പെട്ട പാവമാണ്. മനസ്സിലാവുന്നുണ്ടോ? ആ പാപം നോക്കിയിട്ട് പരീക്ഷ, നീ എന്നെ കുത്തിയല്ലേ, നിന്നെ ഞാൻ കാണിച്ചു തരാന്നല്ലേ യേശു പറഞ്ഞത്. മനസ്സിലാവുന്നുണ്ടോ? പരീക്ഷ എന്നെ കുത്തി എന്ന് പറഞ്ഞ് അതങ്ങാട് സ്വീകരിച്ച് ഹൃദയത്തിലേക്ക് എടുത്ത് വെച്ചാൽ പിന്നെ ഒരിക്കലും നമുക്ക് അവനോട് ക്ഷമിക്കാൻ കഴിയത്തില്ല. രണ്ടാമത്തെ കാര്യം, ആ പാപത്തെ, അവൻ്റെ കുറവുകളെ, അവൻ്റെ ബലഹീനതകളെ, അവൻ്റെ പാപ സ്വഭാവത്തെ എൻ്റെ ഹൃദയത്തിലേക്ക് എടുക്കരുത്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? യേശു കാൽവരി ക്രൂശിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ അല്ലെങ്കിൽ ക്രൂശിൽ കിടക്കുമ്പോൾ മറ്റുള്ളവരോട് ക്ഷമിച്ചത് എത്രമാത്രമുണ്ടോ നമ്മൾ തിരിച്ചറിഞ്ഞേ മതിയാകത്തുള്ളൂ. ഒന്നാമത്, ആ വ്യക്തിയെയും പാപത്തെയും വേർപെട്ട് കണ്ടു. ആ പാപിയെ സ്നേഹിച്ചു, പാപത്തെ വെറുത്തു. അത് നല്ല വാക്യം. രണ്ടാമത്, അവൻ ചെയ്ത പാപത്തെ യേശുവിൻ്റെ ഹൃദയത്തിലേക്ക് എടുത്തിരുന്നെങ്കിൽ ഇപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളോടല്ല, കോമൺ ആയിട്ട് ചോദിക്കട്ടെ, നമ്മുടെ ഹൃദയം ഒന്ന് പരിശോധിക്കാൻ ഒരു സ്കാനർ കൊണ്ടുവന്നാൽ മറ്റുള്ളവരുടെ സഹോദരന്മാരുടെ, ഭാര്യയുടെ, ഭർത്താവിൻ്റെ, അച്ഛൻ്റെ, അമ്മയുടെ ഒക്കെ എത്രയോ കുറവുകളാ, അവരുടെ പാപ സ്വഭാവങ്ങളാ നമ്മുടെ ഈ ലോക്കറിൽ ഇരിക്കുന്നത്. പറയൂ, നിങ്ങൾ പറ. എൻ്റെ സഹോദരങ്ങളുടെ കുറവുകൾ, ബലഹീനതകൾ, പാപങ്ങൾ, പാപസ്വഭാവങ്ങൾ ഈ ലോക്കറിൽ കത്തിരിക്കുന്നത് എത്ര പേരകത്തുണ്ട്? ഞാൻ ആ സ്കാനിങ് മെഷീൻ എടുപ്പിക്കുന്നില്ല, രാജീവ് രവിയിലുണ്ട്, ഇപ്പം പുതിയ മേടിച്ചിട്ടുണ്ട്. അമേരിക്കയിൽ നിന്ന് ഇറക്കിയതാണ്, ഞങ്ങൾ സ്വർഗത്തിൽ നിന്ന് ഇറക്കിയതാണ്. മനസ്സിലാവുന്നുണ്ടോ? ഭാര്യയെക്കുറിച്ചുള്ള കുറവുകളൊക്കെ എത്രയോ ഭർത്താക്കന്മാരകത്ത് രക്ഷിക്കപ്പെട്ടവരെ കുറിച്ചാണ് പറഞ്ഞു, ജാതികളെ കുറിച്ചല്ല. ഭർത്താവിൻ്റെ കുറവുകൾ, ഭാര്യയുടെ കുറവുകൾ ഭർത്താവിൻ്റെ അകത്ത്, സഹോദരങ്ങളുടെ കുറവുകൾ, പാപ സ്വഭാവങ്ങൾ, അതാ നമ്മളിങ്ങനെ പറയും, അല്ലെങ്കിൽ അവൾ അങ്ങനെയാ, അവൻ അങ്ങനെയാ, ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട്. അതിനർത്ഥം എന്താണെന്നറിയാമോ? പണ്ട് കണ്ടതും ഈ ലോക്കറിൽ ഇരിക്കുകയാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അതുകൊണ്ട് അവരുടെ പാപങ്ങളെ ഇതിനകത്തിരുന്നാൽ ഒരിക്കൽ പോലും ആത്മാവിൽ വളരാൻ കഴിയത്തില്ല. പണ്ട് നമ്മെ കർത്താവ് ഉപയോഗിച്ച് കാണും. ശിശുത്വ കാലഘട്ടം 5, 6 വർഷം, 8, 10 വർഷം ഉപയോഗിച്ച് കാണും. പക്ഷേ പക്വത പ്രാപിക്കുന്നില്ലെങ്കിലുണ്ടല്ലോ, ദൈവം പതിയെ കൈമാറ്റി കളയും.
പിന്നെ ആനപ്പുറത്ത് നിന്ന് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല നമുക്ക്. ക്ലിയറാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മൾ ഒരുപാട് പഠിച്ചത്, ജസ്റ്റ് പറയാത്ത കാര്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞു പോകുകയാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ ഈ ഹൃദയമെന്ന ലോക്കറിൽ കർത്താവല്ലാതെ, ദൈവരാജ്യമല്ലാതെ, ദൈവരാജ്യത്തിൽ നിന്നാണ് പിന്നീട് പഠിക്കുമ്പോൾ മനസ്സിലായിക്കോളും, അതല്ലാതെ ഒന്നും കണ്ടുപോകരുത്. നമുക്ക് ഒരിക്കലും ആത്മാവിൽ വളരുവാനോ ആത്മാവിൻ്റെ ഫലം കൊടുക്കുവാനോ പരിശുദ്ധാത്മാവിൻ്റെ ഫലം കൊടുക്കുവാൻ കഴിയത്തില്ല. ക്ലിയറാണോ? ഓക്കെ. നമ്മുടെ ഇത് പഠിക്കുമ്പോൾ നമ്മളെല്ലാം മാറ്റിവെക്കണം. നമ്മൾ ഇത് വചനം കേൾക്കുന്നത് നാം നമ്മെ തന്നെ പരിശോധിക്കാൻ വേണ്ടിയാ. നമ്മുടെ കുറിവാക്യം വായിച്ചില്ലേ? നാം നമ്മെ തന്നെ വിധിക്കുന്നുവെങ്കിൽ നാം വിധിക്കപ്പെടുകയില്ല. ലോകക്കാരോട് കൂടി ശിക്ഷാവിധി അകപ്പെടാതിരിപ്പാൻ നാം ഇന്ന് വിധിക്കുകയാണ്. രക്ഷിക്കപ്പെട്ടത് കൊണ്ടൊന്നും സ്വർഗത്തിൽ പോകത്തില്ല കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറയാം. രക്ഷിക്കപ്പെട്ടത് കൊണ്ടോ സ്വർഗത്തിൽ പോകത്തില്ല. ന്യൂ ലൈഫിൻ്റെ പുസ്തകത്തിൽ പേരുള്ളത് കൊണ്ടൊന്നും സ്വർഗത്തിൽ പോകത്തില്ല. ഹലോ, നരകത്തിൽ പോകാം. ഉള്ള കാര്യം പറയാം, നരകത്തിൽ പോകാം. എന്തുവാകട്ടെ. അപ്പോൾ ഒന്നാമത്തെ കാര്യം, പാപത്തെയും ആ വ്യക്തി തമ്മിൽ വേർപെടുത്തി കാണണം. എന്നിട്ട് പാപിയെ സ്നേഹിച്ച് പാപത്തെ വെറുക്കണം. 2, അവൻ്റെ പാപത്തെ ഒരിക്കൽ പോലും എൻ്റെ ഹൃദയത്തിലേക്ക് വെക്കരുത്. നമുക്ക് വെച്ചോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാൻ കഴിയും? മറ്റുള്ളവൻ്റെ പാപം എൻ്റെ അകത്തുണ്ടെന്ന് ഞാൻ അന്ന് പറയാതിരിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇന്ന് സംസാരിക്കുന്നത് കേട്ടോ. കർത്താവിന് രാവിലെ സംസാരിച്ച കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഓക്കെ, എനിക്ക് എങ്ങനെ മനസ്സിലാകും അവരുടെ പാപം എൻ്റെ അകത്തിൽ ഉണ്ടോ ഇല്ലയോ എന്ന്? നമ്മളൊക്കെ ഒടുക്കത്തെ വിശുദ്ധന്മാരാ, പറയും ഞാൻ അവരോടൊക്കെ ക്ഷമിച്ചിരിക്കാന്ന് പറയും. പക്ഷെ ഒരു കാര്യമുണ്ട്, അവനെ കാണുമ്പോൾ, പണ്ട് പറഞ്ഞ ഓർമ്മയുണ്ടോ, ഇങ്ങനെ ഇരിക്കുമ്പോൾ മൂക്കിക്കൂടെ ഒലിക്കാൻ തുടങ്ങുക അല്ലേ? കുഞ്ഞുങ്ങൾ കാണിക്കൂലേ, മൂക്കിക്കൂടെ ഇല്ലേ? കണ്ണക്കം നിറയാൻ തുടങ്ങും, ഹൃദയം ഇങ്ങനെ വിങ്ങാൻ തുടങ്ങും. ഞാനിപ്പോൾ പറയാ, ബാച്ചോനോട് പറയാ, ആ ബ്രദർ, ബാച്ചോനോട് പണ്ടെന്ത് ചെയ്ത ബ്രദറായിരിക്കും, ആ ബ്രദർ ഇങ്ങനെ എന്തോ പറഞ്ഞാൽ മതി, ബാച്ചോൻ്റെ കണ്ണുകൾ നിറയാൻ തുടങ്ങും അല്ലേ? പുള്ളി കുഴപ്പമില്ല, എനിക്ക് നല്ല വർഷങ്ങളെ പരിചയമുള്ളതുകൊണ്ടാണ്. മൂക്കിൽ നിന്നൊക്കെ മൂക്കട്ടെ ഒലിക്കാൻ തുടങ്ങും. അതിനർത്ഥം അറിയാമോ? ഇപ്പോഴും അകത്തവൻ പോയിട്ടില്ല. ആണോ ഇല്ലയോ? അവൻ്റെ പാപം, അവൻ്റെ കുറവുകൾ ഇന്നും പോയിട്ടില്ല. നമുക്കറിയാൻ കഴിയും. പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവനെ കാണുമ്പോഴും ഓർക്കുമ്പോഴൊക്കെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ കഴിയും. നമുക്ക് ഇല്ലെങ്കിൽ ഓർത്താൽ മതി, നമ്മളിപ്പോഴും ബന്ധത്തിൽ തന്നെയാണ്. നാം തന്നെ ബന്ധത്തിലാണ്. നേരത്തെ പറഞ്ഞില്ലേ, ഏറ്റവും വലിയ തടവറ എന്ന് പറയുന്നത് എന്താ? ക്ഷമിച്ചു കൊടുക്കാൻ കഴിയാതിരിക്കുന്നതാ ഏറ്റവും വലിയ തടവറ. ഹൃദയം തന്നെ ഒരു ജയിലായി മാറുകയാണ്. വിയൂർ സെൻട്രൽ ജയിലിനേക്കാളും കൂടുതൽ ആൾക്കാർ ഇതിനകത്ത് ഇപ്പോൾ. പണ്ട് ഭാര്യ ചെയ്തത് അതവിടെ കിടക്കുക, പണ്ട് ഭർത്താവ് ചെയ്തത് ഇതിനകത്ത് കിടക്കുക. കുഞ്ഞുനാളിൽ എൻ്റെ അച്ഛൻ എന്നെ വടിയെടുത്ത് തന്നെ അടിച്ച് അനിയന്മാരും ചേട്ടന്മാരും കാണുക എന്നൊക്കെ പറഞ്ഞ് അത് അകത്ത് കിടക്കുകയാണ്. വിയൂർ സെൻട്രൽ ജയിലുകളേക്കാൾ കുറ്റവാളികൾ അകത്ത് കിടക്കുന്നത്. പിന്നെ എങ്ങനെ നമ്മൾ സൗഖ്യം പ്രാപിക്കാനാ? ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാ. ഇത് തിരിച്ചറിയാം. ആദ്യം ഒന്നാമത്തെ കാര്യം, നാം പുതിയ സൃഷ്ടിയാ, ദൈവത്തിൻ്റെ മക്കൾ, ദൈവത്തെ ഭൂമിയിൽ അവതരിപ്പിക്കേണ്ടവർ, സ്വർഗീയ കൗൺസിൽ നടക്കുന്ന കാര്യങ്ങൾ ഈ ഭൂമിയിൽ വിളിച്ചു പറയേണ്ടവർ, സ്വർഗത്തിലെ ശക്തിയായ പരിശുദ്ധാത്മാവിന്റെ വല്ലഭത്വം ഈ ഭൂമിയിൽ തെളിയിക്കപ്പെടുത്തേണ്ടവർ നമ്മൾ ഇന്ന് ബന്ധിക്കപ്പെട്ട് കിടക്കുക. നമ്മുടെ അകത്ത് തന്നെ ഒരുപാട് ബന്ധനം കിടക്കുകയാണ്. പ്രിയാവുന്നുണ്ടോ? നിങ്ങൾ ആകുന്നുണ്ടോ? യെസ്. മൂന്നാമത്തെ കാര്യമുണ്ടെന്ന് അറിയാമോ? ഈ ഒരാൾ എന്നോട് എന്തെങ്കിലും പറയുമ്പോൾ എനിക്കെന്താ പറയുക? പാസ്റ്റർ ശരിയല്ല, അല്ലെങ്കിൽ നീ എന്താ അങ്ങനെ ചെയ്യുന്നൊക്കെ പറയുമ്പോൾ അവിടെ മൂന്നാമത്തെ കാര്യം എന്നറിയാമോ? പറയുന്നത് ആ വ്യക്തിയായിരിക്കാം, പക്ഷെ പറയിപ്പിക്കുന്നത് ആരാ? മറ്റവനാ അല്ലേ? അത് വേർതിരിച്ച് കാണാൻ കഴിയണം. ഒരു വ്യക്തി സംസാരിക്കുമ്പോൾ അവനല്ല, അത് ദൈവത്തിൻ്റെ വാക്കല്ലെന്ന് തിരിച്ചറിയാനുള്ള ഒരു കൃപ നമുക്കുണ്ടാകണം, അല്ലെങ്കിൽ വിവേചിക്കാനുള്ള കൃപ ഉണ്ടാകണം. ആണോ ഇല്ലയോ? അതുകൊണ്ട് യേശു 3 കാര്യങ്ങൾ നമ്മൾ പഠിച്ചതാ. 1, പാപത്തെയും വ്യക്തിയും തമ്മിൽ വേർപെടുത്തി കാണണം നമ്മളല്ലേ. എന്നിട്ട് പാപിയെ സ്നേഹിച്ച് പാപത്തെ വെറുക്കണം. 2ാമത്തെ കാര്യം, അവൻ്റെ പാപം, അവൻ പറഞ്ഞ വാക്കുകളൊക്കെ, അവൻ പറഞ്ഞ ചെയ്ത പ്രവൃത്തികളൊക്കെ എൻ്റെ അകത്തെടുത്ത് വെച്ചാൽ ഏറ്റവും വലിയ തടവറയാത്. അത് അപ്പത്തന്നെ ബാറ്റിക്കോളണം. 3ാമത്തെ കാര്യം എന്ന് അറിയാമോ? അവനല്ല സംസാരിക്കുന്നത്, പിന്നെ ആരാ? അവനെ ഉപയോഗിച്ചവനെ നമ്മൾ കണ്ട് അവനെ ശാസിക്കണം. ആണോ ഇല്ലയോ? ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മുന്നോട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കണ്ടതാണ് വിടുകയാണ്. എങ്ങനെയാണ് യേശു നമ്മോട് ക്ഷമിച്ചത്? ഈ വചനം എപ്പോഴും മറക്കാതെ ഇരിക്കേണ്ട വചനമാണോ? എഫേസ്യർ 4:32. അത് മാത്രമല്ല, യോഹന്നാൻ 12-ന്റെ എത്രാമത്തെ വാക്യം? 12:25 അല്ലേ? യോഹന്നാൻ 12:25. ഈ എഫേസ്യർ 4:32 വാക്യം എന്താ?
നിങ്ങൾ തമ്മിൽ, ഞാൻ ഇത്ര സ്പീഡിൽ പോണത് തീർക്കാൻ വേണ്ടിയെന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾ തമ്മിൽ ദൈവം മനസ്സിലുള്ളവരുമായി ദൈവം ക്രിസ്തുവിൽ നമ്മോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിക്കും. എങ്ങനെയാ ദൈവം നമ്മൾ ക്രിസ്തുവിൽ നമ്മോട് ക്ഷമിച്ചത്? സഹോദരന്മാരെ സ്നേഹിക്കണോ? ക്രൂരന്മാരായ അല്ലേ? ഞങ്ങൾ എന്താ പറയുക, ഈ അടിമാലി പോയപ്പോൾ കഴിഞ്ഞ 2 ദിവസം അടിമാലി പോയപ്പോൾ ജേക്കപ്പേട്ടൻ പറഞ്ഞു, അവിടെ ചേട്ടൻ പറഞ്ഞു, ഞങ്ങൾ കുറേ കൂരന്മാരെ പിടിച്ച് കറി വെക്കുമെന്ന്. കൂരൻ എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് മനസ്സിലായില്ല. രാജിവെക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പല പേരിട്ട് കളഞ്ഞു കൂരൻ എന്നൊക്കെ പറഞ്ഞ്. ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു കൂരനെ കിട്ടി 6 കിലോ ഉണ്ടായതൊക്കെ പറഞ്ഞു. ഞാൻ കഴിച്ചെന്നൊക്കെ പറഞ്ഞു പുള്ളി. ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല കൂരെന്ന് പറഞ്ഞു. ഞങ്ങളുടെയൊക്കെ നാട്ടിലും വീട്ടിലൊക്കെ സഭയിലൊക്കെ ഇഷ്ടംപോലെ ക്രൂരന്മാരെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞത്. പക്ഷെ പിന്നീട് ഞങ്ങൾ വന്നപ്പോഴാണ് അറിയുന്നത് കൂരൻ എന്ന് വെച്ചാൽ മറ്റേ അതൊന്നുമല്ല, കാട്ടുമുയൽ. ഓക്കെ, അപ്പൊ എന്തുമാകട്ടെ, ക്രിസ്തുവിൽ നമ്മോട് ക്ഷമിച്ചതുപോലെ എങ്ങനെയാണ് ദൈവം നമ്മോട് ക്ഷമിച്ചത്? ക്രിസ്തുവിൽ. ഇത് നമ്മൾ അറിയുന്നില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ആരെ സ്നേഹിക്കാൻ കഴിയത്തില്ല. എങ്ങനെയാ ദൈവം നമ്മോട് ക്രിസ്തുവിൽ ക്ഷമിച്ചത്? കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞതാ, മനസ്സിലായി, നല്ലോണം മനസ്സിലായി. എൻ്റെ തൊണ്ട കീഴാന്നല്ലാതെ എനിക്ക് പൗലോസ് പറഞ്ഞൊരു വാക്യം നിങ്ങളോട് പറയാം. പൗലോസ് പറഞ്ഞ വാക്യം നിങ്ങളൊരു വാക്യം പറഞ്ഞേക്കാം. ഞാൻ ഒന്നും മറച്ചു വെക്കാതെ നിങ്ങളോട് അറിയിച്ചിട്ടുണ്ട്. കണക്ക് തീർക്കുന്ന ദിവസത്തിൽ നിങ്ങൾ ദൈവമായിട്ട് കണക്ക് പറയേണ്ടി വരും. ഇത് ഞാൻ പറഞ്ഞതല്ല, പൗലോസ് പറഞ്ഞ വാക്യം. ഈ അപ്പോസ്തല പ്രവൃത്തിയിൽ പറയുന്ന വാക്യമാണ്. ഇല്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ മറച്ചു വെക്കാതെ ദൈവം തരുന്ന കൃപക്കോത്താണ് നിങ്ങളോട് ഞാൻ അറിയിച്ചിട്ടുണ്ട്. കാര്യം തീർക്കുന്ന നാളിൽ നിങ്ങളുമായുള്ള കാര്യമായിരിക്കും. എത്ര പറഞ്ഞാലും അല്ലേ, അത് ഗ്രഹിക്കുന്നില്ല, വീട്ടിൽ പോയി പരിശോധിക്കുന്നില്ല, പഠിക്കുന്നില്ലെങ്കിൽ നഷ്ടം എനിക്കല്ല, നിങ്ങൾക്ക് തന്നെയാണ്. ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇത് നല്ല കാര്യമാണ്, പറഞ്ഞില്ലേ ശരിയാവത്തില്ല. എന്തുമാകട്ടെ, എങ്ങനെയാ ദൈവം ക്രിസ്തു നമ്മോട് ക്ഷമിച്ചത്? ഒറ്റക്ക് മറന്നു പോകരുത്. വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിക്കുന്നത്, നമ്മളാണ് ദൈവത്തോട് പാപം ചെയ്ത് പുറത്തു പോയത്. ആദം ദൈവത്തോട് പാപം ചെയ്ത് പുറത്തുപോയി. ഓക്കെ, എന്നിട്ട് ആദം പറയുക, ഇനി ദൈവം പറയുക, ആദം എൻ്റെ അടുക്കൽ വന്ന് പറയട്ടെ, ഞാൻ ആദമിനോട് ക്ഷമിക്കാമെന്ന് പറഞ്ഞു? ഇല്ല. ആദം പാപികളായിരിക്കെ തന്നെ ദൈവം തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ച് ആദമിൻ്റെ പാപത്തിന് വേണ്ടി കൽവരി ക്രൂശിൽ മരിച്ചു. ആദം എന്ന് പറഞ്ഞ ഉദ്ദേശിച്ചത് മാനവരാശിയെക്കുറിച്ചാണ് പറയുന്നത്, അല്ല ആദത്തിന് ഉദ്ദേശിച്ച ഒരു വ്യക്തിയെക്കുറിച്ചല്ല. മാനവരാശിയുടെ പാപത്തിന് വേണ്ടി ക്രൂശിൽ മരിച്ച അതേ പ്രവൃത്തി ആയിരിക്കണം എൻ്റെയും ജീവിതത്തിൽ സഹോദരന്മാരുണ്ടായിരിക്കേണ്ടത്. അതിനർത്ഥം അവൻ എന്നോട് ചെയ്താലും ഞാൻ അവന് വേണ്ടി ക്ഷമിക്കുകയും അവന് വേണ്ടി പോകുകയും അവനെ സ്നേഹിക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥമായ ദൈവം ക്രിസ്തുവിൽ നമ്മോട് ക്ഷമിച്ചതുപോലെ. പറ്റുമോ? ഇച്ചിരി ബുദ്ധിമുട്ടാണ്, ഒത്തിരി ബുദ്ധിമുട്ടാണ് നമുക്ക്. ദൈവകൃപ, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യ കൃപയില്ലാതെ നമുക്ക് നടക്കത്തില്ലെന്ന്. ഉണ്ടോ ഇല്ലയോ? ഒരിക്കലും നടക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ലേഖനങ്ങൾ മുഴുവനും പഠിപ്പിക്കുന്നത് ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ. ആത്മാവിനാൽ. ഈ വാക്ക് നിങ്ങൾ ഓർത്താൽ മതി. പിന്നീട് അതിനെക്കുറിച്ച് ആഴമായി പിന്നീട് പഠിക്കും നമ്മൾ. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലേ, മനുഷ്യൻ്റെ സംസാരിക്കുമ്പോൾ മനുഷ്യൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നത് മുഴുവനും പൈശാചിക ലോകമാണ്. അതുകൊണ്ടാണ് ചില ദൈവകുഞ്ഞുങ്ങളെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് രക്ഷ പ്രാപിച്ച് നിത്യതയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ചില ദൈവകുഞ്ഞുങ്ങളുടെ വായിൽ നിന്ന് വരുന്ന വാക്ക് കേട്ട പുളിച്ചതും വളിച്ചതും ഒരാഴ്ച പഴക്കമുള്ള സാമ്പാറിനേക്കാൾ ഒന്നും മിണ്ടുന്നില്ലല്ലോ നിങ്ങൾ. അതെന്നറിയാമോ? ഇവൻ്റെ പ്രവർത്തനമാണ്. അവൻ ഇടം കൊടുത്തു. നമ്മൾ ഇടം കൊടുക്കുകയാ. ഒന്നോർക്കണം, നമ്മൾ ഇടം കൊടുക്കാത്തിടത്തോളം കാലം അവന് നമ്മുടെ അകത്തേക്ക് കടക്കുവാൻ ഒരു അനുവാദവുമില്ല. സ്വർഗം നമ്മളെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അതിനർത്ഥം പലയാവർത്തിച്ച് ദൈവം നമ്മോട് പറഞ്ഞിട്ട് അനുസരിക്കാതെ വരുമ്പോഴാണ്, ദൈവം പലപ്പോഴും കൈവിടുമ്പോഴാണ് ഇവൻ നമ്മുടെ അകത്തേക്ക് കയറി സംസാരിക്കുന്നത്. അല്ലേ, ശാപവാക്കുകൾ പറയുന്നത് ആണോ? ശാപവാക്കുകൾ നമ്മുടെ വായിൽ വരാൻ പാടില്ല. പക്ഷെ എങ്ങനെ വരുന്നു? ശാപത്തെ കാൽവരി ക്രൂശിൽ മുഴുവനും വഹിച്ച കർത്താവിൻ്റെ വഹിച്ചിട്ട് പോലും ഇന്ന് ശാപവാക്കുകൾ വരുന്നുവെങ്കിൽ അടുത്ത അർത്ഥം എന്താ? ശാപത്തിന് പിന്നിൽ ദുരാത്മാക്കൾ നമ്മുടെ അകത്ത് വീണ്ടും കടന്നിട്ടുണ്ട്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു പോകുകയാണ്. ഒരൊറ്റ വാക്യം ചേർത്ത് വന്നേക്കട്ടെ. സ്പിരിച്വൽ വാർഫെയറെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ആഴമായി പഠിക്കും. എന്നാൽ ഒരു വാക്ക് നിങ്ങളോട് പറയാം. ഇന്ന് അനേകർക്കും ക്രിസ്ത്യ ജീവിതത്തിൽ വളരാൻ കഴിയാതിരിക്കുന്ന ഒരു മർമ്മം ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയേക്കാം, വേറൊരു മർമ്മം പറഞ്ഞു പോയേക്കാം. എഫെസ്യർ 6-ാം അധ്യായത്തിൽ പഠിപ്പിക്കുന്നു, ജഡരക്തങ്ങളോടല്ല ഞങ്ങൾക്ക് പോരാട്ടമുള്ളത്, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോട് പറയുമ്പോൾ
ജഡരക്തങ്ങളോട്, ഭാര്യയോട്, ഭർത്താവിനോട്, അച്ഛനോട്, അമ്മയോട്, സഹോദരങ്ങളോട്, പാസ്റ്ററോട് ഒക്കെ നാം പോരാടുമ്പോൾ, ജഡരക്തങ്ങളോട് പോരാടുമ്പോൾ ഓർക്കണം, നമുക്കൊരിക്കലും ആത്മലോകത്തിൽ പോരാടി ജയിക്കാൻ കഴിയത്തില്ല. പിശാച് നമ്മളെ ചതിച്ച് നമ്മളെ തകർത്ത് തരിപ്പണമാക്കി കളയും. മനസ്സിലാവുന്നുണ്ട്? അത് നിങ്ങളുടെ മനസ്സിൽ കുറിച്ചിട്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ച് തുടങ്ങി വെച്ചത് മത്തായി 18-ാം അധ്യായം 7 മുതൽ 35 വരെയുള്ള വാക്കുകളുണ്ടായിരുന്നു അല്ലേ? ഇതൊന്നും എടുത്തില്ല, എന്നാൽ ജസ്റ്റ് പറഞ്ഞു പോയതായ ഇടർച്ച ഹേതുവായി ലോകത്തിന് പറഞ്ഞാൽ നമുക്ക് അല്ലേ, മനുഷ്യർക്ക് ലോകത്തിന് അയ്യോ കഷ്ടം എന്ന് പറഞ്ഞൊരു, ഇതിപ്പോൾ ഞാൻ പഠിച്ചു കയറ്റിയതാണ്, എന്നാൽ പോലും ഇതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചു തുടങ്ങിയതല്ലേ. ഞാൻ എത്രയോ പല സ്റ്റേജുകളിൽ പല ചർച്ചയിൽ പഠിപ്പിച്ചിട്ടും ഓരോ പ്രാവശ്യം പഠിക്കുമ്പോൾ നമുക്ക് കൂടുതൽ വെളിപ്പാടുകൾ ലഭിക്കുകയാണ്. പഠിക്കാൻ നമ്മൾ ആഗ്രഹിക്കണം, ദൈവവചനം പഠിക്കാൻ എപ്പോഴും ആഗ്രഹിക്കണം നമ്മൾ. അപ്പോൾ മത്തായി 18-ാം അധ്യായം 7 മുതൽ ഒരു മനോഹരമായൊരു വലിയ പഠനമാണ് നമ്മുടെ ബന്ധത്തിൽ. ഇടർച്ച ഹേതുവായി ലോകത്തിന് അയ്യോ കഷ്ടം. ഈ വാക്യം പല ആവർത്തിച്ച് നിങ്ങൾ പഠിച്ചു കാണും അല്ലേ? അങ്ങനെയൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾ അതുപോലെ കയറ്റി പറയണം, അയ്യോ, നമ്മളെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് അല്ലേ. അയ്യോ കഷ്ടം എന്ന വാക്കുകൾ വായിക്കുമ്പോൾ നമുക്ക് തന്നെ കുത്തുകൊള്ളാൻ വേണ്ടിയാണ്. ഉണ്ടോ? പിന്നെ എത്ര കുത്തി നമുക്ക് കുത്താൻ മാത്രമേ അറിയുള്ളൂ, കൊള്ളാൻ നമുക്കല്ലേ. അപ്പോൾ ഒന്ന് പറഞ്ഞു 2 പറഞ്ഞിരിക്കുന്നു അത് പറയാമല്ലോ നമ്മൾ. എൻ്റെ നാക്ക് തരിച്ചു വരികയാ. എല്ലാവരും നല്ലവരാ, എൻ്റെ കാര്യം പറഞ്ഞതാ. ചില സമയങ്ങളിലൊക്കെ ആർക്കും ദേഷ്യമൊന്നുമില്ലല്ലോ. ദേഷ്യമുണ്ടോ? നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചു തുടങ്ങിയത് കാര്യങ്ങൾ ഇതാ, എങ്ങനെയാണ് സഹോദരനെ നേടേണ്ട കാര്യം അല്ലേ. ഈ വാക്യങ്ങൾ മത്തായി 18 മുതൽ 15 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ പഠിച്ചു വരികയായിരുന്നു. പഠിച്ചതാണ് നമ്മൾ. എന്നാലും ജസ്റ്റ് 3 സെക്ഷനായിട്ട് നമ്മൾ കണ്ടു. ഒന്ന്, നീ ഒരു സഹോദരൻ പാപം ചെയ്താൽ അവനെ എങ്ങനെ നേടാൻ കഴിയും? നീ ചെന്ന് അവൻ മാത്രമുള്ളപ്പോൾ കുറ്റം അവന് ബോധ്യപ്പെടുത്തുക. 2, കേൾക്കാഞ്ഞാലോ 2-3 സാക്ഷികളുമായി അല്ലേ ചെന്ന് കാര്യം ഉറപ്പാക്കുക. പിന്നെ അവനെ കൂട്ടാക്കാഞ്ഞാൽ 3-മത് സഭയോട് അറിയിക്കുക. 4-മത്തെ കാര്യം, അവൻ എന്നിട്ടും മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? ചുങ്കക്കാരനും പാപികളെ പുറംജാതിക്കാരെ പോയും പുറംജാതിക്കാരനും ചുങ്കക്കാരനും എന്ന പോലെ ഇരിക്കട്ടെ. യഹൂദന്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ കൺസെപ്റ്റ് സത്യമാണ്, നല്ല കാര്യം പറയാമല്ലോ. റോമർ 11-ാം അധ്യായമൊക്കെ പഠിക്കുമ്പോൾ 9-11 അധ്യായം പഠിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്ന 2 അധ്യായങ്ങളിൽ യഹൂദനെ കുറിച്ച് മനോഹരമായി പഠിപ്പിക്കുന്നുണ്ട്. അവർക്ക് ന്യായപ്രമാണം കൊടുത്തു, പൗരോഹിത്യം അവർക്കുള്ളത് അല്ലേ, ആലയം അവർക്കുള്ളത്, ദൈവത്തെ തന്നെ അവർക്ക് കൊടുത്തിരിക്കുക. അപ്പോൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്കെല്ലാം അറിയാം. അവർക്ക് ജാതികളെ കാണുമ്പോൾ, അതാരുമാകട്ടെ ഏത് ജാതിയുമാകട്ടെ, ജാതികളെ കാണുമ്പോൾ അവർ ഇങ്ങനെയാണ് കാണുന്നത്, പുറംജാതിക്കാരെ പോലെയും ചുങ്കക്കാരെ പോലെയുമാണ് കാണുന്നത്. അവർ ദൈവത്തിൻ്റെ മക്കളല്ല, ഞങ്ങൾ മാത്രമാണ് ദൈവത്തിൻ്റെ മക്കളെന്ന് ഒരു വിശ്വസിക്കുന്ന ഒരു കൂട്ടരാണ് യഹൂദന്മാർ. കാരണം എല്ലാം അവരുടെ മക്കളുണ്ട്. ന്യായപ്രമാണമുണ്ട്, സ്വർഗമുണ്ട്, ദൈവമുണ്ട്, ആലയമുണ്ട്, പൗരോഹിത്യമുണ്ട്, ശ്രേഷ്ഠ മഹാപുരോഹിതനുണ്ട്, ഉത്സവങ്ങളുണ്ട്, യാഗങ്ങളുണ്ട്, ഒക്കെ അവർക്കുണ്ട്. റോമർ 9-ാം അധ്യായത്തിലും 11-ാം അധ്യായത്തിലും അത് മനോഹരമായി പഠിപ്പിക്കുന്നുണ്ട്. എന്തുമാകട്ടെ, അപ്പം അതുകൊണ്ട് അവർ ജാതികളെ കാണുന്നത് പുറം ജാതിക്കാരെ പോലെയും ചുങ്കക്കാരെ പോലും അതുപോലെ തന്നെ. എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുന്നത്? സഹോദരൻ ഇടർച്ച വരുത്തിയാൽ ആദ്യം പോയി ഒറ്റക്ക് പോയി പറയുക. 2, 2-3 സാക്ഷികളാൽ പോയി പറയുക. 3, സഭയോട് അറിയിക്കുക. 4, ഈ യഹൂദൻ ജാതികളെ കാണുന്നത് പോലെ നമ്മൾ കാണുവാൻ ബൈബിൾ അടിവരയിട്ട് പഠിപ്പിക്കുക. കാരണം എന്താണെന്നറിയാമോ? ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, അനുതാപമില്ല, മാനസാന്തരമില്ല. ഒരിക്കലും അവൻ അനുദപിക്കത്തില്ല, മാനസാന്തരപ്പെടുകയുമില്ല. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? വചനത്തിന് മുമ്പിൽ അനുതാപവും മാനസാന്തരമാ വേണമെങ്കിൽ എടുത്ത് ചേർത്ത് വെച്ച് പഠിച്ചോ. ലൂക്കോസ് 13-ാം അധ്യായത്തിലൊക്കെ ഇപ്പോൾ എന്താ പറയുക, ആലയത്തിന് തൂണ് വീണ് കുറച്ച് പേർ മരിക്കുന്ന കാര്യം പറയുന്നുണ്ട്. അവർ മരിച്ചത് ദൈവം അവരോട് ദേഷ്യപ്പെട്ടത് കൊണ്ടാണെന്ന് ചോദിക്കുന്നുണ്ട്. ചിലടത്ത് പറയുന്നത് യാഗപീഠത്തിൽ രക്തം അല്ലേ മൃഗത്തിൻ്റെ രക്തമൊക്കെ വീഴ്ത്തിയതുകൊണ്ട് അവർ കൊല്ലപ്പെട്ടത് അവർ പാപികളായതുകൊണ്ട് ചോദിക്കുന്നുണ്ട്. വചനം പറയുന്നു, യേശു പറയുന്നുണ്ട്, അല്ലല്ലെന്നാ പറയുന്നത്. വായിച്ചിട്ടുണ്ടോ നിങ്ങൾ? മാനസാന്തരപ്പെടാഞ്ഞാൽ നമ്മളും നിങ്ങളും അങ്ങനെ തന്നെ മരിക്കുമെന്ന് യേശുവിൻ്റെ വാക്കുകളാ. ചേർത്ത് വെച്ച് പഠിച്ചോ. ആ വാക്ക് പഠിച്ചാൽ ഹൃദയം കീറിമുറിയും. അനുദപിക്കുന്ന മനുഷ്യന് മാത്രം, അല്ലാത്തവർക്ക് ഒന്നും ഒരു കുലുക്കം ഉണ്ടാകത്തില്ല. ഇതൊക്കെ മനസ്സിലാവുന്നുണ്ട്? നമുക്ക് ലഭിക്കാൻ പോകുന്ന നിത്യതയും
നമുക്ക് ലഭിക്കാൻ പോകുന്ന വാഗ്ദത്തങ്ങളും അവകാശങ്ങളും ഓർക്കുമ്പോൾ അതൊന്നും വേണ്ടേ. പാപിയായ ഞാൻ നരകത്തിലേക്ക് പോയപ്പോൾ അവൻ എന്നെ സ്നേഹിച്ച് എൻ്റെ അടുക്കൽ വന്ന് എനിക്ക് പകരക്കാരെ മരിച്ചു ഓർക്കുമ്പോൾ നമ്മൾ അനുദപിച്ചു തന്നെ ഇരിക്കും നമ്മൾ. അതുകൊണ്ടാണ് പത്രോസ് ലേഖനത്തിൽ അല്ലേ 1-ാം അധ്യായത്തിൽ 1 പത്രോസിലെ പറയുന്നുണ്ട്, അവർ മറന്നുപോയി, മുൻകഴിഞ്ഞ പാപങ്ങളെ മറന്നുപോയി. പണ്ട് കർത്താവ് രക്ഷിച്ചതാണെന്നും പാപത്തിന് വേണ്ടി എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചതാണെന്നൊക്കെ മറന്നുപോയി. ഇപ്പോൾ സ്വയം അധികാരത്തോടെ ഇരിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അങ്ങനെ മൂന്ന് സെക്ഷനായിട്ട് പഠിക്കുക. രണ്ടാമത്തെ കാര്യം, ഇതുള്ള ബന്ധത്തിൽ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗ്ഗത്തിൽ കെട്ടപ്പെട്ടിരിക്കുമെന്ന് പറഞ്ഞ് പഠിച്ചു നമ്മൾ. രണ്ടാമത്തെ കാര്യം, യാചിക്കുന്നത് 2 പേർ യാചിച്ചാൽ എന്ത് ലഭിക്കുമെന്ന് പഠിച്ചു. 3, 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ അവരുടെ നടുവിലുണ്ടെന്ന് രണ്ടാമത്തെ സെക്ഷനിൽ പഠിച്ചു നമ്മൾ, അല്ലേ? എന്നിട്ട് താഴേക്ക് പറയുക, അതിന്ന് നമ്മൾ എന്ത് പഠിക്കാൻ പോകുകയാണ്. അപ്പോൾ പത്രോസ് 7 വട്ടം ക്ഷമിക്കണമെന്ന് കർത്താവ് പത്രോസിനോട് പറയുന്ന വാക്കുണ്ട്. ഇങ്ങനെ 3 സെക്ഷനായിട്ടാണ് ഇത് വരുന്നത്. എന്നിട്ടാണ് വേറെ പല കാര്യങ്ങൾ പറയാൻ പോകുന്നത്. അത് ഇന്ന് കഴിയുമെങ്കിൽ ഇന്ന് ഞാൻ അവർ പറഞ്ഞ് അവസാനിപ്പിക്കും. ഇത്ര നിങ്ങൾക്ക് മനസ്സിലായോ? ക്ലിയർ ആണോ? കാരണം വേദപുസ്തക അടിസ്ഥാന ഉപദേശമാണത്. രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് സഭ. മറന്നു പോകരുത് നിങ്ങൾ. ഇന്ന് കള്ളന്റെയും കൊലപാതകന്മാരുടെയും രക്ഷിക്കപ്പെടാത്തവരുടെയും പ്രാകൃത മനുഷ്യനെ കൂട്ടമായി സഭ മാറിയിരിക്കുകയാണ്. എൻ്റെ വാക്ക് ശരിയാണോ? സഭയുടെ അടിസ്ഥാനങ്ങളെക്കുറിച്ച് പിന്നീട് പഠിക്കും നമ്മൾ. എന്താണ് സഭയെന്നും സഭയുടെ അടിസ്ഥാനങ്ങളെക്കുറിച്ച് പിന്നീട് പഠിക്കും. അന്ന് എടുത്തോളാം അതിനെക്കുറിച്ചൊക്കെ. കാരണം രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. ഈ പെടാത്തവർ സഭക്കകത്ത് വന്നിരുന്ന് സഭയെ തകർക്കുകയാണെന്ന കാര്യം മറന്നു പോകരുത്. ജഡികന്മാരുടെയും ഇല്ലേ കള്ളന്മാരുടെയും ഗുഹയായി മാറി സഭ. അതൊരു ചെറുതിനൊക്കെ പുറംജാതിക്കാരെ പോലെയും ചുവക്കാരെ പോലെ എണ്ണണമെന്ന് വചനം അനുശാസിക്കുന്നെങ്കിൽ അങ്ങനെ ചെയ്യണം. അത് ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ഈ നിങ്ങൾ സഭയെ തകർക്കുന്നു. ഇന്ന് പഠിക്കും. ദൈവം പറയുക, നിങ്ങൾ സഭയെ തകർക്കുന്നു. എങ്ങനെയാണെന്നറിയാമോ? നമ്മൾ എങ്ങനെയാണ് സഭയെ തകർക്കുന്നത്? നിങ്ങൾ അവൻ്റെ മന്ദിരത്തെ തകർക്കുന്നു. എങ്ങനെയെന്നറിയാമോ? ഈ കൂട്ടായ്മ ഐക്യതയില്ലെങ്കിൽ ദൈവത്തിന് ഇവിടെ ഇറങ്ങി വരാൻ കഴിയത്തില്ല. അപ്പൊ ആരാ കുറ്റക്കാരൻ? പറ. ഐക്യതയില്ലായ്മ നമ്മുടെ ആണോ ഇല്ലയോ? ആരാ നമ്മൾ തന്നെ കുറ്റക്കാരൻ. അങ്ങനെ ഒരു മനോഹരമായ സഭയെക്കുറിച്ചാണ് ഞാനും സ്വപ്നം കാണുന്നത്. ഇടർച്ചകളുണ്ടാവും, അത് വരുമെന്നുള്ള നിശ്ചയമാണ്. പക്ഷേ അത് പരിഹരിക്കപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. ഓക്കെ, വീട്ടിൽ കടന്നു പോകാം. ഇതൊക്കെ ആഴമായി പഠിച്ചതാ, പറയാത്ത കാര്യങ്ങൾ മാത്രം പോയി നാം പറയുക. ഓക്കെ, സഭയോട് അറിയിക്കുക. ഇത്രയും 4 കാര്യങ്ങൾ. എന്നിട്ട് മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ചുവക്കാരെ പോലെയും പുറംജാതിക്കാരെ പോലെയും അവനെ എണ്ണണമെന്ന് കഴിഞ്ഞ ദിവസം പഠിച്ചു. എന്നിട്ടാണ് പറയുക 3 കാര്യങ്ങൾ പറയുന്നു. എന്താണ്? 1, നീ ഭൂമിയിൽ കിട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ കർത്താവ് സത്യമായിട്ട് പറഞ്ഞാൽ അത് സത്യം തന്നെയാട്ടോ. സത്യമായിട്ട് ഞാൻ പേന എടുത്തിട്ടില്ല, അല്ലേ? കർത്താവ് കർത്താവ് സത്യമിടണമെങ്കിൽ അതൊക്കെ അർത്ഥം ഒരുപാടുണ്ട്. മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്? ഇവിടെ പറയാ, നിങ്ങൾ ഭൂമിയിൽ കെട്ടിയാൽ 2 വ്യക്തികൾ തമ്മിൽ ശത്രുത വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഭിന്നത വെച്ചുകൊണ്ട് ഇരുന്നാൽ, മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ ഹൃദയത്തിൽ കെട്ടിവെക്കുക, അല്ലേ? ഇനി ഞാൻ അവനോട് മിണ്ടത്തില്ല, അവളോട് ഞാൻ ഫോൺ ചെയ്യത്തില്ല, അവനെ കണ്ടാൽ ഞാൻ ആ വഴി പോയി കളയും. എൻ്റെ ഹൃദയത്തിൽ ഞാൻ കെട്ടുമ്പോൾ നിങ്ങൾ ഓർക്കണം, സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കുക. ഇവിടെ നമ്മൾ അഴിക്കാത്തിടത്തോളം കാലം സ്വർഗത്തിൽ അഴിയില്ല. പ്രാർത്ഥന പിന്നെ എങ്ങനെ സ്വർഗം കേൾക്കും? നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ഉണ്ടോ നിങ്ങൾ? നമ്മുടെ പ്രാർത്ഥന പിന്നെ എങ്ങനെ സ്വർഗം കേൾക്കും? നമ്മൾ അഴിക്കണം. ഒന്ന്, നമുക്ക് തന്നെ അധികാരമുണ്ട്. വ്യക്തിപരമായി നമുക്ക് എല്ലാവർക്കും അധികാരമുണ്ട്. രണ്ടാമത്തെ വേറെ കാര്യമാ, സഭയ്ക്ക് അധികാരമുണ്ട്. കെട്ടുവാനും അഴിക്കുവാനും സഭ നേതൃത്വത്തിന് അധികാരമുണ്ട്. കാര്യം മറന്നു പോകരുത്. ഓക്കെ, അതുകൊണ്ടാണ് പറഞ്ഞത് ചുകക്കാരെയും പാപികളെയും അല്ലേ പുറംജാതിക്കാരെ എണ്ണുവാൻ പറഞ്ഞത് തന്നെയാ. സഭ കെട്ടിവെച്ച് എത്ര വട്ടം മാനസാന്തരപ്പെടുവാൻ പറഞ്ഞു. ഒറ്റയ്ക്ക് പോയി പറഞ്ഞു, കൂട്ടായി പോയി പറഞ്ഞു, സഭയോട് അറിയിച്ചു. എന്നിട്ടും അനുദപിക്കും മാനസാന്തരമില്ലെങ്കിൽ സഭ കെട്ടിയാൽ ലോകത്തിൽ ഈ സഭയിൽ നിന്ന് പോയി ലോകത്തിൽ ഏതെല്ലാം സഭയിൽ പോയാലും സ്വർഗത്തിൽ അത് ബന്ധനം തന്നെയായിരിക്കും. കാരണം ഇവിടെ അഴിക്കേണ്ടത് അഴിക്കാതെ ലോകത്തിൽ എവിടെ പോയാലും നമുക്ക് ദൈവരാജ്യത്തിന്റെ നിയമങ്ങളെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് പ്രശ്നം. നമ്മുടെ വിചാരം വേറെ എവിടെയെങ്കിലും പോയാൽ നല്ല സഭയാ, അല്ലേ? അവിടെ പോയാൽ നല്ല ഒന്നുമില്ല, ബന്ധിക്കപ്പെട്ട് കിടക്കും. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഞാൻ പറയുന്നത് ദൈവരാജ്യത്തിന്റെ നിയമങ്ങളെക്കുറിച്ചാണ്. അല്ലേ? എൻ്റെ സ്വന്തമായ നിയമങ്ങളല്ലേ ഇത്, ബൈബിളിലെ നിയമങ്ങളാണ്.
ഇത് പഠിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയാ, അത് പ്രവർത്തിക്കാൻ വേണ്ടിയാ, ആ നിയമത്തിൽ നിന്നുകൂടെ നമുക്ക് ജീവിക്കാൻ വേണ്ടിയാ. വേണ്ടേ? എങ്കിലേ ദൈവത്തിൻ്റെ പ്രവർത്തികൾ നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ. മൗനമായിരിക്കുക, എൻ്റെ പ്രവർത്തികൾ കണ്ടുകൊള്ളാമെന്ന സംഘർത്തക്കാരൻ പറഞ്ഞതുപോലെ ഇന്ന് മൗനമായിരിക്കുക മാത്രമേ ഉള്ളൂ. കാരണം ഒരു ദൈവപ്രവൃത്തിയില്ല നമുക്ക്. അല്ലേ? ഞാനൊക്കെ എത്രയോ വട്ടം കണ്ടിട്ടുണ്ടെന്നറിയാം ദൈവത്തിൻ്റെ പ്രവൃത്തികൾ. പലപ്പോഴും നമുക്കൊന്നും ചെയ്യാൻ കഴിയാതിരിക്കുമ്പോൾ അവിടുത്തെ കലകളെ കേൾപ്പിച്ച് മൗനമായിരിക്കും. അവിടുത്തെ സമയത്തിൽ, എൻ്റെ സമയമല്ല, അവിടുത്തെ സമയത്തിൽ നമ്മുടെ പല വ്യക്തികളുടെ ജീവിതത്തിൽ ചെയ്ത് കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ പറയാം, അയ്യോ ഒരിക്കൽ പോലും ചെയ്യരുതേ എന്ന് വിളിച്ചു പറയേണ്ട, നിലവിളിക്കേണ്ടി വന്ന ഗതികേടൊക്കെ എനിക്കുണ്ടായിട്ടുണ്ട്. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അത്രമാത്രം വലുതാണ്. അപ്പോൾ ഒന്ന് ഭൂമിയിൽ കെട്ടപ്പെട്ടിരിക്കും, സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. ഏതെല്ലാം സഭയിൽ മാറിപ്പോയാലും ഒരിക്കലും ഒരു ഡെലിവറൻസ് കിട്ടത്തില്ല. കാരണം അഴിക്കേണ്ടത് സഭയാണ്. ഓക്കെ. രണ്ടാമത് അതിനോട് ചേർത്ത് വെച്ച് പറയുക, ആ സഹോദരന്മാരെ ഭിന്നതയെക്കുറിച്ച് ചേർത്ത് വെച്ച് പറയുക, ഭൂമിയിൽ വെച്ച് നിങ്ങൾ രണ്ടുപേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐക്യമത്യപ്പെട്ടാൽ അത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. പക്ഷേ ലഭിക്കുന്നുണ്ടോ? രണ്ടല്ല, ഒരു 100 പേരിൽ ഒരുമിച്ച് കുത്തിരുന്ന് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ലഭിക്കുന്നില്ല. കാരണം എന്താ അറിയാമോ? ഐക്യതയില്ല. പരിഹരിക്കുന്നില്ല. ആ ഐക്യത എനിക്ക് മനസ്സിലാവുന്ന ഐക്യതയെക്കുറിച്ച് അത്രയും ദൈവം ആഗ്രഹിക്കുന്നത് ഒന്നാ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായിരിക്കുന്നത് പോലെ നമ്മളും യേശുവിൻ്റെ പ്രാർത്ഥന എടുത്ത് നിങ്ങൾ പഠിച്ചോ. ഈ യോഹന്നാനിൽ സുവിശേഷ ഭാഗം 17-ാം അധ്യായം യേശു നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അന്ത്യപ്രാർത്ഥനയുണ്ട്. ആ ഓരോ വാക്കിൽ മേലും വ്യാപരിക്കുന്ന ആഴമൊക്കെ അത്രമാത്രമുണ്ട്. ഞങ്ങളൊന്നായിരിക്കുന്ന പോലെ പിതാവും പുത്രനും ഇവരും ഒന്നായി തീരണം. പ്രാർത്ഥനയൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ ധ്യാനിക്കണം, വീട്ടിൽ പോയി ആഴമായി ധ്യാനിക്കണം. എത്ര വട്ടം പഠിച്ചാലും, ഒരു 10,000 പ്രാവശ്യം വായിച്ചാലും അതിൻ്റെ മർമ്മങ്ങളും നമുക്ക് ഗ്രഹിക്കാൻ സമയമെടുക്കുന്നു. വിടുകയാണ്. അതിനോട് ചേർന്ന് വീണ്ടും പറയുക, രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തോളൊക്കെയും ഞാൻ അവരുടെ നടുവിൽ ഉണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. സഭ കൂടി വന്നതുകൊണ്ടൊന്നും ചർച്ചാപത്തില്ല കേട്ടോ. നമ്മളിങ്ങനെ കൂടി വന്നതുകൊണ്ടൊന്നും സഭയാകത്തില്ല. ഇത് ന്യൂ ലൈഫ് എന്ന് പറയുന്ന സംഘടന മാത്രമായി പോകും. കാരണം 2 പേർ ഐക്യമത്യപ്പെട്ട്, അല്ലേ, രണ്ടുപേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാനുണ്ടെന്ന് വെറുതെ പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ 2 പേരുടെയും ദേഹിദേഹമൊക്കെ ഒന്നായിരിക്കണം. ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആത്മാവിലെങ്കിലും ഐക്യമുണ്ടായിരിക്കണം. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? 2 പേർ, അതൊരു ഭാര്യയാകട്ടെ ഭർത്താവാകട്ടെ, എന്തുകൊണ്ട് നടക്കുന്നില്ല? എത്ര കുടുംബങ്ങളിൽ ഒന്നും നടക്കാതിരിക്കുന്നത്? കാരണം 2 വ്യത്യസ്തമായ ദൃശ്യങ്ങളില്ല. ആത്മാവിൻ്റെ ഐക്യമില്ല, ഹൃദയത്തിന് ഐക്യമില്ല, അല്ലേ? ദേഹത്തിന് ഒരൈക്യവുമില്ലാതെ ജീവിക്കുമ്പോൾ അവിടെ ഒന്നും സംഭവിക്കുന്നില്ല. അതൊക്കെ വേലി പൊളിച്ചിട്ട ഭവനങ്ങൾ പോലെയായി മാറുകയാണ്. എത്രയൊക്കെ മനസ്സിലാവുന്നുണ്ട്? ഓക്കെ. ഇത് പറഞ്ഞിട്ടാണ് നമ്മൾ പഠിച്ചത്. 18-ാം വാക്യത്തിൽ പഠിച്ചു, ഭൂമി കെട്ടുന്നതൊക്കെ സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കുക. നമ്മൾ പഠിച്ച കാര്യമല്ലേ, കഴിഞ്ഞ പഠിച്ചതല്ലേ? ഒരിക്കലും അതിന് 3 കാര്യങ്ങൾ. 1 ക്ഷമിക്കാതിരിക്കുന്നത്, 2 യൂണിറ്റി ഐക്യതയില്ലാതിരിക്കുന്നത്, 4 ദൈവത്തിൻ്റെ സ്നേഹം എനിക്ക് പ്രദർശിപ്പിക്കാൻ കഴിയാതിരിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും ഈ ബന്ധനങ്ങളൊക്കെ നമുക്ക് വരാൻ കഴിയുന്നത്. ഭൂമിയിൽ 2 പേർ എത്രയും പ്രാർത്ഥിച്ചിട്ട് ലഭിക്കാതിരിക്കുന്നത് കാരണം ഈ ഒറ്റ കാര്യമാണ്. നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. ഇവിടെ പറയാൻ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചു അല്ലേ? ഇത്രയും വാക്യം 18-20 വരെയാണ് നാം പഠിച്ച് അവസാനിപ്പിച്ചത്. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിൽ ഉണ്ടെന്ന് പറഞ്ഞു. പലപ്പോഴും ദൈവം നമ്മുടെ നടുവിലില്ല, ഇല്ലേ? പലപ്പോഴും നമ്മുടെ ദൈവം നമ്മുടെ നടുവിലില്ല. കാരണം അവിടെ ഐക്യതയില്ലായ്മയാണ്. കാരണം ഹൃദയത്തിനകത്ത് മറ്റുള്ളവരുടെ പാപങ്ങൾ കിടക്കുകയാണ്, ഒരു കലവറയായി മാറുകയാണ് നമ്മളൊക്കെ. ഇത് പറഞ്ഞിട്ടാണ് ഈ 18-ാം അധ്യായം മുഴുവനും പഠിപ്പിച്ചു വരുന്ന ഒറ്റ ടോപ്പിക്കാ. എന്താ ക്ലാസ് പഠിപ്പിക്കുന്നത് ഇവിടെ? ഐക്യം, സഹോദരനുമായുള്ള വേർപാട് അല്ലേ? അങ്ങനെയല്ലേ? സഹോദരനുമായുള്ള വേർപാട്, ഈ ഒറ്റ കാര്യമാണ് പഠിപ്പിച്ചു വരുന്നത്. എന്നിട്ട് 20-ാം വാക്യത്തിൽ ഇത്രയും പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് വാക്യം ഈ 18-ന്റെ 21-ഉം 22 വാക്യങ്ങൾ നമ്മൾ വീണ്ടും പഠിക്കാൻ പോവുകയാണ്. എന്താ? അപ്പോൾ പത്രോസ്, കർത്താവേ, സഹോദരൻ എത്ര വട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം എന്ന് പത്രോസ് ചോദിക്കുക. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ മോളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ പലപ്പോഴും പത്രോസ് അവിടെ ഇല്ല. പത്രോസ് അവിടെ ഉണ്ടായി കാണണമെന്നില്ല. കാരണം വായിക്കുമ്പോൾ നമുക്ക് അതിന് മനസ്സിലാകുന്നത്. അതിനുശേഷം പത്രോസ് ചോദിക്കുന്ന കാര്യമാണ്, അല്ലെങ്കിൽ പത്രോസ് അത് മനസ്സിലായി ഉണ്ടാകത്തില്ല. എന്തുവാകട്ടെ, പത്രോസ് ചോദിക്കുക, കർത്താവേ, ഒരു സഹോദരൻ എത്ര വട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം? മനസ്സിലാകുന്നുണ്ടോ?
ഒരു ചോദ്യമാണ്. നമ്മൾ ചോദിക്കാറുണ്ടല്ലേ, എത്ര പ്രാവശ്യമായി ഈ പുള്ളിക്കാരൻ ഇങ്ങനെ ചെയ്യുന്നത്? ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഇത് തന്നെ അനുഭവം. രാത്രി 2, 3, 4 മണിവരെയൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കില്ല ഞങ്ങളുടെയൊക്കെ ജോലി. ഒന്നല്ല, പലയാവർത്തിച്ച് എത്രയോ പ്രാവശ്യങ്ങൾ ഭവനങ്ങളിൽ പോയി അവരുടെ അടുക്കൽ പോയി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത്. എത്രയോ പ്രാവശ്യങ്ങൾ. എന്തുവാകട്ടെ, കർത്താവെ, സഹോദരൻ എത്ര വട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം. നല്ലൊരു ചോദ്യമാണ്. അതിന് കർത്താവ് മറുപടി പറയുക. 7 വട്ടം മതിയോ എന്ന് ചോദിച്ചു. അതിന് യേശു അവനോട്, എത്രയാ? 7 അല്ല, 70 വട്ടമെന്ന് ഞാൻ നിന്നോട് പറയുന്നു. അല്ലേ? 70 ആഴ്ച വട്ടം ഒന്നും അല്ല ഈ പറയുന്നത്, അല്ലേ? 70 വട്ടം എന്ന് പറഞ്ഞാൽ താഴെ കാണാൻ കഴിയും. 7 × 70 490 പ്രാവശ്യം, അല്ലേ? ക്ഷമിക്കണമെന്നാണോ പറഞ്ഞത് കർത്താവ്? അല്ല. 70 വട്ടം ക്ഷമിക്കാൻ പറഞ്ഞത് അൺലിമിറ്റഡ് ആണ്. കാരണം ഇതറിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് തോന്നുന്നു 490 പ്രാവശ്യം ക്ഷമിച്ചാൽ മതിയല്ലോ. നമുക്ക് എണ്ണി വെക്കും. 5, 12, 150, 399, അല്ലേ? അവസാനം 489 വരെ. അടുത്തത് ഞാൻ കാണിച്ചാടാ, നീ അത് ഒരെണ്ണം കൂടി ക്ഷമിച്ച. കാരണം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പഠിച്ചാൽ, ക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ക്ഷമയെക്കുറിച്ച് പഠിച്ചാൽ ഒരിക്കലും അസ്തമിക്കാത്തതാണ്. അവസാനം വരെ, നമ്മൾ വിട്ടുപോകുന്നത് വരെ ദൈവം നമ്മോട് ക്ഷമിച്ചിരിക്കും. നിങ്ങൾ വേദപുസ്തകം പഠിക്കുമ്പോൾ അങ്ങനെ തന്നെ കണ്ടു പഠിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് എത്ര കടിഞ്ഞു, രക്താംബരം പോലെ കടിഞ്ഞു ഉപ്പാണെങ്കിലും ഇന്ന് ഹിമം പോലെ വെളുപ്പിക്കാൻ ഒന്ന് ഏൽപ്പിച്ച് കൊടുത്താൽ മതി, തത്സമയം ചെയ്തിരിക്കും, കഴുകി നിർമ്മലീകരിച്ചിരിക്കും, അല്ലേ? ഈ വാക്യം പറയാൻ ശ്രദ്ധിക്കണം. ഇത് പത്രോസ് അടുക്കൽ വന്ന്, കർത്താവേ, ആ സഹോദരനെ എത്ര വട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം? 7 വട്ടം മതിയോ എന്ന് ചോദിച്ചു. യേശു അവനോട്, 7 വട്ടമല്ല, 70 വട്ടം എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു, അല്ലേ? അപ്പോൾ അൺലിമിറ്റഡായി, പരിമിതികളില്ലാതെ ക്ഷമിക്കുന്ന ഒരു മനോഭാവമാണ് ദൈവം നമുക്ക് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിവിടെ താഴെ വാക്ക് പിന്നീട് ഞാൻ പറയാം. ക്ഷമ തൂക്കരുത്, ക്ഷമ അളക്കരുത്, ക്ഷമ എണ്ണരുതെന്ന് 3 വാക്യം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരിക്കലും ഞാൻ പറയാം, എണ്ണി വെക്കേണ്ട കാര്യമല്ല സഹോദരന്മാരുള്ള ക്ഷമ. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ജീവിതം അമ്പേ പരാജയപ്പെട്ടു പോകണം. കാരണം എന്നും ഇത് തന്നെയാണ്. പലപ്പോഴും ഇത് മാത്രമേ ഞങ്ങൾക്കുള്ളൂ. എന്നാലും വീട്ടിൽ പോവും, പരിഹരിക്കും. കാരണം എത്ര വട്ടമാണെങ്കിലും അത് ക്ഷമിച്ചേ മതിയാകൂ എന്നുള്ളത് ദൈവത്തിന് മാറ്റമില്ലാത്ത കൽപ്പനയാണ്. എന്തുകൊണ്ടാണ് ഞാൻ പറയാൻ പോകുന്നത്? നിങ്ങളുടെ ഹൃദയത്തിൽ അടിവരയിട്ട് കുറിച്ച് വെച്ചോ. കർത്താവ് പറഞ്ഞു, 7 ചോദിച്ചു, 7 വട്ടം മതിയോ? അല്ല, 70 വട്ടം ഞാൻ ക്ഷമിച്ചോളാം അവനോട്. ഒരുത്തൻ എന്നോട് പാപം ചെയ്തു, ഇന്ന് എന്നോട് പാപം ചെയ്തു, കൂട്ടുവേലക്കാരനാവട്ടെ, കൂട്ടു സഹോദരനാകട്ടെ, ആരുമാകട്ടെ, എന്നോട് വന്നു, അവൻ എൻ്റെ അടുക്കൽ വന്ന് എന്നോട് മാനസാന്തരപ്പെട്ടാൽ ഞാൻ അവനോട് ക്ഷമിക്കണം. ഈ ലൂക്കോസിന്റെ 17:4 വായിക്കുമ്പോൾ അവൻ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, ഇടർച്ചകൾ വരാതിരിക്കുന്നത്, വല്ലാത്തൊരു കാര്യമല്ലേ, ഇടർച്ചകൾ വരാതിരിക്കുന്ന അസാധ്യം. എൻ്റെ ദൈവമേ, അത് വല്ലാത്തൊരു വാക്കാ. എങ്കിലും അവ വരുത്തുന്നവന് അയ്യോ കഷ്ടം. അപ്പോൾ പിന്നെയും പേടി കൂടി നമുക്ക്. എന്നിട്ട് പറയാ, അവൻ ഈ ചെറിയവരിൽ ഒരുത്തിന് ഇടർച്ച വരുത്തുന്നതിനേക്കാൾ ഒരു തിരികല്ല് അവൻ്റെ കഴുത്തിൽ കെട്ടി അവനെ കടലിൽ എറിഞ്ഞു കളയുന്നത് അവന് നന്ന്. നമ്മുടെ ശരീരത്തിൽ ഉപയോഗമില്ലാത്ത, പലപ്പോഴും ഉപയോഗമില്ലെന്ന് വിചാരിക്കുന്ന ഒരു കാലിൻ്റെ ചെറിയ വിരൽ, അല്ലേ? കാലിലെ ചെറിയ വിരൽ, ഇതൊക്കെയാണെങ്കിൽ പിന്നെ നമുക്ക് ഇളക്കാൻ ആവശ്യമുണ്ട്, അല്ലേ? കാലിലെ ചെറുവിരൽ വല്ല ഉപയോഗമുണ്ടോ? പിന്നെ പെണ്ണുങ്ങൾക്ക് ആവശ്യം വരും. എന്തെങ്കിലും പറഞ്ഞാൽ കാലുകൊണ്ട് മിഴിയിടുന്നു പറഞ്ഞത്, അല്ലെ? കാലുകൊണ്ടൊക്കെ ഇങ്ങനെ കാലല്ലേ, കാല് പണ്ടൊക്കെ കാർന്നമാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നും ആകട്ടെ, അയ്യോ ശരി, ഞാൻ മായ്ച്ചത്, അല്ലേ സഹോദരൻ? ഒരു പ്രയോജനമില്ല. അപ്പം പറയുക, അയ്യോ ഞങ്ങളുടെ പ്രയോജനമില്ലെന്ന് പറയും. ഒന്നും അതല്ലേ ഞാൻ പറഞ്ഞു, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഒരു പ്രയോജനമില്ലാത്തതാണെങ്കിൽ പോലും അതിന് മാനം നൽകിയിരിക്കും എന്നൊക്കെ വായിച്ചിട്ടുണ്ടോ നിങ്ങൾ? ദൈവം അതിന് മാനം നൽകിയിട്ടുണ്ട്. അപ്പം അതിനെ നമ്മൾ നിരസിച്ചാൽ, നമ്മൾ കളിയാക്കിയാൽ, അത്രമാത്രം നമ്മെ തിരികല്ല് കെട്ടി ആഴിയുടെ അഗാധത്തിലേക്ക് തള്ളിക്കളയ, ഒരിക്കലും പൊങ്ങി വരാതിരിക്കാൻ വേണ്ടി. കാരണം അവൻ അവിടെ കിടക്കാൻ യോഗ്യതയുള്ളതെന്ന് കർത്താവ് പഠിപ്പിക്കുന്നത്, അല്ലേ? എന്നിട്ട് പറയാ, സൂക്ഷിച്ചു കൊള്ളുവിൻ, സഹോദരൻ നിന്നോട് പിഴച്ചാൽ, സഹോദരൻ നിന്നോട് പിഴച്ചാൽ അവനെ ശാസിക്കുക. ഇത് നമ്മൾ മിടുക്കന്മാരാണല്ലോ.
സഹോദരൻ പിഴച്ചാൽ ശാസിക്കാൻ നമ്മ മിടുക്കന്മാർ. അതുകൊണ്ടാണ് നമ്മളൊക്കെ നീ എന്താ കാണിച്ചത്, എന്തിനാ അവിടെ പോയത്, നീ ആരോട് പറഞ്ഞിട്ട് അവരെ മിണ്ടിയതൊക്കെ പറഞ്ഞ് നമ്മൾ ശാസിക്കും. പക്ഷെ നേരത്തെ പറഞ്ഞ വാക്കോർമ്മയുണ്ടോ? എഫെസ്യ ലേഖനത്തിൽ സ്നേഹത്തിൽ ശാസിക്കുന്നില്ലെങ്കിൽ പറഞ്ഞ ഓർമ്മയുണ്ടോ? ആഹാ, നമുക്ക് ഒരിക്കലും പറയാൻ അധികാരമില്ല. സഹോദരൻ സ്നേഹമില്ലെങ്കിൽ, സഹോദരനെ സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവനെ ശ്വാസിക്കുവാനും നമുക്ക് അധികാരമില്ല എന്ന സത്യം തിരിച്ചറിഞ്ഞേ മതിയാകത്തുള്ളൂ. നിങ്ങൾക്ക് ആരെങ്കിലോട് അല്ലേ, ആരെങ്കിലും തെറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ശാസിക്കാൻ തോന്നിയാൽ, ദേഷ്യത്തിലാണെങ്കിൽ ശാസിക്കരുത്. പിശാച് നിങ്ങളുടെ കൂടെ മുഴുവനുമുണ്ട്. ഹല്ലേലൂയ. അവനെ സ്നേഹിക്കാത്തിടത്തോളം കാലം ശാസിക്കുക പോലും അരുത്, ഫോൺ വിളിക്കുക പോലും അരുത്. അത് മനസ്സിലാവും ഞാൻ പറഞ്ഞു വരുന്ന കാര്യം. കാരണം ഇത് ക്രിസ്ത്യ ജീവിതമാണ്, ദൈവരാജ്യത്തിൻ്റെ നിയമങ്ങളാണിത്. ദൈവത്തിന് ഇടപെടണമെങ്കിൽ ആ നിയമത്തിന് കീഴിൽ നമ്മൾ നിന്നേ മതിയാകത്തുള്ളൂ. ഇല്ലെങ്കിൽ ദൈവം ഇടപെടുകയില്ല എന്ന കാര്യം പറഞ്ഞു പോകരുത്. എന്താ പറയുക? സൂക്ഷിച്ചുകൊള്ളുവിൻ, സഹോദരൻ പിഴച്ചാൽ അവനെ ശാസിക്കുക, സ്നേഹത്തിൽ ശാസിക്കുക. അവൻ മാനസാന്തരപ്പെട്ടാൽ അവനോട് ക്ഷമിക്കുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്തം, അവൻ നമ്മോട് മാനസാന്തരപ്പെട്ട് വന്നാൽ എന്ത് ചെയ്യുന്ന, അത് 7 അല്ല 70 അല്ല 490 അല്ല 10,090 ആണെങ്കിലും, ഇനി ബാക്കിയുണ്ടോ? എനിക്ക് അത്രയൊക്കെ എണ്ണ അറിയാൻ പാടുള്ളൂ. അപ്പോൾ അത്ര അല്ലേ, ഇനി 1 കോടി ആണെങ്കിലും 900 ആണെങ്കിലും ക്ഷമിച്ചേ മതിയാകത്തുള്ളൂ നമുക്ക്. കാരണം അവൻ മാനസാന്തരപ്പെട്ടാൽ അവനോട്, നമ്മോട് ആരെങ്കിലും തെറ്റ് ചെയ്തു, ഒരു സഹോദരൻ നമ്മോട് തെറ്റ് ചെയ്തു അല്ലേ, യഥാർത്ഥ ദൈവസ്നേഹം ക്രിസ്തുവിൽ പിതാവ് ദൈവം നമ്മോട് ശ്രമിച്ചത് എങ്ങനെയാ? നാം ദൈവം പാപികളായ ഇരിക്കുന്ന നമ്മുടെ അടുക്കിലേക്ക് പുത്രനെ ഇറക്കുകയാണ് ചെയ്തത് അല്ലേ. അതുപോലെ തന്നെ നാമും അവരുടെ അടുക്കൽ പോയി ചെയ്യണം, മാനസാന്തരപ്പെടണം. പക്ഷേ ഇവിടെ ചെറിയൊരു വ്യത്യാസം കാണാൻ കഴിയും. അവൻ മാനസാന്തരപ്പെട്ടാൽ അവനോട് ക്ഷമിക്കുക. ഇവിടെ ക്രിസ്ത്യ ജീവിതത്തിലെ ഏറ്റവും വലിയ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് അനുതാപവും മാനസാന്തരവുമാണ്. യൂദ ഇസ്കര്യോത്ത് അനുതപിച്ചു, മാനസാന്തരപ്പെട്ടില്ല. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം നമ്മളൊക്കെ പൊട്ടിക്കരയാൻ ഭയങ്കര ആൾക്കാരാ അല്ലേ, ഭയങ്കര കരച്ചില്ല. നമ്മളെ കരച്ചിൽ കണ്ടാൽ നമ്മളൊക്കെ ഭയങ്കര അല്ലേ, വലിയ വിശുദ്ധനും വിശുദ്ധമാരായിട്ട് നമുക്ക് തോന്നും. അത് അനുതാപം മാത്രമാണ്. മനസ്സിലായില്ലല്ലേ? അത് ഞാൻ വേറെ ക്ലാസ്സിൽ എടുത്തോളാം. സഭയുടെ ഫൗണ്ടേഷനെ കുറിച്ച് പഠിക്കുമ്പോൾ പഠിച്ചോളാം. എല്ലാവരും അനുദപിക്കാൻ ഭയങ്കര മിടുക്കന്മാരാ. വചനം കേൾക്കുമ്പോൾ പൊട്ടിക്കരഞ്ഞ് അല്ലേ, ആരുടെങ്കിലൊക്കെ കൗൺസിൽ ഇരിക്കുമ്പോൾ പൊട്ടിക്കരച്ചിലൊക്കെയാ. പക്ഷേ ഒരു ഗുണവും ഇല്ലത്. യൂദ ഇസ്കര്യോത്തെയും പൊട്ടിക്കരഞ്ഞത് അനുദപിച്ചതാ. കണ്ണു നള്ളിയിരിക്കും നിങ്ങൾ. മാനസാന്തരപ്പെടുക എന്നുള്ളതാണ് ക്രിസ്ത്യ ജീവിതത്തിന് അടുത്ത പടി. അനുതാപം മാനസാന്തരത്തിലേക്ക് നയിക്കുന്നില്ലെങ്കിൽ ഹലോ, ഒരു ഗുണവുമില്ല. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? കരച്ചിലും പിഴിച്ചിലൊക്കെ നമുക്ക് ഒരുപാടുണ്ട് നമ്മുടെ സ്റ്റോക്കിൽ, നമ്മുടെ തുരുത്തിൽ. അത് മാത്രമേ ഉള്ളൂ. തൊട്ടാ മതി കരച്ചിൽ, നമ്മൾ പൊട്ടിക്കരഞ്ഞ് കളയും. ആണോ? ചില സ്വഭാവമൊക്കെ ഉണ്ട്, തൊട്ടാ മതി അപ്പം കരച്ചില്ല. നമുക്ക് മിണ്ടുന്നില്ല. നമ്മുടെ തുരുത്തി മുഴുവൻ കരച്ചിലായതുകൊണ്ട് അത് വേറെ പ്രശ്നങ്ങളാണ്. അത് വേറെ പരിഹരിക്കാം, നമുക്കത് പിന്നീട് പരിഹരിക്കാം, കുഴപ്പമില്ല. പതിയെ വചനം വരുമ്പോൾ അതൊക്കെ മനസ്സിലായിക്കോളും നിങ്ങൾക്ക്. അപ്പോൾ പറയുക, അവനെ ശാസിക്കുക, മാനസാന്തരപ്പെട്ടാൽ അവനോട് ക്ഷമിക്കുക. ദിവസത്തിൽ 7 വട്ടം നിന്നോട് പിഴക്കുകയും 7 വട്ടം നിന്റെ അടുക്കൽ വന്ന് ഞാൻ മാനസാന്തരപ്പെടുന്നു എന്ന് പറയുകയും ചെയ്താൽ അവനോട് ക്ഷമിക്കുക. അതൊരു 10,000, 1,00,000, 1 കോടി, 900 അല്ലേ, 900 ആണെങ്കിലും അല്ലേ, ക്ഷമിച്ചേ മതിയാവും. ഇതാണ് ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ഒരു കാതലായ പണി. ഞാൻ ചോദിക്കട്ടെ, എത്ര വട്ടം വന്ന് പറഞ്ഞാലും നാം ക്ഷമിക്കേണ്ട ഉത്തരവാദിത്വം എന്തിനു വേണ്ടിയത്? എന്തിനു വേണ്ടിയാ? ഒരു സഹോദരൻ എന്നോട് പിഴച്ചിട്ട് അവന് ദിവസവും 5, 10, 1,000 പ്രാവശ്യം എന്നോട് ഒരു ദിവസം ചെയ്താലും ഞാൻ അവനോട് ക്ഷമിക്കാൻ പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? പറയാൻ പറ്റുമോ? കാരണം എന്താ? നമുക്ക് ക്ഷമ കിട്ടുന്നത് എങ്ങനെയാ? നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നത് എങ്ങനെയാ? ദൈവം നമ്മുടെ പാപത്തോട് ക്ഷമിക്കുന്നത് എങ്ങനെയാ? ഞാൻ മറ്റുള്ളവരോട് ക്ഷമിക്കുന്ന അതേ ലെവൽ വെച്ച് വേണം ദൈവത്തിന് എന്നോട് ക്ഷമിക്കുവാൻ. അപ്പോൾ മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ക്ഷമിക്കുന്നില്ലെങ്കിൽ ഞാൻ പാപം ചെയ്ത് കൂട്ടിക്കൂട്ടി എൻ്റെ ഹൃദയം മുഴുവനും കഠിനപ്പെട്ട് നരകം കയറി, അശുദ്ധി കയറി, ഞാൻ തന്നെ നരകത്തിലേക്ക് എന്നെ തന്നെ വളർത്തിയെടുക്കുകയാണ്. ആണോ ഇല്ലയോ? അപ്പോൾ ഇവിടെ പറയുന്ന അർത്ഥം, ഞാൻ 7 അല്ല 70 അല്ല എത്രയും വട്ടം അവനോട് അനുദപിച്ചാൽ, മാനസാന്തരപ്പെട്ടാൽ, ബാക്കി ശ്രദ്ധിക്കണം, മാനസാന്തരം ഞാൻ പിന്നീട് അതിനെക്കുറിച്ച് എടുക്കും, അതിനെക്കുറിച്ചൊക്കെ മാനസാന്തരപ്പെട്ടാൽ നാം ക്ഷമിച്ചേ മതിയാകത്തുള്ളൂ. ക്ലിയറാണോ? ഹല്ലേലൂയ. കാരണം ഇന്ന് അനേകർക്ക് മാനസാന്തരമില്ല. നമ്മൾ അങ്ങോട്ട് ചെന്ന് പറഞ്ഞാൽ പോലും മാനസാന്തരമില്ല. കാരണം അതിനർത്ഥം
ഞാൻ നീതിമാനായിട്ട് ഞാൻ എന്നെ കണ്ടിരിക്കുകയാണ്. എൻ്റെ വാക്ക് ശ്രദ്ധിക്കുക നിങ്ങൾ. ഞാൻ എന്നെ തന്നെ നീതിമാനായിട്ട് കണ്ടുവച്ചിരിക്കുക. ഞാൻ പാപിയല്ല, എന്നോട് ഞാൻ പാപം ചെയ്തിട്ടില്ല എന്ന് ഞാൻ എന്നെ തന്നെ വിധി എഴുതി വെച്ചാൽ ഒരിക്കലും നമുക്ക് അനുതാപവും മാനസാന്തരവും ഉണ്ടാകത്തില്ല. നിങ്ങൾ എഴുതി വെച്ചോ. നമ്മൾ ഇത് പറയുന്നത് നമ്മെ പരിശോധിക്കാൻ വേണ്ടിയാണ്. ക്ലിയർ ആണോ ഇല്ലയോ? കാരണം അതുകൊണ്ടാണ് ചിലർ തെറ്റ് ചെയ്തു പോയാലും ഒരിക്കലും അവർ വരത്തില്ല മാനസാന്തരപ്പെടുവാൻ. ഈ പാപം ഞാൻ ചെയ്തു പോയെന്ന് പറയത്തില്ല. ഒരു കാരണം അവരെ തന്നെ അവർ നീതിമാനായി എഴുതി വെച്ചിരിക്കുകയാണ്. അവരുടെ മനസ്സവരെ കബളിപ്പിച്ച് വെച്ചിരിക്കുക. പിശാച് അവരെ കളിപ്പിച്ച് വെച്ചിരിക്കുക. ആണോ ഇല്ലയോ? ഹല്ലേലൂയ. കാരണം വിഷയം ഇതാണ്. അനേകർ മാനസാന്തരം എത്ര പറഞ്ഞാൽ പോലും മാനസാന്തരം, അനുതാപം, ഒരു പക്ഷെ അനുദപിക്കും, പക്ഷേ മാനസാന്തരം ഉണ്ടാകത്തില്ല. ആണോ ഇല്ലയോ? ഞാൻ ഈ പറയുന്നതൊക്കെ നമുക്ക് ഒരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടി അവസാനം എന്താ പറയുക, ഒരു കൊയ്ത്തിന് വേണ്ടി ഇറങ്ങാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് ഉപയോഗിക്കണമെങ്കിൽ, ഈ തലമുറയിൽ ഇനി ഉപയോഗിക്കണമെങ്കിൽ ദൈവത്തെ അറിയുന്നവർക്ക് മാത്രമേ പറ്റത്തുള്ളൂ. ഈ തലമുറയിൽ ഇനി നമുക്ക് നിൽക്കണമെങ്കിൽ വചനം പറയുന്നു, കർത്താവിൻ്റെ വരവിങ്കൽ എന്താ പറയുക, ഒരു വാക്യമുണ്ടല്ലോ, തിരഞ്ഞെടുക്കപ്പെട്ട വൃദ്ധന്മാർ പോലും തെറ്റിപ്പോലും കാലഘട്ടമാണ്. അപ്പം അതുകൊണ്ട് ഈ തലമുറയിൽ നിൽക്കണമെങ്കിൽ, നമുക്ക് കർത്താവിൻ്റെ കൂടെ സാക്ഷ്യം പ്രാപിക്കണമെങ്കിൽ, അവനോടുകൂടി നിന്ന് വേല ചെയ്യണമെങ്കിൽ നമുക്ക് അവനെപ്പോലെ ആയേ മതിയാകത്തുള്ളൂ. ഇല്ലെങ്കിൽ ഈ തലമുറയിൽ ഒരു പറ്റം ദൈവ കുഞ്ഞുങ്ങൾ കൈവിടപ്പെട്ടു പോകും. കഴിഞ്ഞ വ്യാഴാഴ്ച പഠിച്ചതാണ് നമ്മൾ, ഇല്ലേ? ഒരു വെളിപ്പാട് ദിവസം 7-ാം അധ്യായത്തിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. താഴേക്ക് പഠിച്ചു വരുമ്പോൾ ഇങ്ങനെ പറയുന്നത്, അപ്പോസ്തലനായ യോഹന്നാൻ പറയുക, ഒരു പറ്റം മഹാപുരുഷാരം കുരുത്തോലയേന്തിയിരിക്കുന്നു. ഒരു വലിയ പുരുഷാരം, കൈവിടപ്പെട്ടു പോയ സഭയെന്ന സ്ത്രീയുടെ ശേഷിപ്പുള്ളവൾ, അല്ലേ? കൈവിടപ്പെട്ടു പോയവർ. കർത്താവിൻ്റെ വരവിൽ കുറച്ചുപേരെ പോയിട്ടുള്ളൂ, ബാക്കിയെല്ലാം കൈവിടപ്പെട്ടു പോയവർ. അവർ വിശുദ്ധന്മാരാ, എല്ലാം നല്ല ആൾക്കാർ തന്നെയാണ്. പക്ഷെ അത് പല പ്രശ്നങ്ങൾ കൊണ്ടല്ലേ, ഇതും അതിലൊരു പ്രശ്നം തന്നെയാണ്. ആണോ ഇല്ലയോ? അതുകൊണ്ട് ബൈബിൾ ക്ലാസ്സിന് മുടങ്ങാതെ വന്നാൽ നിങ്ങൾക്ക് ഈ പഠിപ്പിക്കുന്ന എല്ലാം തമ്മിൽ ലിങ്ക് കിടക്കുക. നമ്മുടെ ക്ലാസ്സുകളൊന്നും ഒരു ടോപ്പിനോട് അടിയുണ്ടാകത്തില്ല. എല്ലാം ഒന്നിനോടൊന്ന് ലിങ്ക് കിടക്കുകയാണ്. അറിയാം, 1600 വർഷങ്ങൾ കൊണ്ട് 40 എഴുത്തുകാർ എഴുതി വെച്ച് എല്ലാം ഒരു എഴുത്തുകാരൻ എഴുതിയ പോലെ അല്ലേ, ഒരു എഴുത്തുകാരൻ എഴുതിയ പോലെ ഇരിക്കുന്ന ബൈബിൾ അതുപോലെ തന്നെയാണ് നമ്മുടെ പഠനം. ഇവിടെ എല്ലാം ഒന്നിനോടൊന്ന് ചേർത്ത് വെച്ചിരിക്കുക. ഒരിക്കലും ഒരു വാക്യം പോലും നമുക്ക് എടുത്ത് ഇങ്ങനെ മാറിപ്പോയല്ലോ എന്ന് പറയാൻ ഇടം കൊടുത്തിട്ടില്ല ഇതുവരെയും. അല്ല, മനസ്സിലാവുന്നുണ്ടോ? അപ്പം അതുകൊണ്ട് ആരെങ്കിലും നമ്മോട് തെറ്റ് ചെയ്ത് പോയാലും അവൻ നമ്മുടെ അടുക്കൽ വന്ന് മാനസാന്തരപ്പെട്ട് നമ്മോട് ക്ഷമ ചോദിച്ചാൽ നാം ക്ഷമിച്ചിരിക്കണം. നാം ക്ഷമിക്കുന്നില്ലെങ്കിൽ ഒരിക്കലും നമ്മൾ പാപം ചെയ്തു പോയേക്കാം. നാളെ ചെയ്യില്ല എന്ന് ആരും വിചാരിച്ചേക്കരുത്. ഞാൻ വീണ്ടും പറയുന്നു, നമ്മൾ പാപം ചെയ്യില്ല എന്ന് ആരും വിചാരിച്ചേക്കരുത്. കാരണം അങ്ങനെ പറയുന്നവൻ കള്ളനാകുന്നു എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നത്, അല്ലേ? ജഡം ഇന്നുമുണ്ട്. ജഡം, ഓക്കെ അല്ലേ? ഉൽപ്പത്തി പുസ്തകത്തിൽ പിശാജ് ഹവ്വയുമായി ചേർന്നല്ലേ, പിശാചിന്റെ കബളിപ്പിക്കലിൽ, പിശാചിന്റെ ചതിയിൽ ഹവ്വയുമായി ചേർന്ന്, അല്ലെങ്കിൽ ഹവ്വയുമായി ചേർന്നപ്പോൾ അവളുടെ അകത്ത് ഉരുവായ ഒരു ജഡമുണ്ട്. അശുദ്ധ സ്വഭാവങ്ങൾ, പാപപ്രകൃതം, ഇത് പല പേരെ വിടാം നമുക്ക്. ഇല്ലെങ്കിൽ സാത്താന്റെ സന്തതി നമ്മുടെ അകത്തുണ്ട്. അർത്ഥം മനസ്സിലായോ? എന്തോ അവിടെ പിന്നെ എടുത്തോളാം അതിനെക്കുറിച്ചൊക്കെ. അപ്പം അതുപോലെ ജഡം നമ്മുടെ അകത്തുണ്ട്. മരണം വരെ അത് നമ്മുടെ കൂടെ തന്നെയുണ്ട്. അത് ദൈവം വെച്ചിരിക്കുന്ന ടെസ്റ്റാ. റോമർ 8:13 എന്താ? നീ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് അല്ലേ, മരിക്കും നിശ്ചയം. അപ്പോൾ ദൈവം നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അതെല്ലാം ജഡമെന്നും വിടുകയാണ്. ഇത്രയും മനസ്സിലായി നീ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അടുക്കൽ എത്ര വട്ടം വന്ന് ഞാൻ മാനസാന്തരപ്പെടുന്നു എന്ന് പറഞ്ഞാൽ, ക്ഷമ ചോദിച്ചാൽ ക്ഷമിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. പക്ഷെ ഇന്ന് അനേകരും, ഞാൻ ഒരു വലിയൊരു ചതി പറയാം, ഇന്ന് അനേകരും തെറ്റ് ചെയ്തു പോയാലും മാനസാന്തരപ്പെട്ടു പറ്റിപ്പോയി ബ്രദറെ, എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക്, ഇന്ന് അനേകരുടെ വായിൽ നിന്നും വരാത്തൊരു വാക്കായത്, സോറി, എന്നോട് ക്ഷമിക്ക്. അനേക വിശ്വാസികളെയും വായിൽ നിന്ന് ഈ വാക്ക് വരുന്നില്ല. തെറ്റാണെങ്കിൽ പോലും സ്വയം നീതിമാനായി കണ്ടുവച്ചിരിക്കുക നമ്മൾ. അനേക വിശ്വാസികളകത്തും കാണാത്ത ഏറ്റവും വലിയ വാക്കത്. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്ന അല്ല, നിറഞ്ഞ സങ്കടത്തോടെയും ഭയങ്കര നേരം നീട്ടോടെ തന്നെയാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഓക്കെ, ഞാൻ വിടുകയാണ്. അന്ന് കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. അപ്പോൾ ഇതുകൊണ്ട് എത്ര വട്ടം, ഒരു ദിവസം 1000 വട്ടം നിങ്ങളോട് പാപം ചെയ്തിട്ട് നിങ്ങളുടെ അടുക്കൽ വന്ന് മാനസാന്തരപ്പെട്ടു എന്ന് പറഞ്ഞാൽ
നാം അവനോട് ക്ഷമിച്ചേ മതിയാകും. അതുകൊണ്ട് പ്രിയ ദൈവകുഞ്ഞുങ്ങളെ, ക്ഷമ പറയുവാൻ പഠിക്കണം. നമ്മുടെ നാവുകൾ വളച്ച് പഠിക്കണം. നമ്മളെപ്പറ്റി നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന ആ മൂടുപടം പൊളിച്ച് കളാ. നീതിമാണെന്നുള്ള മൂടുപടം ഇന്നും ആ ഡ്രസ്സ് നമ്മൾ ഇടിപ്പിച്ചിരിക്കുക പിശാച്. നമ്മളെ ആ ഡ്രസ്സില്ലേ നീതിമാനെന്നുള്ള, മനസ്സിലാവുന്നുണ്ടോ? ആ നീതിമാൻ ഡ്രസ്സ് ഇടിപ്പിച്ച് വെച്ചിരിക്കുക. ഞാനും ശുശ്രൂഷക്കാരനല്ലേ, ഞാനും ആളല്ലേ, ഇടിച്ച് വെച്ചിരിക്കുക. ആണോ? മനസ്സിലാവുന്നുണ്ടോ? അത് ആ മൂടുപടം കീറിക്കളഞ്ഞിട്ട് അനുതാപത്തോടെ ഒരു കുഞ്ഞിൻ്റെ മുമ്പിലാണെങ്കിലും തെറ്റ് ചെയ്താൽ തെറ്റാണ് മോനെ എന്ന് പറയാനുള്ള മനസ്സ് നമുക്കുണ്ടായിരിക്കട്ടെ. കാരണം പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രമാ നമ്മളെ വലിയ ആളായിട്ട് കരുതിയിട്ട് ഇങ്ങനെ എന്താ പറയുക ഇട്ട് വെച്ചിരിക്കുക നമ്മളെ. അങ്ങനെയല്ല. ക്രിസ്ത്യ ജീവിതം ശുശ്രൂഷ ജീവിതമാണ്, എളിയ ജീവിതമാണ്. ഹല്ലേലൂയ. എങ്കിൽ മാത്രമേ നമുക്ക് തെറ്റ് വന്നു പോയാൽ വരുമെന്നുള്ളത് സത്യമാണ്. വന്നാൽ നമുക്ക് മറ്റുള്ളവരോട് സോറി ചോദിക്കാൻ, ക്ഷമിക്കണമേ എന്ന് പറയുവാൻ ദൈവകൃപയില്ലാതെ കഴിയത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? അതുമാത്രമല്ല, എൻ്റെ പാപം ദൈവം ക്ഷമിച്ചു തരണമെങ്കിൽ അത് വേണം. നോക്കിക്കോ, നാം മറ്റുള്ളവരെ പാപത്തെ ക്ഷമിച്ചു കൊടുക്കാത്തത് കൊണ്ട് എൻ്റെ അകത്ത്, ഒരു വ്യക്തിയുടെ അകത്ത് ചെയ്തു കൂട്ടുന്ന ഓരോ ദിവസം ചെയ്തു കൂട്ടുന്ന പാപങ്ങൾ കൂടിക്കൂടി ഹൃദയം കഠിനമായി ജീവിക്കുന്ന എത്രയോ ആൾക്കാർ എനിക്കറിയാമോ. അവസാനം വലിയൊരു പുതപ്പിട്ടിരിക്കുക, വെള്ളയുടെ പുതപ്പിട്ടിരിക്കുക. ഞാനല്ല, അവരാണ് കാരണക്കാർ പറയുന്നത്. മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്? പറിച്ചു കളഞ്ഞ ക്രിസ്തുവിൻ്റെ വചനത്താൽ അവരുടെ ആത്മാവിനാൽ പറിച്ചു കളഞ്ഞിട്ട് എല്ലാവരോടും ക്ഷമയോ പറിച്ച് മാനസാന്തരപ്പെട്ട് വന്നാൽ ക്ഷമിച്ചു കൊടുക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകട്ടെ. ഓക്കെ, മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നാം അവനോട് ക്ഷമിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ നാം വലിയ തടവറയിലായി മാറിപ്പോവും. നമ്മൾ ക്ഷമിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ നാം തന്നെ തടവറയിലായി പോവും. അവൻ നിമിത്തം നാമും ബന്ധിക്കപ്പെട്ടു പോകും. ക്ലിയർ അല്ലേ? കാരണം എൻ്റെ ഉത്തരവാദിത്തമാണ് അവൻ മാനസാന്തരപ്പെട്ട് ക്ഷമ ചോദിച്ചാൽ ക്ഷമ കൊടുക്കേണ്ട ഉത്തരവാദിത്തം. അതിനൊക്കെ ഹൈ റേഞ്ചാ അവിടെ പോയി മാനസാന്തരപ്പെടുക എന്നുള്ളത്. അത് അവിടെ നിൽക്കട്ടെ. ഇവിടുത്തെ വാക്യത്തിൽ മാത്രം പറയാം. അവൻ നിന്റെ അടുക്കൽ വന്ന് ഞാൻ മാനസാന്തരപ്പെടുന്നു എന്ന് പറയുകയും ചെയ്താൽ അവനോട് ക്ഷമിക്കുക. എത്ര 1000 പ്രാവശ്യം പറഞ്ഞാലും ക്ഷമിച്ചു കൊടുക്കണം. രണ്ടാമത്തെ കാര്യം, ക്ഷമിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ അവൻ്റെ പാപം എന്നെ നരകത്തിലേക്ക് കൊണ്ടുപോകും. കാരണം എൻ്റെ ഉത്തരവാദിത്തമാത്. നിങ്ങൾ അറിയണം, ഇത് ദൈവത്തിൻ്റെ കൽപ്പനയാ. നോക്കിയേ, ഒരു വ്യക്തി എന്നോട് പാപം ചെയ്തു. അദ്ദേഹം എന്നോട് വന്ന് പല വട്ടം പറഞ്ഞു മാനസാന്തരപ്പെടാൻ, എന്താ ഞാൻ ക്ഷമ ചോദിക്കുന്നു പറഞ്ഞാൽ ഞാൻ ക്ഷമിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന വചനലംഘനമാണ്. കാരണം കൊടുക്കേണ്ട ഉത്തരവാദിത്വം എൻ്റെ മക്കളുണ്ട്. അവൻ്റെ കടം ഞാൻ ഇളച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം എൻ്റെ മക്കളുണ്ട്. ഞാൻ അത് കൊടുക്കുന്നില്ലെങ്കിൽ എൻ്റെ വാക്ക് ശരിയല്ലേ, അത് എൻ്റെ മക്കൾ സൂക്ഷിക്കുകയാണ്. അത് ഏറ്റവും വലിയ പാപമായി മാറുകയാണ്. വചനലംഘനം പാപം. എൻ്റെ ഉണ്ടോ എല്ലാവരും? അതുകൊണ്ട് മറന്നു പോകരുത്. ഈ വാക്യങ്ങളൊക്കെ അത്രയും ആഴമുണ്ട്. കാരണം സ്വർഗത്തിൽ ബന്ധിച്ചു വെക്കാൻ ഇടയുള്ള സാര്യമാ. ഇവിടെ എത്ര വലിയ ഹോമം നടത്തിയാലും, അങ്ങനെയാണല്ലോ ഇപ്പോഴത്തെ പരിപാടി. എത്ര ദിവസം ഹോമോ? എന്തെങ്കിലും പ്രശ്നമുണ്ടായി, ഈ പണ്ട് മഴ പെയ്തില്ല, മഴ പെയ്യാൻ വേണ്ടി ഹോമം നടത്തി, എല്ലാവർക്കും അറിയാലേ, മഹർഷിമാരെ ഹോമം നടത്തി എന്നിട്ട് മഴ പെയ്യിക്കുന്ന പരിപാടി. അതുപോലെ ഒരു തെറ്റ് ചെയ്ത് ഒന്ന് എന്താ പറയുക, തെറ്റ് ചെയ്തിട്ട് അത് ക്ഷമിക്കാതിരുന്നിട്ട് ഏടിരുന്ന് 21 ഉപവസിച്ചെന്നൊക്കെ പറഞ്ഞ് ഹോമം ചെയ്തുകൊണ്ടൊന്നും എനിക്ക് പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? വിടുതലൊന്നും കിട്ടത്തില്ല. പരിഹരിക്കേണ്ടത് പരിഹരിച്ചോളണം. പ്രാർത്ഥന വാഗൊണ്ട് മാത്രമല്ല, പ്രാർത്ഥന പ്രവൃത്തിയിലും ഉണ്ടാകണം. എൻ്റെ വാക്ക് കുറിച്ചിട്ട് നിങ്ങൾ, പ്രാർത്ഥന വാഗൊണ്ട് മാത്രമല്ല, ഞാൻ ക്ഷമിച്ചു എന്ന് പറയുന്ന വാഗൊണ്ട് പറയുന്ന മാത്രമല്ല, പ്രവൃത്തിയിലും മാനസാന്തരത്തിൻ്റെയും ക്ഷമയുടെയും വാക്കുകൾ വന്നിരിക്കണം. എൻ്റെ വാക്ക് ശ്രദ്ധിച്ചോ നിങ്ങൾ? ക്ലിയർ ആണോ? വാക്കിൽ അവസാനിപ്പിക്കരുത്. പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഭയങ്കര വിശുദ്ധന്മാരാ അല്ലേ? രാവിലേക്ക് എന്താണെന്നറിയാമോ നമ്മുടെയൊക്കെ പ്രാർത്ഥന? വിശുദ്ധന്മാരുടെ പ്രാർത്ഥന അല്ലേ? പക്ഷേ നേരിട്ട് കാണുമ്പോൾ അതുകൊണ്ട് പ്രാർത്ഥന ദൈവസ്ഥാനിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ മാത്രമല്ല, കാണുമ്പോഴും അതുണ്ടായിരിക്കണം. അതിൻ്റെ ഫലം കണ്ടിരിക്കണം നമ്മൾ. ഓക്കെ, വിടുകയാണ്, മുന്നോട്ട് പോകുന്നില്ലല്ലോ. നിങ്ങൾക്ക് മനസ്സിലായോ? എന്നിട്ട് എഫെസ്യരിൽ 4:32 പറയുന്നു, എല്ലാ കയ്പും കോപവും ക്രോധവും കുറ്റാലവും ദൂഷണവും സകല ദുർഗുണങ്ങളുമായി നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. നിങ്ങൾ തമ്മിൽ ദൈവം മനസ്സലിവുള്ളവരുമായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം. വാക്കി മറന്നുപോട്ട് ആഴമായ മർമ്മമാ. നാം പാപികളായിരിക്കുമ്പോൾ അവൻ ഇങ്ങോട്ട് വന്ന് നമ്മോട് ക്ഷമിച്ചതുപോലെ തന്നെ ആയിരിക്കണം നമ്മൾ അങ്ങോട്ട് ക്ഷമിക്കേണ്ടത്. ലൂക്കോസ് പഠിപ്പിച്ചതല്ല,
അവൻ തെറ്റിയത് നമ്മോട് വന്ന് മാനസാന്തരപ്പെട്ടാൽ ക്ഷമ ചോദിച്ചാൽ കൊടുക്കണമെന്നുള്ളതാണ്. അതിനേക്കാൾ ഹൈ റേഞ്ചാണ് ഇപ്പോൾ ലേഖനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്, അല്ലേ? മത്തായി 6:12, 14, 16 വാക്യം പഠിക്കുമ്പോൾ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ, അവിടെയും കണ്ടീഷൻ വെച്ചിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. കണ്ടീഷൻ, കർത്താവേ നീ എൻ്റെ പാപത്തോട് ക്ഷമിക്കണമെന്ന് പറയുമ്പോൾ, പറയാൻ ദിവസം ഉണ്ടല്ലോ ഇഷ്ടം പോലെ നമ്മുടെ മക്കൾ, അല്ലേ? കണ്ണുകൊണ്ടും ചിന്ത കൊണ്ടും വാക്കുകൊണ്ടും, അല്ലെ, പ്രവൃത്തി കൊണ്ടൊക്കെ ഇഷ്ടംപോലെ പറയുവാൻ രാവിലെയോ രാത്രിയൊക്കെ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഇഷ്ടംപോലെ പ്രാർത്ഥിക്കാൻ നമുക്ക് വേണ്ടിയുണ്ട്. ഓർക്കണം, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി വരണമെങ്കിൽ, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ നിൽക്കുന്നതിന് മുമ്പായിട്ട് ആദ്യം ചെയ്യേണ്ട പടി എന്താണെന്നറിയാമോ? ഞാൻ ആരോടെങ്കിലും എന്തെങ്കിലും ഇളച്ചു കൊടുക്കാനുണ്ടോ? ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടോ? ഞാൻ ആർക്കെങ്കിലും കടപ്പെട്ടിരിക്കുന്നുണ്ടോ? വാക്കുകളൊക്കെ അവിടുത്തെ വാക്കി ബൈബിള് വാക്കാ ആണോ ഇല്ലയോ? നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ട പടി ഏതാ? അല്ലാതെ കർത്താവേ ഞാൻ ഇന്ന് ചെയ്തു പോയി, അത് നല്ല ഒരു ആത്മീയ ലക്ഷണമാണ്, അല്ലേ? ഞാൻ ഇത് ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ കാര്യമില്ല. അതിനൊക്കെ മുമ്പേ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. മറ്റുള്ളവരോട്, സഹോദരന്മാരോട് ഞാൻ എന്തെങ്കിലും കടപ്പെട്ടിരിക്കുന്നുണ്ടോ? അത് ആദ്യം പരിഹരിച്ചാൽ രണ്ടാമത് അടുത്ത പ്രാർത്ഥന വാ തുറക്കണ്ട, സ്വർഗം നിന്റെ സൗഖ്യം തന്നിരിക്കും. കാരണം ചെയ്യേണ്ട റൂട്ടുകളുണ്ട്, ഒക്കെ ഓർഡറാണതെല്ലാം, ഇല്ലേ? പണ്ടിവിടെ പഠിച്ചിട്ടുണ്ട്, കർത്താവ് ശിഷ്യന്മാരെ വിളിക്കുമ്പോൾ നീ പോയി പ്രസംഗിക്കുക, ദൈവരാജ്യം പ്രസംഗിക്കാൻ പറഞ്ഞു. രണ്ടാമത് ചെയ്യാൻ പറഞ്ഞ കാര്യം ഉദങ്ങളെ പുറത്താക്കുക, പ്രവചിക്കുക, വീര്യപ്രവൃത്തി ചെയ്യുക എന്ന് പറഞ്ഞ രണ്ടാമത്തെ കാര്യം. ഇന്ന് ലോകത്തിൽ കാണുന്നത് തിരിച്ചിട്ടു. പ്രസംഗിക്കാൻ പറഞ്ഞ ദൈവരാജ്യം ഒട്ടും അറിയത്തുമില്ല. ഭൂതങ്ങളെ പുറത്താക്കുക അല്ലെങ്കിൽ രോഗികളെ സൗഖ്യമാക്കുക എന്ന് പറയുന്ന ചെയ്യാൻ പറഞ്ഞ കാര്യം പ്രസംഗിച്ച് നടക്കുക. വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? അതുതന്നെ ഇതും, അതുതന്നെ ഇവിടെ സംഭവിക്കുന്നത്. ഓക്കെ, മാർക്കോസ് അവർക്ക് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ വിടുകയാണ്. 11-ാം അധ്യായം 25-26 വാക്യം പഠിക്കുമ്പോൾ, നിങ്ങൾ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കേണ്ടതിന് നിങ്ങൾ ആരോടെങ്കിലും വല്ലതുമുണ്ടെങ്കിൽ അവനോട് ക്ഷമിപ്പിൻ. ഈ മർമ്മം നിങ്ങൾ സൂക്ഷിച്ചിട്ടോ? കർത്താവിൻ്റെ വചനമാ, അല്ലേ? പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മുടെ സഹോദരങ്ങളെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഫ്രീ ആക്കി വിടുക. ക്ഷമിക്കാർത്തുന്ന ഫ്രീ ആക്കി, നമ്മളെ ഫ്രീ ആക്കി അഴിച്ചു വിടുക എന്നർത്ഥം. നമ്മുടെ ഹൃദയത്തിൽ ഒരിക്കൽ പോലും അവനില്ല, അവൻ്റെ തെറ്റുകളില്ല, അവൻ പറഞ്ഞ വാക്കുകളില്ല, ആണല്ലോ. വാക്കുകൾ ഉണ്ടെങ്കിൽ അവനെ കാണുമ്പോൾ അകത്ത് കിരികിരിപ്പ്, അല്ലേ? അകത്തൊരു കിരികിരിപ്പൊക്കെ വന്നാൽ ഓർത്താൽ മതി, പോയിട്ടില്ല. ഓക്കെ, ഇത്ര നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? അപ്പോൾ നമ്മൾ ഇവിടെ മുതൽ കണ്ടുവരികയാണ്. ഇവിടെ മത്തായി 18-ാം അധ്യായം മുതൽ 7 മുതൽ 35 വരെയുള്ള വാക്കുകൾ നമ്മൾ പഠിച്ചു വരികയാണ്. അതിൽ നമ്മൾ 2-3 സെക്ഷനായി ഓരോ കാര്യങ്ങൾ പഠിച്ചു വരികയാണ്. എന്തൊക്കെയാണ്, എങ്ങനെയാണ് സഹോദരൻ നേടുക എന്നുള്ള കാര്യം പഠിച്ചു വരിക. സഭയോട് അറിയിക്കുക, അവനെ പുറത്താക്കുക. 3 കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ പഠിച്ചു. ഭൂമിയിൽ ബന്ധിക്കുക. 2 കൂടി വരുന്നിടത്തൊക്കെ ഇങ്ങനെ ഓരോ കാര്യം പറഞ്ഞു വന്നിട്ട് 7 വർഷം ക്ഷമിച്ചാൽ മതിയോ എന്ന് പത്രോസ് ചോദിക്കുന്നുണ്ട്. 70 വട്ടമെന്ന് കർത്താവ് പറയുന്നുണ്ട്. എന്നിട്ട് ഇത്രയും പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് ഇതിൻ്റെ ബാക്കി ഒരു ഉപമ കർത്താവ് പഠിപ്പിക്കുക. ഇത്രയും പറഞ്ഞ ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ആഴ്ചകളായി നമ്മൾ അതിനെ ഇതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത്രയും പറഞ്ഞിട്ട് ഞങ്ങൾ 7 വട്ടം ക്ഷമിച്ചാൽ മതിയോ എന്നൊക്കെ പറഞ്ഞ് കർത്താവ് 70 വട്ടം എന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് ലാസ്റ്റ് എല്ലാം കഴിയുമ്പോൾ കർത്താവ് ഒരു ഉപമ പഠിപ്പിക്കുന്നുണ്ട്. വളരെ വലിയ അർത്ഥവത്തായ ദൈവരാജ്യത്തിൻ്റെ ഉപമയാണത്. ഒരു തള്ളിക്കളയാൻ നമുക്ക് കഴിയത്തില്ല. നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ നിന്റെ പാപങ്ങളെ ഓർക്കുന്നത് പോലുമില്ല. സത്യമാ, ഞാനും വിശ്വസിക്കുന്ന ആളാണ്. എൻ്റെ പാപങ്ങളെയെല്ലാം, മുൻകാല പാപങ്ങളെയെല്ലാം ആഴങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞ് കളഞ്ഞ സത്യമായ കാര്യമാണ് ഞാനും വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ വേദപുസ്തകം ആഴങ്ങളിലേക്ക് പഠിച്ചു വരുമ്പോൾ, ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളിലേക്ക് വരുമ്പോൾ അതല്ല കാണുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇത്രയും സഹോദരനും സഹോദരി ആ സഹോദരന്മാരുടെ കൂട്ടായ്മയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണെന്നും സഹോദരനുമായുള്ള എൻ്റെ ജീവിതവും എൻ്റെ പ്രവൃത്തികളും എങ്ങനെയായിരിക്കുമെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച ശേഷം കർത്താവ് അതേ അധ്യായത്തിൽ ഒരു ഉപമ പഠിപ്പിക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അത് ഇത്തിരി ആഴമായി ചിന്തിക്കേണ്ട ആവശ്യം നമുക്കുണ്ട്. അതുകൊണ്ട് ആ ഉപമയിലേക്ക് നമുക്ക് കടക്കാം. മത്തായി 23 മുതൽ നമ്മളിപ്പോൾ പഠിച്ചു വെച്ചിരിക്കുന്നത് 22 വരെ, അല്ലേ? മത്തായി 18-ാം അധ്യായം 21 മുതൽ 22 വരെയാണ് നമ്മൾ 70 വട്ടം ക്ഷമിക്കുക എന്ന് പറഞ്ഞത്. ഇനി 23 മുതൽ അവിടെ 35 വരെ ഒരു ഉപമയെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ഞാനൊന്ന് ചോദിക്കട്ടെ, എത്രയൊക്കെ സൗഖ്യമാവുന്നുണ്ട്?
ആ, നായയുടെ കാര്യം പറഞ്ഞ പോലെയോ, 12 കാലം കുടലിട്ടാലും കുടലി വളഞ്ഞു പോകുന്നല്ല നേരെ അല്ല. ഇതൊക്കെ ഞാനൊന്ന് പറയാം, ദൈവത്തിന് സൗഖ്യമാക്കാൻ വെച്ചിരിക്കുന്ന 2 മാർഗ്ഗങ്ങൾ. ഒന്ന് അവൻ്റെ വചനവും, അല്ലേ? 4 കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് നമ്മൾ. എന്നാലും ആ വചനത്തിനകത്ത് ആ ജീവനും ആത്മാവും ഇരിക്കുന്നത്, അത് പ്രാപിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾക്ക് ലോകത്തിൽ എവിടെ പോയാലും നടക്കത്ത്. എത്ര ഡെലിവറൻസ് ക്ലാസ് കൂടിയാലും. സണ്ണി പാസ്റ്റർ ഞാൻ പറഞ്ഞില്ലേ, ഒരാൾ എന്നോട് ഈയിടയ്ക്ക് പറഞ്ഞതാ, ഓ ആ ബ്രദറാണോ, ഞങ്ങളുടെ ആ ഫാമിലിയാണോ, ആ ഫാമിലി ഞങ്ങളുടെ അടുത്ത് 10 പ്രാവശ്യം വന്ന് ഡെലിവറൻസ് ക്ലാസ്, ഈ സണ്ണി ബ്രദറിൻ്റെ, അല്ലേ, സണ്ണി പാല മറ്റോ എന്ന് പറയും, മറ്റോ അദ്ദേഹത്തെ ആ പാസ്റ്ററിൻ്റെ അടുക്കൽ വന്ന് 10 പ്രാവശ്യം കൂടിയതാ. ജീവിതത്തിൽ മാറ്റമില്ല. കാരണം എന്നറിയാമോ, അവർ തന്നെ സാക്ഷ്യം പറയുക. എത്ര കൂടിയിട്ട് കാര്യമില്ല, കൂടുന്നതല്ല കാര്യം, കേൾക്കുമ്പോൾ അനുസരിക്കുക എന്നുള്ള കാര്യം. ഞാൻ പിന്നീട് എടുത്തോളാം. വിശ്വാസത്തിന് അനുസരണം വരുത്തുക എന്ന വാക്കുണ്ട്, മനോഹരമായ വാക്കാണ്. വിശ്വാസത്തിന് അനുസരണം വരുത്തുക, അത് എൻ്റെ ഉത്തരവാദിത്വമാണ്. ദൈവം ചെയ്യാൻ തയ്യാറാണതൊക്കെ. പക്ഷേ എനിക്ക് എൻ്റെ ഹൃദയത്തിന് ഒരു താല്പര്യമില്ലെങ്കിൽ ഒരിക്കൽ പോലും വിശ്വാസം നമുക്കുണ്ടാകത്തില്ല, അതിനനുസരണവും ഉണ്ടാകത്തില്ല. ഈ യോഹന്നാൻ 3:16 വായിക്കുന്ന നമുക്കെല്ലാവരും 3:16 അല്ലേ? എന്താ? തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടത് തരുവാൻ തക്കവണ്ണം അവൻ എന്ന് പറഞ്ഞ് തൊട്ട് താഴെ പറയുന്നു, അവർക്ക് ന്യായവിധിയില്ല, ശിക്ഷാവിധിയില്ല എന്നൊക്കെ പറഞ്ഞു വരികയാണ്. പറഞ്ഞു വന്നിട്ട് 36 വാക്യം ഓർമ്മ ശരിയാണെങ്കിൽ 3-ാം അധ്യായം 36-ാം വാക്യത്തിൽ വരുമ്പോൾ വിശ്വസിക്കുന്നവന് വായിച്ചേ. ഒരു മിനിറ്റ് അതിന് മുമ്പ് 3:16-17 വാക്യം വായിച്ചേ, ഉറക്കെ വായിച്ചോ. അത് സെയിം. അടുത്ത വാക്യം. തൊട്ട് മോളിൽ അവിടെ താഴേക്ക് പഠിക്കുമ്പോൾ ഒരു കാര്യം കാണാൻ കഴിയും. വിശ്വസിക്കുന്നവനെ എന്തില്ല? വിശ്വസിക്കുന്ന എന്തില്ല? ന്യായവിധിയില്ല. വാക്യം നിങ്ങൾക്ക് കാണാൻ കഴിയും അവിടെ. മൊത്തം അതാ വരുന്നത്. പക്ഷേ അതിൻ്റെ 3:36 വരുമ്പോൾ ഇതൊന്നും അല്ല അവിടെ പറയുന്നത്. ഇത് പറഞ്ഞ് വായിച്ചേ 36-ാമത് വാക്യം. വിശ്വസിക്കുന്നവൻ ന്യായവിധിയില്ല, അല്ലേ? 36. വാക്യം നോക്കിയേ. മതി. മരണം വസിക്കാമല്ലേ? എന്താണെന്നറിയാമോ? പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ, വിശ്വസിക്കുന്ന നിത്യജീവനുണ്ട്. തൊട്ട് മോളിൽ പറഞ്ഞു വരികയാ, വിശ്വസിക്കുന്ന ന്യായവിധിയില്ല എന്ന് പറഞ്ഞ് താഴേക്ക് വന്നിട്ട് പറയുക. അടുത്ത വാക്യം പറയുക, അനുസരിക്കാത്തവനോ ജീവനെ എന്നുവെച്ചാൽ നരകം മാത്രമേ ഉള്ളൂ അവന്. ചെറിയ വാക്യമാണ്, ഞാൻ പിന്നെ എടുത്തോളാം അതിനെക്കുറിച്ചൊക്കെ, വേറെ ക്ലാസ്സിൽ എടുത്തോളാം അതിനെക്കുറിച്ച്. ഈ വിശ്വാസം എന്നത് എന്താണെന്നറിയാമോ? വിശ്വാസം എന്നത് അതനുസരണമാണ്. നമ്മുടെ വിചാരം ഞാൻ ബ്രദറെ വിശ്വസിക്കുന്നത്, എൻ്റെ അതൊന്നും അല്ലേ, ചുമ്മാ മസിൽ പിടിക്കാൻ മാത്രമേ ഉള്ളൂ, ഒന്നും നടക്കത്തില്ല. വിശ്വാസം എന്നത് അനുസരണമാണ്. പല കാര്യമുണ്ട്, ഞാൻ ചോദിച്ച് പിന്നീട് എടുക്കുമ്പോൾ മനസ്സിലായിക്കോളും. അനുസരണമില്ലെങ്കിൽ എന്തില്ല? വിശ്വാസമൊന്നുമില്ല, ചുമ്മാ ഈ മസിൽ പിടുത്തം മാത്രമേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. ആണോ ഇല്ലയോ? ഇന്ന് നമുക്കില്ലാത്ത സാധനം അത് തന്നെയാണ്, അനുസരണം. നമുക്കില്ലാത്ത സാധനം അനുസരണം. വിശ്വാസമൊക്കെ ഉണ്ട്, എല്ലാം നമുക്കുണ്ട്, എല്ലാ മിനിസ്ട്രിയും ഉണ്ട്, ഫയറാണ്, ടച്ചാണ് ഫയർ, ഒക്കെയാണ്. പക്ഷെ എന്തില്ല? അനുസരിക്കുന്നില്ലെങ്കിൽ വിശ്വാസത്തെ വേറൊരു മുഖത്തിലേക്ക് കൊണ്ടുവരിക, നമ്മൾ പിന്നെ ഒക്കെ വിടുക. അപ്പോൾ 18-ാം അധ്യായം 23 മുതൽ 35 വരെ അടിക്കുമ്പോൾ ഒരു ഉപമ പഠിപ്പിക്കുക, അല്ലേ? ഇത് വായിച്ചിട്ട് നമുക്ക് ഇന്ന് ഊണിക്കാൻ വേണ്ടി പിരിയാം. സന്തോഷമില്ല. സ്വർഗരാജ്യം അല്ലെങ്കിൽ ദൈവരാജ്യം തൻ്റെ ദാസന്മാരുമായി കണക്ക് തീർപ്പാൻ ഭാവിക്കുന്ന ഒരു രാജാവിനോട് സദൃശ്യം. ഒരു ഉപമ പറയുകയാണ്. ദൈവരാജ്യത്തിന് ഉപമകളാണ്, എല്ലാ മർമ്മങ്ങളും ആഴമായി കിടക്കുന്ന ഉപമകളാണ്. അതും സ്വർഗരാജ്യം എന്നത് ഒരു ദാസനുമായി കണക്ക് തീർപ്പാൻ ഭാവിക്കുന്ന ഒരു രാജാവിനോട് സദൃശ്യം. അവൻ കണക്ക് നോക്കി തീർന്നപ്പോൾ 10,000 തലന്ത് കടപ്പെട്ട ഒരുത്തനെ അവൻ അടുക്കൽ കൊണ്ടുവന്നു. അതെന്താണെന്ന് ഉച്ചയ്ക്ക് ശേഷം പറയും. അവന് വീട്ടുവാൻ വകയില്ലായകയാൽ അവൻ്റെ യജമാൻ അവനെയും ഭാര്യയെയും മക്കളെയും അവനുള്ളതൊക്കെയും വിറ്റ് കടം തീർപ്പാൻ കൽപ്പിച്ചു. അവിടെ മത്തായി വേറൊരു ഭാഗത്ത് പറയുന്നു, അവസാന ചില്ലിക്കാശ് കൊടുത്തു തീരുവോളം
അവിടെ നിന്ന് പുറത്തു വരാൻ കഴിയത്തില്ല. ഇന്നല്ല, അടുത്ത ആഴ്ചകളിൽ, അടുത്ത മാസങ്ങളിൽ ഞാനെക്കുറിച്ച് സംസാരിക്കും. അതേ വാക്ക് എല്ലാം ചേർന്ന് വരികയാണ്. അണ്ട് പറയാം. അതുകൊണ്ട് ആ ദാസൻ വീണവൻ നമസ്കരിച്ചു. ഇപ്പം മാനസാന്തരമുണ്ട്. ഓക്കെ അല്ലേ? നമസ്കരിച്ചു. യജമാനനെ, എന്നോട് ക്ഷമ തോന്നണമേ, ഞാൻ സകലതും തന്നു തീർക്കാമെന്ന് ഒരിക്കലും നടക്കത്തില്ല അല്ലേ? എന്നാലും മാനസാന്തരപ്പെട്ടു പുള്ളി. അതാണ് അവിടുത്തെ അർത്ഥം. ഓക്കെ, വിടാം. അപ്പോൾ ആ ദാസന്റെ യജമാനൻ മനസ്സലിഞ്ഞ് അവനെ വിട്ടയച്ചു, കടവും ഇളച്ചു കൊടുത്തു. ആ ദാസൻ പോകുമ്പോൾ തനിക്ക് 100 വെള്ളിക്കാശ് കടപ്പെട്ട ഒരു കൂട്ടുദാസനെ കണ്ടു. തൊണ്ടക്ക് പിടിച്ച്, തൊണ്ടക്കാണെങ്കിൽ കുഴപ്പമില്ല, ഇപ്പം ഫേസ്ബുക്കിൽ വാട്സപ്പിലൊക്കെ ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്, അല്ലേ? തൊണ്ടക്ക് പിടിച്ച് ഞെക്കി, നിന്നെ കടം തീർക്കുക എന്ന് പറഞ്ഞു അല്ലേ? അവൻ്റെ കൂട്ടുദാസൻ അവനോട് ക്ഷമ തോന്നണമേ, മറ്റവൻ നിലവിളിച്ചതുപോലെ ഇവനെ നിലവിളിച്ചു. ഞാൻ തന്നു തീർക്കാമെന്ന് അവനോട് അപേക്ഷിച്ചു. ഇവന് ഈ പറഞ്ഞ വാക്കൊക്കെ അവനും പറഞ്ഞ വാക്കാ പണ്ട് ഉള്ളല്ലേ. എന്നാൽ അവൻ മനസ്സില്ലാതെ ഉടനെ ചെന്ന് കടം വീട്ടുവോളം അവൻ തടവിലാക്കി വെച്ചു. ഇത് സംഭവിച്ചത് തൻ്റെ കൂട്ടുദാസന്മാർ കണ്ടിട്ട് വളരെ ദുഃഖിച്ചു. ചെന്ന് സംഭവിച്ചതൊക്കെ യജമാനെ ബോധിപ്പിച്ചു. യജമാൻ അവനെ വിളിച്ചു, ദുഷ്ടദാസനെ, അല്ലേ? ഇത് തന്നെയല്ലേ? നീ എന്നോട് അപേക്ഷിക്കയാൽ ഞാൻ ആ കടം ഒക്കെയും ഇളച്ചു തന്നുവല്ലോ. എനിക്ക് നിന്നോട് കരുണ തോന്നിയതുപോലെ നിനക്കും കൂട്ടുദാസനോട് കരുണ തോന്നണ്ടല്ലയോ എന്ന് പറഞ്ഞു. അങ്ങനെ യജമാനൻ കോപിച്ചു, അവൻ്റെ കടമൊക്കെയും തീർക്കുവോളം അവനെ ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. എന്നിട്ട് പറയുന്നത്, നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോടും ചെയ്യും. ഒന്നും കൂടി ആവർത്തിക്കാം. നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോടും ചെയ്യും. എങ്ങനെ തന്നെ? ന്യൂനച്ചിട്ട് നമുക്ക് വരാം. വന്നിട്ട് നമുക്ക് ഉച്ചയ്ക്ക് ശേഷം അപ്പം എങ്ങനെ ചെയ്യുമെന്നൊക്കെ ചിന്തിച്ചോ, ആലോചിച്ചോ, പ്രാർത്ഥിച്ചോ. കർത്താവ് നിങ്ങൾക്ക് കൃപ നൽകട്ടെ അല്ലേ? ഇത് 18-ാം അധ്യായം. നമുക്ക് സഹോദരന്മാരുടെ ഇടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ അല്പമായിട്ട് പറഞ്ഞു കൊടുക്കുക കർത്താവ് അല്ലേ? ഇതൊക്കെ ഈ ആഴങ്ങളൊക്കെ ലേഖനങ്ങൾ മുഴുവൻ പഠിച്ചാൽ നമുക്ക് മുഴുവനും കാണുന്നത് മുഴുവനും നമ്മുടെ സഭയിലെ പ്രശ്നങ്ങളാണ്. വരുന്ന ആളുകളിൽ അടുത്ത മാസമൊക്കെ മരണത്തിനുളവാകുന്ന പാവമുണ്ടെന്ന് യോഹന്നാൻ പഠിപ്പിക്കുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് പിന്നീട് ചിന്തിക്കും. നമുക്ക് മനസ്സിലാവുന്നുണ്ടോ?